ജോയ്സ് ടിവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോകൾ നിങ്ങൾ കാണുകയും കേൾക്കുകയും ഞങ്ങളുടെ ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്തതിന് നിങ്ങൾക്കെല്ലാവരോടും ഞങ്ങളുടെ അകമഴിഞ്ഞ നന്ദിയും സ്നേഹവും ഞങ്ങൾ അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ ഈ രീതിയിലുള്ള സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിന്റെ അനുഭവങ്ങളെ പങ്കുവയ്ക്കേണ്ടതിന് കടന്നു വന്നിരിക്കുന്നത് സിസ്റ്റർ സിൽവിയ എഡ്വിൻ പഞ്ചാബിൽ നിന്നാണ്. ആ പ്രിയ കർത്താവിന്റെ ദാസിയെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ജോയ്സ് ടിവിയിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. സിസ്റ്ററെ, എന്തൊക്കെയുണ്ട് വിശേഷം? ദൈവനാമത്തിന് സുഖമായിരിക്കുന്നു. ഓക്കെ സിസ്റ്ററെ, സിസ്റ്റർ ആരുടെയൊക്കെ കൂടെ താമസിക്കുന്നേ? വീട്ടിലെ ഹസ്ബൻഡ്, കുഞ്ഞുങ്ങളെ, വേറെ ആരെങ്കിലും റിലേറ്റീവ് അങ്ങനെയുണ്ടെങ്കിൽ ഒന്ന് സ്വയം ഒന്ന് പരിചയപ്പെടുത്തിയാട്ടെ നമ്മുടെ പ്രേക്ഷകരുടെ അറിവിന് വേണ്ടി. ഞങ്ങൾ താമസിക്കുന്നത് പഞ്ചാബിലെ ഗുരുദാസ്പൂരിലാണ്. എന്റെ ഹസ്ബൻഡ് ഉണ്ട്, പിന്നെ എന്റെ മോൻ 10th സ്റ്റാൻഡേർഡില്, മോള് 9th. ഞങ്ങൾ 4 പേരുമാണ് താമസിക്കുന്നത് ഇവിടെ. ഓക്കെ, കർത്താവിന്റെ വേലയോടൊപ്പം ഇവിടെ ആയിരിക്കുകയാണോ? ആണോ? അതെ, ചർച്ച് പ്ലാന്റിംഗ് മിഷനറി ആയിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഓക്കെ സിസ്റ്ററെ, കർത്താവ് സഹായിക്കട്ടെ. ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ ആ അനുഭവങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ 1 മിനിറ്റ് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധനായ കർത്താവേ, പിതാവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നപ്പാ. ഹല്ലേലൂയ, ഞങ്ങളുടെ സന്നിധാനത്തിൽ സിസ്റ്റർ ഹല്ലേലൂയ സിൽവിയ എഡ്വിനുമായി ഞങ്ങൾ കടന്നു വരുന്നു. കർത്താവേ, പഞ്ചാബിന്റെ ദേശത്ത് പ്രിയ കുടുംബത്തെ കർത്താവിന്റെ വിലയോടുള്ള ബന്ധത്തിൽ കർത്താവോട് നിലനിർത്തിയിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. പ്രിയ കർത്തൃദാസിയുടെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ അനേക ജീവിതങ്ങളുടെ വിടുതലും ആശ്വാസത്തിനും കാരണമായി തീരുവാൻ കർത്താവ് സഹായിച്ചാണ്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സിസ്റ്റർ ജീവിതത്തിന്റെ അനുഭവങ്ങളെ എല്ലാം സിസ്റ്റർ നമ്മുടെ പ്രേക്ഷകരുടെ അറിവിന് വേണ്ടി പ്രസ്താവിക്കാം. ഓക്കെ, അതിനെ ക്ഷണിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ജോയ്സ് ടിവിക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇപ്രകാരം അനുഗ്രഹിക്കപ്പെട്ട ഒരു സമയം സർവശക്തനായ ദൈവം എന്റെ ജീവിതത്തിലും ഒരുക്കി നൽകിയതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. സർവശക്തന്റെ മുൻപിൽ ദൈവം നൽകിയ അനേക അനുഭവങ്ങളുണ്ട്. എന്നാൽ അതിൽ കുറച്ചെല്ലാം പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. കാരണം അനേക വർഷത്തെ അനുഭവങ്ങളാണ്. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വളരെ പ്രധാനപ്പെട്ട ചിലതെല്ലാം എന്റെ ഓർമ്മയിൽ വരുന്നത് ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവനാമ മഹത്വത്തിനായി അനേകർക്ക് പ്രയോജനപ്പെടട്ടെ. അതുപോലെ ഞാൻ ജനിച്ചു വളർന്നത് തൃശ്ശൂരാണ്, കേരളത്തില്. പക്ഷെ എന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഗ്രാൻഡ് പേരൻസ്, എന്റെ മെറ്റേണൽ ഗ്രാൻഡ് പേരൻസ് അവരെല്ലാം ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കടന്നു വന്നവരാണ്. എന്റെ അമ്മയുടെ കുടുംബക്കാരെന്ന് പറയുന്നത് അമ്മയുടെ ഗ്രാൻഡ് പേരൻസ് രാമലിംഗവടുവും ദേവി പൊന്നവ അവരെല്ലാം ക്ഷേത്ര പൂജാരികളായി ക്ഷേത്രത്തിൽ നിൽക്കുന്നവരായിരുന്നു. ആ സമയത്താണ് ഒരു പുതിയ നിയമം ലഭിച്ച് ദേവി പൊന്നമ്മ എന്ന് പറയുന്ന എന്റെ വല്യമ്മച്ചി കർത്താവിനെ കണ്ടെത്തുവാനും അങ്ങനെ ആ കുടുംബത്തിൽ നീണ്ടൊരു സാക്ഷ്യമാണ്. ചുരുക്കത്തിൽ പറയട്ടെ, ആ കുടുംബത്തിൽ യേശുവിനെ വിശ്വസിച്ചത് മുഖാന്തരം ഒരു വ്യക്തിക്ക് രക്തസാക്ഷിയാകേണ്ടതായി വന്നു. അതിനുശേഷം അവർ അവിടെ നിന്നും ഓടി, നാഗർകോവിലാണ് അവരുടെ വീട്, അവിടെ നിന്നും ഓടി മരുദൂർ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. അവിടെ അങ്ങനെ സ്ഥിര താമസമാക്കുവാനായിട്ട് ദൈവം സഹായിച്ചു, വചനത്തിൽ ഉറയ്ക്കുവാനും അതിനുശേഷം ജലസ്നാനം എടുത്തുകൊണ്ട് അതുപോലെ ഈ കൃപയുടെ സുവിശേഷം അനേകരിലേക്ക് അവരുടെ അവസാന ശ്വാസം വരെ പങ്കുവെക്കുവാൻ എന്റെ വല്യമ്മച്ചിയായ ദേവി പൊന്നമ്മയ്ക്ക് ദൈവം സഹായിച്ചു. രാമലിംഗവടു എന്ന് പറയുന്ന ആ വല്യപ്പച്ചനാണെങ്കിൽ ഒരു തന്നെയാണ് മരിച്ചത്. എന്നാൽ ഈ ദേവി പൊന്നമ്മ കുഞ്ഞുങ്ങളെയും അവരുടെ കൊച്ചുമക്കളെല്ലാം ആ ദൈവിക കൃപയുടെ സുവിശേഷത്തിൽ ആഴമായി അടിയുറച്ച് വിശ്വസിച്ച് വളർത്തിക്കൊണ്ടുവന്നു. അതുകൊണ്ട് അവരുടെ അവസാന ശ്വാസം വരെയും ഈ സുവിശേഷത്തിന് വേണ്ടി ഒരു തീജ്വാല പോലെ നിൽക്കുവാൻ ദൈവം സഹായിച്ചു. അതുപോലെ എന്റെ പെറ്റേണൽ ഗ്രാൻഡ് പേരൻസ് അഷ്ടമടി ഉമ്മച്ചന്റെ മോന്റെ മോളാണ് ഞാൻ. അപ്പോൾ എന്റെ വല്യപ്പച്ചന്റെ ആ ബാക്ക്ഗ്രൗണ്ട് ബ്രാഹ്മൺ ബാക്ക്ഗ്രൗണ്ട് ആണ്. അവിടെ നിന്നും സുവിശേഷം വല്യപ്പച്ചൻ അറിഞ്ഞത് ഒരു
ഒരു പ്രത്യേക സാഹചര്യത്തിൽ തന്റെ ഭവനം വിട്ട് തന്റെ പ്രാണരക്ഷാർത്ഥം ഓടുന്ന സമയത്ത് കോഴിക്കോട് വെച്ച് ഒരു കുടിലിൽ വെച്ച് ഒരു വല്യമ്മച്ചിയാണ് ആ കുടിലിൽ വെച്ച് സുവിശേഷം പറഞ്ഞ് അങ്ങനെ എന്റെ വല്യപ്പച്ചൻ യേശുവിനെ കണ്ടെത്തുവാൻ ഇടയെത്തുന്നു. പ്രായം ചെന്ന ഒരു അമ്മ ആ കുടിലിൽ വെച്ച് ഭക്ഷണം കൊടുത്തു, തന്നോട് സുവിശേഷം പറഞ്ഞു. അങ്ങനെ എന്താ പറയാ, ഒരു രാജ കൊട്ടാരത്തിന്റെ ഒക്കെ ബാക്ക്ഗ്രൗണ്ട് ആ സമയങ്ങളിൽ നമ്മുടെ സ്വാതന്ത്ര്യത്തിനൊക്കെ മുമ്പുള്ള സമയമാണ്. സ്വാതന്ത്ര്യ ദിനങ്ങളെല്ലാം അടുത്ത് വരുന്ന സമയങ്ങൾ. ആ സമയങ്ങളിലെല്ലാം അങ്ങനെ ഒരു സ്ഥിതിയിലായിരുന്നു. മീൻസ് വിഗ്രഹാരാധനയിലും അങ്ങനെയുള്ള ആ സ്ഥിതിയിലും. പക്ഷെ അതിൽ നിന്നെല്ലാം ദൈവം വിടുവിച്ചു. അങ്ങനെ നമ്മുടെ ഈ കേരളത്തിലെ ആദ്യകാല സുവിശേഷകരിൽ ഒരാളായി അഷ്ടപടിയപ്പച്ചൻ നമ്മുടെ കേരള സഭാ ചരിത്രത്തിലെല്ലാം വല്യപ്പച്ചനെ കുറിച്ചുണ്ട്. അങ്ങനെ വല്യപ്പച്ചന്റെ ജീവിതവും ഈ ദേവി പൊന്നമ്മ എന്ന് പറയുന്ന എന്റെ മെറ്റേണൽ ഗ്രാൻഡ്മയും എന്റെ പെറ്റേണൽ ഗ്രാൻഡ് പാൻ ഗ്രാൻഡ്മ അവരുടെ ജീവിതമാണ് എന്നെ വളരെ പ്രചോദനപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ അവരെ ആരും കണ്ടിട്ടില്ല, പക്ഷെ അവരെ അനുഭവങ്ങളെല്ലാം പല പ്രാവശ്യം എന്റെ അമ്മ മുഖാന്തരം, എന്റെ പിതാവും മാതാവും മുഖാന്തരം. എന്റെ പിതാവ് വളരെ കൊച്ചിലെ തന്നെ മരിച്ചുപോയി. 35 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ പിതാവ് മരിച്ചു. 90 വയസ്സുള്ള എന്റെ അമ്മ എനിക്കുണ്ട്. അപ്പൊ ഈ വളരെയധികം ഈ സുവിശേഷത്തിന് വേണ്ടി എരിഞ്ഞു ശോഭിക്കുന്ന അവരെ കുറിച്ചുള്ള അനുഭവങ്ങൾ അതെന്റെ ജീവിതത്തിൽ ഒരു നിശബ്ദമായി എല്ലാം ഒബ്സർവ് ചെയ്യുന്ന, അല്ലെങ്കിൽ നിശബ്ദമായി എല്ലാം കണ്ടു പഠിക്കുന്ന ഒരു സ്വഭാവം കൊച്ചിലെ എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇത് വളരെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയെങ്കിലും ഒരു സുവിശേഷകയാകണമെന്നൊന്നും എനിക്ക് താല്പര്യമില്ലായിരുന്നു. കാരണം എന്താ പറയാ, ഒരു നല്ല ജോലി ചെയ്യണം, അനേകരെ സഹായിക്കണം, സുവിശേഷ വേലയിൽ അനേകരെ സഹായിക്കണം, പാവപ്പെട്ട ഒത്തിരി പേരുണ്ടല്ലോ, അങ്ങനെയൊക്കെ സഹായിക്കണം എന്നുള്ള ചിന്താഗതിയുമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. എന്നാൽ ദൈവം നമ്മുടെ ജനനത്തിന് മുൻപേ ദൈവം നമ്മെ കണ്ടിരിക്കുന്നു. അതുപോലെ നമ്മുടെ അമ്മയുടെ ഗർഭത്തിൽ നാം ഉരുവാകുന്നതിന് മുമ്പ് ദൈവം നമ്മെ വേർതിരിച്ചിരിക്കുന്നു എന്ന് ഇരമ്യ പ്രവചനം 1:5 വാക്യത്തിൽ കാണാൻ സാധിക്കുന്നു. ജാതികളുടെ പ്രവാചകരായി നമ്മെ വെച്ചിരിക്കാൻ ദൈവത്തിന്റെ പദ്ധതി വ്യത്യസ്തമായതുകൊണ്ട് എന്റെ ചിന്താഗതികളെക്കാളും വ്യത്യസ്തമായി യശയ്യാ പ്രവചനം 55:8-9 വാക്യങ്ങൾ പറയുന്ന പോലെ ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ നമ്മുടെ ചിന്തകൾ, ദൈവത്തിന്റെ ചിന്തകൾ, നമ്മുടെ വഴികൾ ദൈവത്തിന്റെ വഴികളിൽ ഉന്നതമാകുന്നത് കൊണ്ട് ഞാൻ ചിന്തിച്ചതിനേക്കാളും എന്റെ വഴികളെക്കാളും ഉന്നതമായി ദൈവിക പദ്ധതിയിലേക്ക് ദൈവം എന്നെ കൊണ്ടുവരുവാനായി ഇടയായി തീർന്നു. അങ്ങനെ കൊച്ചുനാളിൽ 12-ാം വയസ്സിൽ ഞാൻ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാകർത്തമായി സ്വീകരിച്ചു. 13-ാം വയസ്സിൽ ഞാൻ ആദ്യമായി കാണുന്ന ഒരു ഫിലിം, നരകം എന്നുള്ള ഒരു ഫിലിം, അതെന്റെ ലൈഫിനെ വളരെ മാറ്റിമറിച്ചു. കാരണം ബൈബിളിലുള്ള ബൈബിൾ ബേസ്ഡ് ആയിട്ടുള്ള ആ ഫിലിം കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അനേകർ നിത്യ നരകത്തില് എന്നും വീഴുന്നുണ്ട്. നിത്യത എന്ന് പറയുന്ന ആ ദർശനം എനിക്ക് എന്താ പറയാ, യഥാർത്ഥമായിട്ട് നിത്യതയെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടും, യേശുക്രിസ്തുവിനെ അറിയാത്തവർ നിത്യ നരകത്തിൽ വീഴുമെന്നും യേശുക്രിസ്തുവിനെ അനുഭവിച്ചറിഞ്ഞ് ആ യേശുവാകുന്ന മാർഗത്തിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ, ദൈവവചനത്തെ അതുപോലെ കൈക്കൊണ്ടാൽ മാത്രമേ നാം സ്വർഗരാജ്യത്തിൽ കടന്നു പോകുന്നുള്ള ഒരു സത്യം ആ നരകമെന്നുള്ള ആ ഫിലിം കണ്ടപ്പോൾ ആ കൊച്ചുനാളിൽ എനിക്ക് മനസ്സിലായി. അതിനുശേഷം രണ്ടാമത് കാണിച്ച ഫിലിമായിരുന്നു സാധു സുന്ദർ സിംഗ്. വടക്കേന്ത്യയെ കുറിച്ച് പ്രത്യേകമായ ഒരു കാഴ്ചപ്പാടോ അല്ലെങ്കിൽ ഒരു കേൾവിയോ വലുതായിട്ടൊന്നും ആ സമയത്ത് എനിക്കില്ല, ചെറുതായിട്ട് അറിയാം. എന്നാൽ ആ സാധു സുന്ദർ സിംഗിന്റെ ഫിലിം കണ്ടപ്പോൾ എന്റെ ഹൃദയത്തിൽ ഒരു വലിയ ഭാരം കടന്നു വരുവാനിടയെ തീർന്നു. ഒരു ആത്മഭാരം. എങ്ങനെയെങ്കിലും കർത്താവിന് വേണ്ടി നശിച്ചു പോകുന്ന ജീവിതങ്ങളെ ക്രിസ്തുവിന് വേണ്ടി നേടണം. യേശുവിന് വേണ്ടി ഇത്രത്തോളം ഒരു ദൈവദാസൻ കഷ്ടം സഹിച്ചുവെങ്കിൽ, തന്റെ എല്ലാം വിട്ട് കളഞ്ഞ് കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചുവെങ്കിൽ, അതുപോലെ യേശുവിന് വേണ്ടി വടക്കേന്ത്യ സുവിശേഷീകരിക്കുവാൻ തക്കവണ്ണം തന്റെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുത്തെങ്കിൽ, എനിക്ക് വളരെ ആഗ്രഹം, ഈ കർത്താവെ എനിക്കും ആ നോർത്ത് ഇന്ത്യയിലേക്ക് പോകണം. പക്ഷെ എനിക്ക് ആകെ അറിയുന്ന ഒരു ഭാഷ അന്ന് മലയാളം മാത്രമേ ഉള്ളൂ കൊച്ചുനാളിൽ. ഞാൻ അതുകൊണ്ട് വളരെ ആഗ്രഹിച്ചു. എനിക്ക് നോർത്ത് ഇന്ത്യയിലെ പല ഭാഷകളൊന്നും അറിഞ്ഞുകൂടാ. ഹിന്ദി ഒട്ടും തന്നെ അറിയില്ല. കാരണം നമ്മൾ അല്പമായിട്ടാണ് കേരളത്തിൽ പഠിക്കുന്നത്. ഹിന്ദി വായിക്കാനും എഴുതാനും മാത്രമേ അറിവുള്ളൂ. അത് മനസ്സിലാക്കുവാനോ അല്ലെങ്കിൽ സംസാരിക്കുവാനുള്ള കഴിവുകളൊന്നുമില്ല. അങ്ങനെ ഞാൻ എന്റെ 13-ാം വയസ്സിൽ 12-ാം വയസ്സിൽ തന്നെ എന്റെ കൂടെയുള്ള കുട്ടികൾക്ക് ഞാൻ നല്ല ഭക്ഷണങ്ങൾ, എന്റെ ഭക്ഷണം ഷെയർ ചെയ്യുക, ഇങ്ങനെ കുറച്ച് സൽപ്രവർത്തികൾ ചെയ്യുക, നല്ല കാര്യങ്ങൾ അവരെ ഇങ്ങനെ ചെയ്യുക. ഇങ്ങനെ യേശു കാണിച്ച ഗുഡ് സമരിറ്റന്റെ, നല്ല ശമരിയക്കാരന്റെ ഒരു അനുഭവം പോലെ ജീവിതത്തെ കൊണ്ടുവരുവാണ് വളരെ ആഗ്രഹത്തോടെ ഞാൻ എന്റെ ടിഫിനെല്ലാം ഇങ്ങനെ ഷെയർ ചെയ്യുമായിരുന്നു. പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക്, ഭിക്ഷ യാചിക്കുന്ന അനേക കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ഒരു സ്കൂളിലാണ്, ഒരു കൊച്ചു സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. തൃശ്ശൂരാണ് എന്റെ ജനനം, തൃശ്ശൂർ കണ്ണാറയുന്ന സ്ഥലത്ത്. അപ്പൊ ഞാൻ അവിടെ ഒരു കൊച്ചു സ്കൂളിലാണ് പഠിച്ചത്. അപ്പൊ ഞാൻ എന്റെ
കൂടെ വരുന്ന കുട്ടികൾ ഭക്ഷണം കഴിക്കാത്തവർക്ക് എന്റെ ടിഫിൻ ഷെയർ ചെയ്യും. വീട്ടിൽ ചെന്ന് അമ്മയോട് പറയുമ്പോൾ അമ്മ എനിക്ക് എക്സ്ട്രാ ഫുഡ് തന്നു വിടും. അതിനുശേഷം എനിക്ക് 13-ാം വയസ്സിൽ ഈ നരകവും അതുപോലെ ഈ സാധു സുന്ദർ സിംഗിനെ കുറിച്ചുള്ള ഈ ഫീലിംഗ് കണ്ടു കഴിഞ്ഞപ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയണം, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു, യേശു നിങ്ങളെ കരുതുന്നു എന്ന് മറ്റുള്ളവരോട് പറയുവാൻ, അതുപോലെ എനിക്ക് ലഭിക്കുന്ന പഴയ ട്രാക്സുകളെല്ലാം മറ്റുള്ളവർക്ക് പങ്കുവെക്കുന്ന ഒരു സ്വഭാവം, അതുപോലെ പുതിയ നിയമമെല്ലാം കിട്ടുന്നത് അധികമൊന്നുമില്ല, പക്ഷെ എനിക്ക് കിട്ടുന്നതെല്ലാം ഞാൻ ഇങ്ങനെ ബുക്ക് പോസ്റ്റ് ആയിട്ട് അയക്കും. അതുപോലെ എന്റെ ഹൃദയത്തിൽ പെട്ടെന്ന് മലയാള മനോരമ ന്യൂസ് പേപ്പർ ആണെന്ന് വീട്ടിൽ വരുത്തുന്നത്. അപ്പൊ എന്റെ ഹൃദയത്തിൽ ഞാനിങ്ങനെ ന്യൂസ് പേപ്പർ പത്രം വായിക്കുമ്പോൾ ചരമക്കുറിപ്പുകൾ കണ്ടപ്പോൾ എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ വലിയൊരു ആഗ്രഹം തോന്നി. ആ ചരമക്കുറിപ്പിൽ ഫോട്ടോയോടുള്ള ചരമക്കുറിപ്പുകളുണ്ട്, അതിലെല്ലാം അഡ്രസ്സ് എഴുതിയിട്ടുണ്ട് ക്ലിയർ ആയിട്ട്. അപ്പോൾ എന്റെ ഹൃദയത്തിൽ തോന്നി, എന്തുകൊണ്ട് ഞാൻ ഇവർക്ക് എഴുത്ത് എഴുതിക്കൂടാ, സുവിശേഷത്തിന്റെ എഴുത്ത്. അങ്ങനെ ഞാൻ ആ ചരമക്കുറിപ്പുകളിലേക്കെല്ലാം എഴുത്തുകൾ ചരമക്കുറിപ്പെല്ലാം സൂക്ഷിച്ചു വെക്കും. ആഴ്ചയിൽ ഒരിക്കല് ന്യൂസ് പേപ്പറെല്ലാം എടുത്ത് ഇങ്ങനെ എനിക്ക് പറ്റാവുന്നത് പോസ്റ്റ് കാർഡുകളില്, അതുപോലെ കൊച്ചു കൊച്ചു ലെറ്റർ ആയിട്ട് ഞാൻ യേശുവിനെ കുറിച്ച് എഴുതി ആ ചരമക്കുറിപ്പുകളെല്ലാം ഞാൻ ഫ്രം അഡ്രസ് വെക്കാതെ ടു അഡ്രസ്സിൽ എല്ലാം അങ്ങനെ പോസ്റ്റ് ചെയ്യാനായി തുടങ്ങി. അതുപോലെ എന്റെ ഹൃദയത്തിൽ ആഗ്രഹം ബുക്ക് പോസ്റ്റ് 5 രൂപയ്ക്കൊക്കെ അന്ന് ബുക്ക് പോസ്റ്റ് നമുക്ക് അയക്കാം. അപ്പൊ അങ്ങനെ ബുക്ക് പോസ്റ്റ് എന്താ പറയാ, ബൈബിള് കൊച്ച് മീൻസ് പുതിയ നിയമം 5 രൂപയ്ക്ക്, അതുപോലെ കൊച്ചു കൊച്ചു ബുക്ക്ലെറ്റുകള് ട്രാക്സുകളെല്ലാം ഞാൻ ഇങ്ങനെ ഈ ചരമക്കുറിപ്പുകളിലുള്ള അഡ്രസ്സുകളിലേക്ക് 2 അഡ്രസ്സിൽ വെച്ച് പല മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് ഞാനിങ്ങനെ അയക്കുമായിരുന്നു. കാരണം എനിക്കറിയാം ആ ഭവനങ്ങളെല്ലാം വളരെ ദുഃഖമുണ്ട്, പ്രയാസമുണ്ട്. അപ്പോൾ അവരുടെ പ്രിയപ്പെട്ടവർ എവിടെയാണ് കടന്നുപോയതെന്ന് അവർക്ക് അറിയില്ല. അപ്പോൾ യേശുവാണ് മാർഗം, സ്വർഗത്തിൽ പോകുവാനുള്ള മാർഗമായി യേശു കടന്നു വന്നു, ഒരു വഴിയായി യേശു കടന്നു വന്നു എന്നുള്ള സത്യം സുവിശേഷത്തിലൂടെ എനിക്ക് അറിയുന്ന അറിവിലൂടെ എന്നും വായിക്കുന്ന ദൈവവചനം, എന്നും ഞാൻ സ്കൂളിൽ നിന്നും വളരെ തിടുക്കത്തിലാണ് ഭവനത്തിൽ മടങ്ങി വരുന്നത്. കാരണം ബൈബിൾ വായിക്കാൻ എന്റെ ബുക്ക് വെച്ചിട്ട് ഞാൻ ആദ്യം ചെയ്യുന്ന കാര്യം ബൈബിൾ വായിക്കും, അത് മെഡിറ്റേറ്റ് ചെയ്യും. പക്ഷെ എനിക്ക് പലതും മനസ്സിലാകാറില്ല. അതെന്റെ അമ്മയോടും സഹോദരന്മാരോടും ചോദിക്കും. കൊച്ചിലെ എന്റെ പിതാവ് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. അപ്പൊ അങ്ങനെ ഞാൻ എന്റെ 15 വയസ്സായപ്പോൾ 13 വയസ്സായപ്പോഴും ഞാൻ ഞങ്ങളുടെ പാസ്റ്ററോട് എനിക്ക് സ്നാനപ്പെടണമെന്ന് വളരെ നിർബന്ധിച്ചു. പക്ഷെ അന്നേരം ചെറിയ കുട്ടിയാണ്, ഇപ്പൊ സ്നാനപ്പെടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്തു. അങ്ങനെ 13-ാം വയസ്സ് കഴിഞ്ഞപ്പോൾ എന്റെ നിർബന്ധം മൂലം അങ്ങനെ സത്യവചനം എനിക്ക് യഥാർത്ഥമായും അറിയാം. എന്താ പറയുക, നമ്മുടെ പാപത്തിന് മരിച്ച് ഇനി പാപത്തോട് നമ്മള് ഗുഡ് ബൈ പറഞ്ഞ് ഇനി ആ പാപം കണ്ടിന്യൂ ചെയ്യുവാൻ താല്പര്യമില്ല എന്നുള്ള ഉറപ്പിൽ, ആ തീരുമാനത്തിൽ ഞാൻ സ്നാനപ്പെടുവാൻ ഇടയായിത്തീർന്നു. സ്നാനം കഴിഞ്ഞ് ഞാൻ വീണ്ടും സുവിശേഷത്തിൽ വളരെയധികം വ്യാപൃതിയായി ICTF, അതുപോലെ ക്യാമ്പസ് ക്രൂസൈഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് പോലെ ഹോസ്പിറ്റൽ മിനിസ്ട്രിയിൽ ഇൻവോൾവ് ആയിരുന്നു. അത് അങ്ങനെ ആഴ്ചയിൽ 1 ഹോസ്പിറ്റലുകളിൽ കടന്നുപോയി സുവിശേഷം പറയും, പ്രാർത്ഥിക്കും, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അത് മീൻസ് തൃശ്ശൂര് മെഡിക്കൽ കോളേജ്, അതുപോലെ സിവിൽ ഹോസ്പിറ്റലിലെല്ലാം കടന്നുപോയി സുവിശേഷം പറയുമായിരുന്നു. അതുപോലെ എല്ലാ ദിവസവും തിങ്കൾ മുതൽ ശനിയാഴ്ച വരെയുള്ള സമയങ്ങളിൽ എനിക്ക് ലഭിക്കുന്ന സമയം, ചില ദിവസം ശനിയാഴ്ച നമുക്ക് ക്ലാസ് ഉണ്ട്, അല്ലെങ്കിൽ വെള്ളിയാഴ്ച വരെ ക്ലാസ്സുകളിൽ ക്യാമ്പസുകളിൽ പോയി, പാറമേക്കാവ് കോളേജിലാണ് പഠിച്ചത്. ആ സമയത്ത് മീൻസ് സ്കൂൾ ലൈഫ് കഴിഞ്ഞ പാറമേക്കാവ് കോളേജിലേക്ക് കടന്നുപോയി എന്റെ പ്രീ ഡിഗ്രി അവിടെ ഞാൻ ചെയ്തത് തൃശ്ശൂര്. അപ്പൊ പൂരപ്പറമ്പിലെല്ലാം പോയി എല്ലാ വൈകുന്നേരവും പോയിട്ട് അവിടെ ഇരുന്നൊരു പാട്ട് പാടും. ക്യാമ്പസ് ക്രൂസറിലെ കുറച്ച് സഹോദരങ്ങളുണ്ട്, അതുപോലെ ICPFന്റെ കൂടെ വർക്ക് ചെയ്യും. അങ്ങനെ അവരെ കൂടെ പോയിട്ട് ഞാൻ ക്യാമ്പസുകളിൽ പോയി സുവിശേഷം പറയാൻ പൂരപ്പറമ്പിൽ പോയി സുവിശേഷം പറയുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അതുപോലെ കോളേജിൽ പോകുന്ന സമയത്ത് പ്ലസ് 1 പ്ലസ് 2 ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ചെരുപ്പ് കുത്തികളായിട്ടുള്ള അനേകരുണ്ട്. അപ്പൊ എന്റെ ഹൃദയത്തിന്റെ ഒരു ആഗ്രഹമായിരുന്നു രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒന്നും കഴിക്കരുത്, കാരണം അതുവരെ ഉപവസിക്കുക, പ്രാർത്ഥിക്കുക, വൈകിട്ട് കഴിക്കാം. അപ്പൊ എനിക്ക് ഒത്തിരി പേരോട് സുവിശേഷം പറയാൻ വളരെ പ്രതികൂലം ഉണ്ടായിരുന്നു എന്റെ ജീവിതത്തില്. അതുപോലെ ഞാനൊരു അഡ്വക്കേറ്റിനെ പരിചയപ്പെടുവാൻ ഇടയായിത്തീർന്നു. അദ്ദേഹം സുവിശേഷം അറിയിക്കുന്ന ICPFൽ വർക്ക് ചെയ്ത ബേബി സാർ എന്ന് പറയും. അദ്ദേഹം എനിക്ക് വളരെയധികം ട്രാക്റ്റുകൾ തന്നെ സഹായിക്കാൻ ഇടയായിത്തീർന്നു. എന്റെ ട്രാക്റ്റുകളെല്ലാം തീരുമ്പോൾ ബണ്ടിലെ ഞങ്ങളുടെ വീട്ടിൽ ഒത്തിരി ട്രാക്സ് കൊണ്ടുവന്ന് തരും. അദ്ദേഹത്തിന്റെ മകൾ പ്ലസ് 1 പ്ലസ് 2 എന്റെ കൂടിയാണ് പഠിച്ചത്. അപ്പൊ കുറച്ച് ട്രാക്സ് എല്ലാം എനിക്ക് ആ മകള് വഴി ലഭിക്കാറുണ്ട്. എന്നാൽ അതിലുപരിയായിട്ട് എന്റെ ട്രാക്സ് ഞാൻ പെട്ടെന്ന് തീർന്നു പോകും. കാരണം ഞാൻ വഴിയിൽ കാണുന്നവരോടെല്ലാം സുവിശേഷം പറയും.
ആകുന്നത് എത്രത്തോളം എനിക്ക് ട്രാക്സ് കൊടുക്കാൻ പറ്റുന്നു, ഒരു ദിവസം എത്രയുണ്ടോ ആ ദിവസം മുഴുവൻ ട്രാക്സ് കൊടുക്കുക, സുവിശേഷം പറയുകയായിരുന്നു എന്റെ പ്രത്യേകമായ എന്റെ ഉദ്ദേശം. കോളേജിൽ മുഴുവൻ എല്ലാവരോടും സുവിശേഷം പറയുമായിരുന്നു. അപ്പൊ അങ്ങനെ എന്റെ ട്രാക്സ് തീരുമ്പോഴെല്ലാം ഞാൻ ഈ ബേബി സാറിനെ, അഡ്വക്കേറ്റിനെ വിളിക്കും. അങ്ങനെ എന്താ പറയാ, ഞങ്ങളുടെ വീട്ടിലേക്ക് ബൈൻഡ് ബോക്സിൽ ഒത്തിരി ട്രാക്സ് കൊണ്ടുവന്ന് തരുമായിരുന്നു. അതെനിക്ക് വലിയ സഹായമായിരുന്നു. കാരണം എന്റെ ഹൃദയത്തിന്റെ വലിയൊരു ദാഹം എങ്ങനെ സുവിശേഷം, അങ്ങനെ എന്റെ തുടക്കം കേരളത്തിലാണ് സുവിശേഷ വേല ആരംഭിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. അതിനുശേഷം ഞാൻ 16 വയസ്സിൽ എന്റെ +2 പ്രീ ഡിഗ്രി ആ സമയത്ത്, ഇന്നത്തെ +2 അത് കഴിഞ്ഞ സമയത്ത് എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. കാരണം ഞാൻ എന്നും രഹസ്യമായി പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ് വടക്കേന്ത്യയിൽ പോകണം. അതുപോലെ ലോക സുവിശേഷീകരണം, ഒരു ഗ്ലോബ് ഉണ്ട്. ആ ഗ്ലോബ് ഞാനിങ്ങനെ തൊട്ട് അതിൽ പല രാജ്യങ്ങളിൽ രാജ്യങ്ങളിൽ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും, കർത്താവേ വടക്കേ ഇന്ത്യ ഒന്ന് എന്റെ ഹൃദയത്തിന്റെ ഒരു തീ കത്തുന്ന അനുഭവമാണ് വടക്കേ ഇന്ത്യ. രണ്ടാമതെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ലോക സുവിശേഷീകരണം, അനേക രാജ്യങ്ങളിൽ കർത്താവിന്റെ വചനവുമായി കടന്നു പോകണം. അങ്ങനെ അന്ന് മുതൽ അനേക വർഷങ്ങളിൽ കർത്താവിന്റെ സന്നിധിയിൽ 16 വയസ്സ് വരെ ദൈവസന്നിധിയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്താണ് 16ാം വയസ്സിൽ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. എന്റെ കസിനും അതുപോലെ എന്റെ ബ്രദറും ജമ്മുവിലുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ഒരു +2 കഴിഞ്ഞ സമയത്ത് കുറച്ച് മാസത്തേക്ക് മാത്രമായിട്ട് 1-2 മാസം അവധി ഉണ്ടല്ലോ, അങ്ങനെ പോയതാണ്. പക്ഷെ 8 മാസം ഞാൻ അവിടെ നിൽക്കുവാൻ ഇടയായി തീർന്നു. വളരെ ത്രില്ലായിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ വളരെ ത്രില്ലായിട്ട് ഞാൻ ദൈവത്തിന്റെ വചനം അനേകരോട്, മീൻസ് എനിക്ക് അധികം മലയാളമേ അറിയുള്ളൂ, ഹിന്ദി അറിയില്ല. പക്ഷെ അവിടെ ആയിരിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാഭിഷേകത്തിന്റെ ഇമ്പോർട്ടൻസ്, പ്രാധാന്യത്തെ കുറിച്ച് അറിയുവാനും ഞാൻ ഉപവസിക്ക് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അങ്ങനെ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. അവിടെ മിഷനറിമാരെല്ലാം ഉപവസിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആ മൂന്ന് ദിവസം കൊണ്ട് അവർക്കെല്ലാം പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു. പക്ഷെ എനിക്ക് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചില്ല. എന്റെ ഒരു അനുഭവമാണ്, ഞാൻ ഈ ഹോസ്പിറ്റൽ മിനിസ്ട്രിക്ക് വേണ്ടിയിട്ട് കുറച്ച് പൈസ എന്റെ കയ്യിൽ വെച്ചിരുന്നു, 60 രൂപ. ആ ട്രാക്ട് അടിക്കുവാൻ അതെനിക്ക് കൊടുക്കുവാൻ ഒത്തില്ല വരുന്നതിന് മുമ്പ്, ജമ്മുവിൽ വരുന്നതിന് മുമ്പ്. പക്ഷെ ഞാൻ ഒത്തിരി ഇതുകൊണ്ടാണ് എനിക്ക് കിട്ടാത്തത്. പക്ഷെ അതിന് മുമ്പ് ഞാൻ ഈ 12ാം വയസ്സിൽ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവായി സ്വീകരിച്ച സമയത്ത് ഞാൻ ആൽപ്പാറ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, ഒരു IPC ചർച്ച് ഉണ്ട്. അവിടെ ഒരു കൺവെൻഷന് കടന്നുപോയി. ഒരു പാറപ്പുറത്തിരുന്ന് ഞാനിങ്ങനെ കൺവെൻഷൻ കേൾക്കുകയായിരുന്നു. കാരണം ഒത്തിരി ജനമുണ്ടായിരിക്കാൻ സ്ഥലമില്ല. ഒരു കൊച്ചു പാറപ്പുറത്ത് ഞാൻ ഇരുന്ന് വചനം കേട്ടോണ്ടിരുന്നപ്പോൾ അവിടെ ഇങ്ങനെ ആരാധന നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഹല്ലേലൂയ പറയുമ്പോൾ അന്യഭാഷ വന്നത്. പക്ഷെ അന്ന് എനിക്ക് അന്യഭാഷയെ കുറിച്ചൊന്നും അത്രത്തോളം എങ്ങനെ മറ്റാരും അധികം പറഞ്ഞ് ഞാൻ കേൾക്കാത്തത് കൊണ്ടും പൊതുവിൽ പരസ്യമായ ആരും അങ്ങനെ ഒത്തിരി പറയാത്തതുകൊണ്ട് എനിക്ക് ഒരു ലജ്ജ പോലെ ആരെങ്കിലും കേൾക്കുമെന്ന് പിടിച്ചു വെച്ചു. അതിനുശേഷം എനിക്ക് അന്യഭാഷ എനിക്ക് കിട്ടിയില്ല. അതിനുശേഷം ഞാൻ 16ാം വയസ്സിൽ ഇങ്ങനെ ഉപവസിച്ച് പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് ആ സമയത്ത് എല്ലാവർക്കും കിട്ടിയതും എനിക്ക് കിട്ടിയില്ല. എന്നാൽ 4ാം ദിവസം ഞാനിങ്ങനെ ദൈവസന്നിധി പ്രാർത്ഥിച്ചു, കർത്താവെ എനിക്കിനി ഈ പരിശുദ്ധാത്മാഭിഷേകം ലഭിക്കാതെ ഞാൻ ഇനി ഭക്ഷണം കഴിക്കില്ല, എനിക്ക് ഭക്ഷണം വേണ്ട. കാരണം എനിക്ക് വളരെ അത്യന്താപേക്ഷിതമാണ് ഈ പരിശുദ്ധാത്മാഭിഷേകം. കാരണം ഞാൻ വായിച്ചിട്ടുണ്ട് അപ്പോസ്തല പ്രവൃത്തി 1:8, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ച് യെരൂശലേമിലും യഹൂദയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാകും എന്നുള്ള ദൈവവചനം ഞാൻ വായിച്ചപ്പോൾ, യേശുവിന്റെ സാക്ഷിയാകണമെങ്കിൽ എനിക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി വേണം, പരിശുദ്ധാത്മാവ് എനിക്ക് വേണം, പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പ് എനിക്ക് വേണം. അതില്ലാതെ എനിക്ക് സാക്ഷിയാകാൻ സാധിക്കില്ല എന്ന് ഉറപ്പ് വന്നപ്പോൾ ഞാൻ ദൈവത്തിന്റെ മുട്ടുകുത്തി. 4ാം ദിവസം ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവ് നീ ലോക രാജ്യങ്ങളിൽ അനേക ഇടങ്ങളിൽ കർത്താവിന്റെ സാക്ഷിയാകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എനിക്ക് അനവിധ ഭാഷ അവരെ നൽകണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. 4ാം ദിവസം ഞാൻ അന്യ ഭാഷയിൽ, അന്ന് എനിക്ക് മലയാളം മാത്രമേ അറിയൂ, പക്ഷെ ഇംഗ്ലീഷിൽ ഞാൻ അനേക മണിക്കൂറുകളിൽ ഞാൻ സംസാരിക്കുവാൻ, പ്രസംഗിക്കുവാൻ ഇടയായിത്തീർന്നു. എന്റെ കസിനത് മറ്റുള്ള മിഷനറിമാർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുവാൻ ഇടയായിത്തീർന്നു. അതുപോലെ അറബി ഭാഷയിൽ ഞാൻ എഴുതുവാൻ ഇടയായിത്തീർന്നു ഒരു ഡയറിയില്. അത് അവിടെയുള്ള മുസ്ലിംസ് ജിബിലായിരുന്നു, ഞാൻ ജമ്മുവിലെ ജമ്മു കഴിഞ്ഞ് കാശ്മീരിലേക്ക് പോകുന്ന വഴിയുള്ള ജിബിലായിരുന്നു ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെയുള്ള കാശ്മീരികൾ അത് വായിച്ചതിന്റെ ട്രാൻസ്ലേഷൻ ചെയ്യുവാൻ യേശുവിനെ സ്നേഹിക്കുന്ന കാര്യങ്ങളെല്ലാമായിരുന്നു ഞാൻ എഴുതിയിരുന്നത്. അതുപോലെ ഞാനൊരു മലയാളം മീഡിയത്തിൽ പഠിച്ച ഒരു വ്യക്തിയാണ് ആ സമയം വരെ. എന്റെ +1 മുതലാണ്, പ്രീ ഡിഗ്രി മുതലാണ് ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് പോയത്. എനിക്ക് അങ്ങനെ ഒന്നും അറിയില്ല എനിക്ക് ശരിക്ക്. പക്ഷെ ഞാൻ നല്ലതായിട്ട്, അതുപോലെ Great is thy faithfulness എന്നുള്ള പാട്ട് ഞാൻ അനേക ഭാഷകളിൽ പാടി ദൈവത്തെ ആരാധിക്കുവാൻ ഞാൻ പൊട്ടിക്കരഞ്ഞാണ് ഞാൻ ദൈവം അനേക മണിക്ക് പൊട്ടിക്കരഞ്ഞാണ് അന്യഭാഷയിൽ ആരാധിക്കുന്നത്. അതിനുശേഷം ഞാൻ വളരെ സന്തോഷത്തോടെ, ആനന്ദത്തോടെ, ആഹ്ലാദത്തോടെ എനിക്ക് തന്നെ എന്റെ ചിരി അടക്കുവാൻ ദൈവത്തിന്റെ വചനത്തിലുണ്ട്, ഇസഹാക്ക് ജനിച്ചപ്പോൾ ഒരു ചിരിയാണ്, ആ ഭവനത്തിൽ ഒരു ചിരി കടന്നു വന്നു. അതുപോലെ എന്റെ ഹൃദയത്തിൽ ഒരു ആഹ്ലാദം, സന്തോഷം, ആർക്കും ആരോടും പറഞ്ഞ
പറഞ്ഞറിയിക്കാൻ വരാത്ത ഒരു വലിയ സന്തോഷം. ഞാൻ മണിക്കൂറുകൾ എന്റെ പ്രാർത്ഥനാ ജീവിതത്തിന് മാറ്റം വന്നു. ഞാൻ അല്പമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്, എന്നാൽ മണിക്കൂറുകൾ ഇത് പ്രാർത്ഥിച്ചാലും എനിക്ക് മതി വരാതെ വണ്ണം അനേകം മണിക്കൂറുകൾ മുട്ടിന്മേൽ നിന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാന് രാത്രി യാമങ്ങളിൽ 2 മണി വരെയെല്ലാം ഞാനിങ്ങനെ ഇത് പ്രാർത്ഥിക്കും. എന്റെ നിർബന്ധത്താൽ, മറ്റുള്ളവർ വിഷയമായ നിർബന്ധത്താൽ ഞാൻ കിടക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം ഞങ്ങളുടെ അവിടെ ഉണ്ടായിരുന്ന ഒരു മിഷനറി തളർന്ന് പോയ വ്യക്തിയാണ്. ആ വ്യക്തി, ഞാനിങ്ങനെ 2 മണിയായി കിടന്നു കഴിഞ്ഞ് അടുത്ത ദിവസം ഞാൻ നോക്കുമ്പോഴേ ഈ തളർന്നു കിടന്ന മിഷനറി നടക്കുന്നുണ്ട്. ഞാൻ അന്നേരം ആ ചേച്ചിയോട്, ചേച്ചി നടക്കുന്നു. അപ്പൊ പറഞ്ഞു, മോളെ നിനക്കറിയില്ല, നീ രാത്രി 2 മണിക്ക് നീ കിടന്നു, ഞാൻ കിടക്കുന്നിടത്ത് നീ വന്ന് കിടന്നു. നീ കിടന്നു കഴിഞ്ഞിട്ട് നീ നിന്റെ കൈ കൊണ്ട് എന്റെ തലയിലും താടിക്കും എന്നെ തൊട്ടു. പെട്ടെന്ന് ഒരു ഇലക്ട്രിക് ഷോക്ക് കടന്നു വരുന്നത് പോലെ ആ ഷോക്ക് കടന്നു വന്ന് ഞാൻ പൂർണ്ണമായി സൗഖ്യമാക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ അന്ന് മുതൽ ആ മിഷനറി പൂർണ്ണമായി സൗഖ്യമായി തീരുമാനിടയെത്തുന്ന ആ വ്യക്തിയുടെ ആ തളർന്ന അവസ്ഥയ്ക്കെല്ലാം മാറ്റം വരുത്തി ദൈവത്തിന്റെ ഒരു അത്ഭുത പ്രവൃത്തി കാണുവാൻ ഇടയായി തീർന്നു. അത് കണ്ടപ്പോൾ ഞങ്ങളുടെ തൊട്ടടുത്ത് താമസിക്കുന്ന ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്ന മുസ്ലിം വീട്ടിലാണ്. ആ വീട്ടില് ഒരു എതിമ അവരുടെ തളർന്നു പോയി. അന്നേരം അവര് പറഞ്ഞു, ഇങ്ങനെ യേശുവിന് സൗഖ്യമാക്കാൻ കഴിയുമെങ്കിൽ ഞങ്ങളുടെ എരിമ കുറെ ദിവസമായി തളർന്നു പോയി, അങ്ങനെയെങ്കിൽ എന്താ പറയാ സോണിയോട് പറഞ്ഞിട്ട് ഒന്ന് പ്രാർത്ഥിക്ക്. അപ്പൊ എനിക്ക് ആകെ അറിയുന്നത് മലയാളം ലാംഗ്വേജ് ആണ്. അന്യഭാഷയിലാണ് ഞാൻ പല ലാംഗ്വേജ് സംസാരിക്കുന്നത്. പക്ഷെ എനിക്ക് അറിയുന്ന ഭാഷ മലയാളമാണ്. ഞാൻ ബൈബിളും എടുത്തുകൊണ്ട് മറ്റു മിഷണറിമാരുടെ കൂടെ ആ എരിമ കിടക്കുന്ന അവിടത്തേക്ക് കടന്നുപോയി ഇടയിൽ തീർന്നു. ഞാൻ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ ആ എരിമ ചാടി എഴുന്നേറ്റു. അവർക്കെല്ലാം വലിയ വിശ്വാസം യേശുവില്. ഞാൻ ജസ്റ്റ് ഒരു എക്സ്പീരിയൻസ് പറഞ്ഞു, നമ്മുടെ പ്രാർത്ഥനയാൽ കഴിയാത്തതായി ഒന്നുമില്ല. കാരണം യേശുവിന്റെ ശക്തി എന്തെന്ന്, സർവശക്തൻ ആരാണെന്ന്, സത്യദൈവം ആരാണെന്ന് ജനത്തിന് വെളിപ്പെടുത്തി കൊടുക്കാൻ കാരണം ആരെയും ദൈവത്തിന് മാധ്യമമായി ഉപയോഗിക്കാം. നാം ദൈവത്തിന്റെ കരത്തിൽ ഇണങ്ങിയ ആയുധമായി കൊടുത്താൽ അതെന്റെ ഒരു യാത്രയുടെ, സുവിശേഷ യാത്രയുടെ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവുമായിട്ടുള്ള എന്റെ യാത്രയുടെ ഒരു തുടക്കം പോലെയായിരുന്നു. അതിനുശേഷം ദൈവം എനിക്ക് ദർശനങ്ങൾ, വെളിപ്പാടുകൾ, അതുപോലെ ദൈവികമായ ശബ്ദങ്ങൾ, പ്രവചന ശബ്ദങ്ങൾ, അങ്ങനെ പല സമയത്ത് ദൈവം ഏതെല്ലാം സമയത്ത് ആവശ്യമുണ്ട് അതെല്ലാം ദൈവം എനിക്ക് നൽകി തരുവാൻ ഇടയായി തീർന്നു. അപ്പൊ എന്റെ ജീവിതത്തിൽ എന്റെ വിശ്വാസം വർദ്ധിക്കുവാനും ദൈവവചനം ആ വചനം എപ്പോഴും എന്നോട് ദൈവം സംസാരിച്ചു കൊണ്ടിരുന്നു. വചനം വായിക്കുമ്പോഴെല്ലാം വ്യക്തമായി എന്റെ മുമ്പിലിരിക്കുന്ന സത്യദൈവത്തെ എനിക്ക് കാണുവാൻ ഇടയായി തീർന്നു. ഞാൻ ബൈബിൾ അടയ്ക്കുമ്പോൾ എനിക്ക് വളരെ പ്രയാസമാണ്. കാരണം ബൈബിൾ തുറക്കുമ്പോൾ ഞാൻ കാണുന്നത് ഞാൻ വായിക്കുന്ന വചനങ്ങൾ ജീവനുള്ള ദൈവം എന്റെ മുൻപിലിരുന്ന് സംസാരിക്കുന്ന ഒരു അനുഭവം. അപ്രകാശം എന്റെ അകത്തേക്ക് കടന്നു വരുന്ന, അപ്രകാശം എന്റെ മുഖത്തേക്ക് ആനടിക്കുന്ന അങ്ങനെ ഒരു വലിയൊരു അനുഭവത്തിലൂടെ ദൈവം എന്നെ നടത്തിക്കൊണ്ട് വരുവാൻ ഇടയായി തീർന്നു. ദൈവവചനത്തിലൂടെ ദൈവം എന്നെ ദൈവവചനത്തിന്റെ ആ ജീവൻ, ദൈവവചനത്തിന്റെ ആ സത്യം, അതിന്റെ പ്രകാശം, ദൈവവചനം അത് സത്യമാണ്. ആ വചനം ഒരു വെറും ലെറ്റർ അല്ല, ഒരു അക്ഷരമല്ല, മറിച്ച് ആ വചനത്തിന് ശക്തിയുണ്ടെന്ന്, ആ വചനം ജീവനുള്ള ദൈവമാണെന്ന്, ആ വചനത്തിന് ശക്തിയുണ്ട്. അതെന്റെ ജീവിതത്തിലൂടെ ഓരോ ദിവസവും എനിക്ക് അനുഭവിക്കാൻ ഇടയായി തീർന്നു. അവിടെ 8 മാസത്തെ അതിനുശേഷം എന്റെ വീട്ടുകാരുടെ നിർബന്ധമായിരുന്നു. അതുപോലെ എന്റെ ഫാദർ മരിക്കുന്നതിന് മുമ്പ് ആന്റിയുമായിട്ടുള്ള പ്രോമിസ് ആയിരുന്നു എന്നെ നഴ്സിംഗ് പഠിപ്പിച്ച് അമേരിക്കയിലേക്ക് കൊണ്ടുപോകണം. അപ്പൊ എന്റെയും ആഗ്രഹമുണ്ട്. കാരണം സുവിശേഷത്തിന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും അനേകരെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുമെന്നുള്ള ഒരു താല്പര്യത്തിൽ ദൈവത്തിന്റെ സമയം എല്ലാവർക്കും ഉണ്ട്. എന്നാൽ ദൈവത്തിന്റെ സമയം ആ സമയം ഞാൻ എന്താ പറയാ, ആ ഒരു 8 മാസമാണ് ദൈവം എന്നെ ജമ്മുവിൽ വെച്ചത്. അതിനുശേഷം ഞാൻ കേരളത്തിലേക്ക് മടങ്ങി വന്നു. അതിനുശേഷം ബെൽഗാമിലേക്ക് എനിക്ക് കടന്നു പോകണം, നഴ്സിംഗ് കോളേജിലേക്ക് കടന്നു പോകണം. അപ്പൊ എന്റെ ഹൃദയത്തിനകത്ത് ഭയങ്കര തീ കത്തുകയാണ്. ദൈവമേ, എനിക്കിനി സുവിശേഷ വേല മാത്രം ചെയ്താൽ മതി. പക്ഷേ ഞാൻ അത് ആരോട് പറയും? കാരണം 7 മക്കളുള്ള ഒരു വീട്ടിൽ ഏറ്റവും ഇളയ മകളായിട്ടാണ് ഞാൻ ജനിച്ചത്. മറ്റേ ആരോടും ഞാൻ ഒരു വാക്ക് പോലും തിരിച്ച് പറയാറില്ല. അവർ പറയുന്നത് മാത്രം ഞാൻ കേട്ട് അനുസരിക്കുന്ന ഒരു സ്വഭാവമാണ്. അതുപോലെ എനിക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റില്ല. ഞാൻ അന്നേരം പരിശുദ്ധാത്മാവിന്റെ ആ നടത്തിപ്പിൽ എനിക്ക് സുവിശേഷ വേല ചെയ്യണം. പക്ഷെ എനിക്കത് പറയാൻ സാധിക്കാത്ത അവസ്ഥയിൽ ഞാൻ അന്ന് ബെൽഗാമിലേക്ക് ഒരു ഞായറാഴ്ച ദിവസമാണ് ഞാൻ കടന്നു പോകേണ്ടുന്നത്. ആ ബെൽഗാമിലേക്ക് ഞാൻ കടന്നു പോകേണ്ടുന്ന ഞായറാഴ്ച ദിവസം അന്ന് ആ ട്രെയിനിൽ ഞാനും എന്റെ മൂത്ത ബ്രദറുമായി കടന്നു പോകണം. എന്നാൽ ആ ട്രെയിനിൽ ഞങ്ങൾക്ക് ഹാർഡ് ടിക്കറ്റ് ആണ് എടുത്തത്. ഞങ്ങൾക്ക് 2 പേർക്കും കൺഫേം ടിക്കറ്റ്സ് ഉണ്ട്. പക്ഷെ ഞങ്ങൾ അന്ന് ആ ടിക്കറ്റുമായി കയറുന്നതിന് മുൻപ് ഞായറാഴ്ചയാണ് 10 മണിക്ക് ഞങ്ങൾ ചർച്ചിലേക്ക് കടന്നുപോയി. 5 മണിക്ക് വൈകിട്ടാണ് ട്രെയിൻ, ബാംഗ്ലൂർക്കുള്ള ട്രെയിൻ. ബാംഗ്ലൂരിൽ നിന്ന് ബസ് എടുത്ത് ഞങ്ങൾക്ക് ബെൽഗാമിലേക്ക് പോകണം. ചർച്ചിൽ ചെന്നപ്പോൾ ഒരു
യൗവനക്കാരൻ എറണാകുളത്ത് നിന്ന് കടന്നു വരുവാൻ ഇടയായി തീർന്നു. ആ യൗവനക്കാരൻ അവിടെ കടന്നു വന്ന സമയത്ത് അദ്ദേഹം ഇപ്രകാരം പാസ്റ്ററോട് പറഞ്ഞു, ഞാൻ എറണാകുളത്ത് നിന്നാണ് വരുന്നത്, വെളുപ്പിന് 3 മണിക്ക് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം ഒരു ദർശനം നൽകി. ദൈവം എന്നോട് പറഞ്ഞു, കണ്ണാറ AG ചർച്ചിലേക്ക് പോകണം, അവിടെ ഒരു വ്യക്തി ഉപരിപഠനത്തിനായി ഇന്ന് കടന്നു പോകുന്നു, അവളോട് നീ പറയണം ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവളാക്കും എന്ന് പറയുന്ന ആ വചനം പാസ്റ്ററോട് പറഞ്ഞു 10 മിനിറ്റ് തരണം. പാസ്റ്റർ 10 മിനിറ്റ് കൊടുത്തപ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നിന്നും അദ്ദേഹം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് എന്നോട് ആലോചന പറയുവാൻ, ദൈവത്തിന്റെ ആലോചന, ദൈവത്തിന്റെ വചനം പറയുവാൻ, അതുപോലെ ദൈവത്തിന്റെ ആത്മാവ് തന്നെ തന്നോട് പറഞ്ഞ കാര്യങ്ങൾ പറയുവാൻ ഇടയായി തീർന്നു. ഞാൻ വളരെ സന്തോഷിച്ചു. ഇനി പോകണ്ടല്ലോ, എനിക്ക് സുവിശേഷ വേല ചെയ്യണം. കാരണം സംസാരിച്ചു, ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവളാക്കും. പക്ഷേ ഓൾറെഡി ആ നഴ്സിംഗ് കോളേജിൽ എന്റെ അഡ്മിഷൻ എല്ലാം ശരിയായി, എല്ലാ പേയ്മെന്റ് ചെയ്തു കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് എനിക്ക് വീട്ടുകാരോട് നോ പറയാൻ സാധ്യമല്ലാത്ത നിലവാരത്തിൽ ഞാൻ കടന്നുപോയി. പക്ഷേ ആ ട്രെയിനിൽ കയറിയപ്പോൾ അതേ ടിക്കറ്റിൽ 2 യൗവനക്കാരുണ്ട്. അന്ന് രാത്രി ഉറങ്ങാതെ ഇങ്ങനെ കമ്പ്യൂട്ടറിനെ തെറ്റിപ്പറ്റില്ല, എങ്ങനെ 4 പേരുടെ കയ്യിലും സെയിം ടിക്കറ്റ്. ഇറ്റ് വിൽ നെവർ ഹാപ്പൻ, അങ്ങനെ സംഭവിക്കില്ല. പക്ഷേ ദൈവം എന്നെ അയക്കുവാൻ ആഗ്രഹിച്ചില്ലായിരുന്നു എന്ന് എനിക്കറിയാം. എനിഹൗ ഞാൻ പോയി. പക്ഷെ അവിടെ പഠിച്ചു. 6 മാസത്തിനുള്ളിൽ 10ഓളം പേർ ക്രിസ്തു യേശുവിനെ രുചിച്ചറിയുവാൻ, സ്നാനജലത്തിലേക്ക് ഇറങ്ങുവാൻ തീരുമാനമെടുക്കുവാൻ സ്റ്റുഡന്റ് ലൈഫിൽ അവിടെ ഒരു മിഷനറി ആയിട്ടാണ് എന്നെ അറിയപ്പെട്ടത്. കാരണം എല്ലാവരും സുവിശേഷം വളരെ എതിർക്കുന്നുണ്ട്. രാത്രിയിൽ പകരം പഠിക്കാൻ പോകും, രാത്രി മുട്ടുന്നതിന് ദിവസം പ്രാർത്ഥിക്കുമ്പോൾ സ്റ്റുഡൻസിന് വേണ്ടി അവരോട് സുവിശേഷം പറയും. എതിർപ്പുകളുടെ മധ്യത്തിലും ദൈവം 10 പേരെ കർത്താവിനെ വേണ്ടി നേടുവാൻ കർത്താവ് സഹായിച്ചു. അതിനിടയ്ക്കാണ് എനിക്ക് മനസ്സിലാകുന്നത് എന്റെ റെട്ടിന അപ്പോൾ എന്റെ പ്രിൻസിപ്പള് എന്റെ ആന്റിയുടെ റിലേറ്റീവ് ആയതുകൊണ്ട്, ബന്ധുവായതുകൊണ്ട് എനിക്ക് മെഡിക്കൽ ചെക്കപ്പ് ഇല്ലാതെയാണ് അവിടെ അഡ്മിഷൻ ലഭിച്ചത് KD സൊസൈറ്റിയില്. പക്ഷേ അതിനുശേഷം 6 മാസം ഞാനിങ്ങനെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കർത്താവ് എനിക്ക് സുവിശേഷ വേല ചെയ്യണം, മീൻസ് എനിക്ക് എങ്ങനെയെങ്കിലും കർത്താവെ ഈ സുവിശേഷത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി പ്രയോജനപ്പെടണം, 4 ചുവരിന്റെ അകത്തിരിക്കാൻ സാധ്യമല്ല, എനിക്ക് എങ്ങനെയും പുറത്തിറങ്ങാനെല്ലാം വളരെ ഞാനിങ്ങനെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എനിവേ 6 മാസമായപ്പോൾ ഞാൻ ടെസ്റ്റ് ചെയ്തുകൊണ്ട് മൈക്രോസ്കോപ്പിലൂടെ എനിക്കൊന്നും കാണാൻ സാധിക്കാത്ത അവസ്ഥ. അപ്പൊ എന്റെ സൂപ്പർവൈസർ എന്നോട് പറയുവാൻ ഇടയായി തീർന്നു, മെഡിക്കൽ ചെക്കപ്പിന് പോകണം. അങ്ങനെ എന്നെ കൊണ്ടുപോകാൻ ഇടയായി തീർന്നപ്പോൾ എന്റെ കണ്ണിന്റെ റെട്ടിനയെല്ലാം 75% എന്റെ കാഴ്ചയില്ല, റെട്ടിനയെല്ലാം നഷ്ടപ്പെട്ട് 75% എനിക്ക് ഓൾറെഡി അറിയാം എനിക്ക് 75% ഇല്ലാത്തത്. ആകെ 25% കാഴ്ചയായിട്ടാണ് ഞാൻ അവിടെ പോകുന്നത് പഠിക്കാൻ തന്നെ. പക്ഷേ എന്താ പറയാ, അത് ചെക്കപ്പ് ഒന്നും ഇല്ലാത്തതുകൊണ്ട്, ചെക്കപ്പ് ഒന്നും ചെയ്യാത്തത് കൊണ്ട് അന്ന് അവിടെ കൺഫേം ആയി. എനിക്ക് എഴുതി എന്റെ റിപ്പോർട്ട് വന്നു, ഒരാഴ്ചക്കകം എന്റെ റിപ്പോർട്ട് വന്നു. മെഡിക്കൽ ചെക്കപ്പിന് ശേഷം മെഡിക്കൽ റിപ്പോർട്ട് വന്നു, ഷീസ് അൺഫിറ്റ് ഫോർ ദ പ്രസന്റ് അക്കാഡമിക് കോഴ്സ്. അപ്പൊ എന്നോട് സാർ പറഞ്ഞു, പ്രിൻസിപ്പൾ പറഞ്ഞു, റിലേറ്റീവ് ആണ്, നമ്മുടെ ബന്ധുവാണ്, അതുകൊണ്ട് പറഞ്ഞു ഇനി ICUലും ഓപ്പറേഷൻ തിയേറ്ററിലും മാത്രം വർക്ക് ചെയ്യണ, കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞില്ല. കാരണം ഞാൻ എന്റെ PE കുറിച്ച് പറയുവാൻ ഇടയിൽ തീർന്നു. അങ്ങനെ ഞാൻ എന്റെ ആങ്ങളെ എന്നോട് പറഞ്ഞു, നീ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുക്കുന്ന കേരളത്തിൽ വന്ന് പഠിക്കുക. പക്ഷെ ഞാൻ പറഞ്ഞു ഇല്ല, കാരണം വ്യക്തമായിട്ടും ദൈവം എന്നെ എഴുതി കാണിച്ചു, തിരുവല്ല അവിടെ പോയി പഠിക്കണം, അവിടെ ബൈബിൾ കോളേജ് ഉണ്ട്, അവിടെ പോയി പഠിക്കുവാൻ. അങ്ങനെ ഞാൻ അവിടെ 3 വർഷം BTech ചെയ്യുവാൻ ഇടയിൽ തീർന്നു. അങ്ങനെ ആ 4 ചുവരിന് ഇടയിൽ ആ 3.5 വർഷം അവിടെ നിന്നപ്പോൾ ഞാൻ തീരുമാനമെടുത്തു, ഒരിക്കലും ഒരു പഠനത്തോടനുബന്ധിച്ച് ഒരു റെസിഡൻഷ്യൽ സ്റ്റഡീസ് താമസിച്ച് പഠിക്കുന്ന ഒരു ഇതെനിക്ക് താല്പര്യമില്ല. അങ്ങനെ ഞാൻ തീരുമാനമെടുത്തു. BTech കഴിഞ്ഞു. ഞാൻ തീരുമാനമെടുത്തു നോർത്ത് ഇന്ത്യയിൽ പോകണം. പക്ഷെ ഞാൻ അയച്ചത് നോർത്ത് ഇന്ത്യയിൽ പോകാൻ ഞാനൊരു റിക്രൂട്ട്മെന്റ് മീൻസ് ഓപ്പറേഷൻ മൊബിലൈസേഷനില് ഞാൻ ജോയിൻ ചെയ്തു. അങ്ങനെ ജോയിൻ ചെയ്തപ്പോഴേ എനിക്ക് ഹിന്ദി അറിയില്ല, ഇംഗ്ലീഷും മലയാളം മാത്രമേ അറിയൂ. അതുകൊണ്ട് അവരെന്നെ വിട്ടത് മഹാരാഷ്ട്രയിലാണ്. ഞാൻ ഒത്തിരി പറഞ്ഞു കേരളത്തില് എനിക്ക് താല്പര്യമില്ല, അതുപോലെ നമ്മുടെ സദേൺ സൈഡില് വർക്ക് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ പറഞ്ഞു എനിക്ക് എന്ത് വന്നാലും എനിക്ക് വടക്കേന്ത്യയിൽ പോകണം. അങ്ങനെ വടക്കേന്ത്യയിൽ അവരെന്നെ മഹാരാഷ്ട്രയിൽ വിട്ടു. എനിക്ക് ഭാഷ അറിയില്ല, പക്ഷെ ഞാൻ ഹിന്ദി ബുക്സ്, ഹിന്ദി ബൈബിളുകള് എല്ലാം കൊടുത്തുകൊണ്ടിരുന്നു. ട്രക്കുകളിൽ നമുക്ക് ട്രക്കുണ്ട്, ട്രക്കിൽ കയറി പല സ്ട്രീറ്റുകളിൽ സുവിശേഷം പ്രസംഗിക്കുമായിരുന്നു. അനേക കൂട്ടമായി മഹാരാഷ്ട്രയിലെ മറാഠികൾ കടന്നു വന്ന് സുവിശേഷം കേൾക്കും. എന്താ പറയാ, ട്രാൻസ്ലേഷൻ ഉണ്ടായിരുന്നു. ഞാൻ ഇംഗ്ലീഷിൽ പ്രസംഗിക്കും, അത്
ട്രാൻസ്ലേറ്റ് ചെയ്യും. അങ്ങനെ മഹാരാഷ്ട്രയിലെ രാത്രിയും പകലും സുവിശേഷം ട്രാക്റ്റുകൾ, മറാഠിയിലുള്ള ബൈബിളുകൾ. മഹാരാഷ്ട്രയിൽ ട്രക്കില് സുവിശേഷം അത്രയും കൊടുക്കേണ്ടുള്ളൂ. അത് കണ്ടിന്യൂ ചെയ്താട്ടത് പ്ലീസ്. ഓക്കെ, ട്രക്കില് ട്രക്കിന്റെ മുകളിൽ കയറി, കാരണം പ്ലാറ്റ്ഫോം ഉള്ള ട്രക്കാണ്, അതിന്റെ മുകളിൽ കയറി സുവിശേഷം തെരുവീതികളിലെ കോണറുകളിലെല്ലാം പോയി ജനം കൂടുന്നിടത്ത് മിക്കവാറും പെൺകുട്ടിയാണ്, അതുകൊണ്ട് ട്രക്കിന്റെ മുകളിലൊക്കെ കയറി നിന്ന് ഉറക്കെ നമ്മളിങ്ങനെ ഇംഗ്ലീഷിൽ പറയുമ്പോൾ പലരും ഓടിക്കൂടാറുണ്ട്. അങ്ങനെ ഒത്തിരി പേര് വന്ന് സുവിശേഷം കേൾക്കുവാൻ ഇടയായി തീർന്നു. അതുപോലെ മറാഠിയിലേക്ക് അത് ട്രാൻസ്ലേഷൻ ചെയ്യുമായിരുന്നു. മറാഠി ആയിരിക്കുന്ന മഹാരാഷ്ട്രയിലെ സഹോദരങ്ങൾ അവരത് മറാഠിയിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്യും. അങ്ങനെ അനേക തെരുവുകളിൽ നിന്ന് സുവിശേഷം പ്രസംഗിക്കുവാന്, അതുപോലെ രാത്രി പകലിഞ്ഞ് അനേക, കാരണം മഹാരാഷ്ട്രയിലെല്ലാം മിക്കവാറും കോലാപൂര് അങ്ങനെ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്തപ്പോൾ ഞങ്ങൾക്ക് അതുപോലെ ടീമിന്റെ വർക്കുകളുണ്ട്, മീൻസ് വണ്ടിയുമായിട്ടാണ് പോകുന്നത്. അപ്പൊ രാത്രികളിൽ ലേറ്റ് നൈറ്റ് ആണെങ്കിലും വളരെ പ്രകാശമുള്ള സ്ട്രീറ്റുകളെല്ലാം ഞങ്ങൾ സുവിശേഷം പങ്കുവയ്ക്കും, സുവിശേഷം കൊടുക്കും. അങ്ങനെ വളരെ അനുഗ്രഹം. മഹാരാഷ്ട്രയിൽ നിന്ന് പിന്നെ അതിനുശേഷം ഒരു 6 മാസത്തേക്ക് ഞാൻ കേരളത്തിലെ ടീം ലീഡ് ചെയ്യാനായി കടന്നുപോയി. അതിനുശേഷം ഞാൻ പൂർണ്ണമായിട്ടും ലക്നൗ, അതുപോലെ ഹിമാചൽ, പഞ്ചാബ്, അതുപോലെ മീൻസ് വടക്കേ ഇന്ത്യയിലെ മറ്റുള്ള പല സ്റ്റേറ്റുകളിലും ചർച്ച് പ്ലാന്റിംഗ് മിഷനറി വർക്ക് ചെയ്തു. എന്റെ അനുഭവം എന്ന് പറയുന്നത് ഒരു പ്രത്യേക കൃപാവരം ഞാൻ ദൈവത്തോട് ഒരിക്കലും ചോദിച്ചിട്ടില്ല. പക്ഷെ ദൈവസന്നിധിയിൽ എപ്പോഴും മുട്ടുകുത്തി എനിക്ക് കിട്ടുന്ന സമയങ്ങളെല്ലാം മുട്ടന്മേൽ നിന്ന് അന്യഭാഷയിൽ ആരാധിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. അതുകൊണ്ട് എന്റെ അനുഭവത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു പ്രത്യേക ടീമിൽ ലക്നൌവിൽ വെച്ച് ഒരു പ്രത്യേക ടീമിൽ ഞാൻ അന്ന് വിമൻസ് കോർഡിനേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. ആ സമയത്ത് നോർത്ത് ഇന്ത്യയിലെ, വടക്കേ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും സ്റ്റഡി ഇൻചാർജ് ആയിട്ട് ഞാൻ കടന്നു പോകാറുണ്ട്. അങ്ങനെ എന്താ പറയാ, ബൈബിൾ സ്റ്റഡി എടുക്കാനായിട്ട്. അപ്പൊ ഒരു സമയം അവര് പറഞ്ഞു, ഒരു വീട്ടിൽ നമ്മുടെ ഒരു ടീമുള്ള വീടാണ്, ആ വീടിന്റെ അകത്ത് പൈപ്പുകളെല്ലാം തന്നെ വെള്ളം വരിക, അതുപോലെ ടേബിള് ചെയറെല്ലാം തന്നെ മൂവ് ചെയ്യുക, അങ്ങനെ ഒരു പ്രത്യേക ഒരു പൈശാചികമായിട്ടുള്ള ഒരു അവസ്ഥ അവിടെ. അന്നേരം ആരും പോകാൻ തയ്യാറില്ല. അന്നേരം എന്റെ സീനിയർ ആയിരിക്കുന്ന സിസ്റ്റർ എന്നോട് പറഞ്ഞു, സോണിയ, അവരെന്നെ സോണിയ എന്നാണ് വിളിക്കുന്നത്, സിൽവിയ എന്നാണ് എന്റെ ഒഫീഷ്യലെങ്കിലും. അപ്പൊ അവരെന്നോട് പറഞ്ഞു, സോണിയ ഒന്ന് പോകും അവിടെ. അപ്പൊ ഞാൻ തീർച്ചയായിട്ടും പോകാം. അപ്പൊ മിക്കവാറും എന്റെ ജീവിതത്തിന്റെ ഒരു അനുഭവമാണ്. മിക്കവാറും ലഭിക്കുന്ന സമയം ഉപവസിക്കുക, പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ മുട്ടുമേൽ നിന്നും അന്യഭാഷയിൽ ആരാധിക്കുക ദൈവത്തെ. അപ്പൊ ആ ടീമിലേക്ക് ഞാൻ കടന്നുപോയി. അവിടെ ചെന്നപ്പോൾ ഒരു തമിഴ്നാട്ടിലുള്ള ഒരു പെൺകുട്ടി പൈശാചികമായി മീൻസ് പൈശാചിക ബന്ധനത്തിന് അടിമപ്പെട്ട അങ്ങനെ ഒരു അവസ്ഥയിലാണ്. ഞാൻ പറഞ്ഞു, എല്ലാവരും നമുക്ക് എഴുന്നേറ്റ് നമുക്ക് ആരാധിക്കാന്ന് പറഞ്ഞു. ഞങ്ങൾ കരം കോർത്ത് പിടിച്ച് ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം ആ കുട്ടിയെ തൊടുവാനിടയിൽ തീർന്നു. അവൾ മറിഞ്ഞ് താഴെ വീണു. ദൈവം സംസാരിച്ചത് കൊണ്ട് പൈശാചിക ശക്തി വിട്ടുപോകാൻ കൽപ്പിച്ചു. അങ്ങനെ ആ ശക്തി വിട്ടുപോയി. ആ കുട്ടി പൂർണ്ണ സൗഖ്യമായി. അതിനുശേഷം വീണ്ടും ഞങ്ങൾ ആരാധിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവർക്ക് ദൈവം പ്രവചനാത്മാവിൽ അവിടെ നിറയ്ക്കുവാനിടയിൽ തീർന്നു. പലരും കൃപകളാലും കൃപാവരങ്ങളാലും നിറയുവാനിടയിൽ തീർന്നു. പല അനുഭവങ്ങൾ ദൈവത്തിന് ആരെയും ഉപയോഗിക്കാൻ സാധിക്കും. നമ്മൾ ആരാണെങ്കിലും മാധ്യമായി നിന്നു കൊടുത്താൽ, അല്ലെങ്കിൽ കർത്താവിന് ഉപയോഗപ്പെടുവാൻ തക്കവണ്ണം നമ്മളെ തന്നെ കർത്താവിന്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ചാൽ ദൈവത്തിന് ഏത് വിധത്തിലാണ് ഉപയോഗിക്കാൻ കഴിയുമെന്ന് നമുക്കറിയില്ല. അതുപോലെ ഞാൻ യുപിയിലായിരുന്ന സമയത്ത് പല അനുഭവങ്ങളുണ്ട്. ഒത്തിരി ഹീലിംഗിന്റെ അല്ലെങ്കിൽ സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ അനുഭവം. കാരണം അവർക്കെല്ലാം യേശുവിനെ അറിയില്ല, യേശു ആരാണെന്ന് അവർക്ക് അറിയില്ല. നമ്മൾ യേശുവിനെ കുറിച്ച് പറഞ്ഞാൽ, സുവിശേഷം പറഞ്ഞാൽ അവർക്ക് അറിയില്ല യേശു ആരാണെന്ന്. കാരണം നമ്മൾ കുഗ്രാമങ്ങളിലേക്ക് കടന്നു പോകുന്ന ആർക്കും അറിയില്ല. അങ്ങനെ ഇരുന്ന ഒരു സമയത്ത് ഞാൻ ഒരു കുഗ്രാമത്തിൽ കടന്നുപോയ സമയത്താണ് അവിടെ ഞാൻ താമസിച്ച് വർക്ക് ചെയ്യുന്ന സമയം. ആ സമയത്ത് ഒരു വ്യക്തി എന്റെ അടുത്തേക്ക് വന്ന് പറഞ്ഞു, ഞാന് യേശുവിനെ കുറിച്ച് എനിക്കറിയാം, പക്ഷെ എന്റെ സഹോദരി യേശുവിനെ കുറിച്ച്, അവരെ കുടുംബം വിശ്വാസത്തിലല്ല, അവർ യേശുവിനെ വിശ്വസിക്കാത്തവരാ. പക്ഷെ ഞാൻ വേറൊരു ഭാഗത്ത് നിന്ന് വരികയാണ്, യുപിയുടെ വേറൊരു ഭാഗത്ത് നിന്ന്. എന്റെ സഹോദരിക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആണ്, അതുകൊണ്ട് അവൾക്ക് ഓപ്പറേഷൻ ആണ്, അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അവരെ വീട്ടിലേക്ക് എന്നെ വിളിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് വരാനൊക്കില്ല, കാരണം നമ്മുടെ ടീമിന്റെ വർക്കുകളാണ്. ഞാൻ പറഞ്ഞു, ഇന്ന് എനിക്ക്
വരാൻ പറ്റില്ല, പക്ഷെ തീർച്ചയായിട്ടും നാളെ വരാം, ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ആ സഹോദരിയുമായിട്ട് ഇന്ന് പ്രാർത്ഥിച്ചു. അടുത്ത ദിവസം ആ സഹോദരിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, ഓപ്പറേഷനാണ്. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും നാളെ വരാം, തീർച്ചയായിട്ടും. അങ്ങനെ ഞാൻ അവരുടെ അഡ്രസ്സ് എല്ലാം ചോദിച്ചു. അന്ന് ആ സഹോദരനോട് ചേർന്ന് ഞാൻ പ്രാർത്ഥിച്ചു, യേശുവിന്റെ നാമത്തിൽ ആ ക്യാൻസർ വിട്ടുപോകാൻ കൽപ്പിച്ചു. നെക്സ്റ്റ് ഡേ അവർ പോയപ്പോൾ ആ രോഗം ആ സഹോദരിക്കില്ല, പൂർണ്ണ സൗഖ്യമായി. അത് ആ സഹോദരി കുടുംബം, അവരെ വിഗ്രഹാരാധനയുള്ള കുടുംബമായിരുന്നു, പക്ഷെ യേശുവിനെ അനുഭവിച്ചറിയുവാൻ അവർ കുടുംബമായി യേശുവിനെ രക്ഷിതാകർത്താവെ സ്വീകരിച്ചു. അവിടെ ഒരു 300ഓളം വരുന്ന ആരാധനയുള്ള ഒരു കൂട്ടമുണ്ടായിരുന്നു. അങ്ങനെ പലരായി ഞാൻ സുവിശേഷം പറഞ്ഞ് പലരും യേശുവിനെ സ്വന്തം രക്ഷിതാകർത്താവെ സ്വീകരിക്കുവാൻ ഇടയിൽ തീർന്നു. ഇങ്ങനെ പല അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാൽ പലപ്പോഴും ദൈവം വചനത്തെ ഉറപ്പിച്ചുകൊണ്ട് വന്നിരുന്നു. ഒരു ദിവസം ഒരു സഹോദരി, ഉണങ്ങിയ കൈയുള്ള കൈ നിവർത്താൻ സാധ്യമല്ലാത്തൊരു സഹോദരി, അന്ന് പലരും ഒരു ഒബ്സർവേഷന്, നിരീക്ഷണാർത്ഥം വന്നു. കാരണം എന്തെങ്കിലും നടക്കുമോ, സൗഖ്യം നടക്കുമോ, എന്തെങ്കിലും നടക്കുമോ അങ്ങനെ. പക്ഷെ എനിക്കത് അറിയില്ലായിരുന്നു. ഇങ്ങനെ ഒരു എന്താ പറയാ, ഒരു ചെക്ക് ചെയ്യാൻ കടന്ന് ഒരു കൂട്ടം വന്നതായിട്ട് എനിക്ക് അറിയില്ല. ഞാൻ അവിടെ പ്രാർത്ഥനയ്ക്കായി കടന്നുപോയി. അവിടെ ഒരു ഇങ്ങനെ വയ്യാത്തൊരു സഹോദരി അവർ കൊണ്ടുവന്നു. അവര് പറഞ്ഞു ഇങ്ങനെ ഈ സഹോദരിയുടെ കൈക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു. ആ സഹോദരി അപ്പോൾ തന്നെ സൗഖ്യമായി. അനേകർ വിശ്വസിക്കുവാൻ, യേശുവിനെ സ്വന്തം രക്ഷിതാകർത്താവെ സ്വീകരിക്കുവാൻ ഇടയായി തീർന്നു. കാരണം നമ്മുടെ ദൈവം ദൈവത്തിന്റെ ശക്തി അത് ഒരു വ്യക്തിയിലല്ല, മറിച്ച് കർത്താവ് തന്റെ ശക്തി ആർക്കും പകർന്നു കൊടുക്കുക. രക്തസ്രാവക്കാരിയായ സ്ത്രീ അവൾ വിശ്വസിച്ച് യേശുവിന്റെ തൊങ്ങലിൽ തൊട്ട് അവൾക്ക് സൗഖ്യമാകുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന്റെ അനേക അത്ഭുതങ്ങൾ എന്റെ ജീവിതത്തിൽ, അങ്ങനെ പല അനുഭവങ്ങൾ, അനേക വർഷക്കാലങ്ങൾ സുവിശേഷ വേളയിൽ 12 വയസ്സ് മുതൽ ഞാനിങ്ങനെ ചിന്തിക്കുമ്പോൾ അനേക വർഷമായി സുവിശേഷ വേളയില്, അങ്ങനെ ആ സുവിശേഷ വേളയില് അനേക അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും ദൈവം വചനത്തെ ഉറപ്പിച്ചുകൊണ്ട് യേശുവാണ് സത്യ ദൈവമെന്ന് ജനത്തിനെ ഉറപ്പിച്ചുകൊണ്ട് വന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എന്റെ 2007 വിവാഹം കഴിയുന്നത്. അങ്ങനെ എന്റെ വിവാഹത്തിന് ശേഷം, എന്റെ വിവാഹത്തിന് മുമ്പ് തന്നെ ഒരു ദൈവദാസൻ ഡൽഹിയിൽ വെച്ച്, എന്റെ ഒരു ദൈവദാസൻ, എന്റെ ആന്റി ഡൽഹിയിലുണ്ട്, എന്റെ പെറ്റേണൽ ആന്റി. അപ്പം ഡൽഹിയിൽ വെച്ച് ആ ദൈവദാസൻ പറഞ്ഞു, നിന്റെ വിവാഹത്തിന് ശേഷം നിന്റെ വയറിൽ ഒരു അസുഖം വരും. അത് എന്താണെന്നൊന്നും എന്നോട് പറഞ്ഞില്ല, പക്ഷെ നീ പ്രാർത്ഥിക്കുമ്പോൾ അതിന് സൗഖ്യം വരും. അങ്ങനെ എന്നോട് പറഞ്ഞത് വളരെ ഒരു മാരകമായ ഒരു അസുഖം മാത്രമേ എന്നോട് പറഞ്ഞത്. പക്ഷെ ഈ ദൈവദാസൻ പറഞ്ഞ ആലോചനയെല്ലാം ഞാൻ മറന്നുപോയി. വർഷങ്ങൾ പലത് കഴിഞ്ഞു. അതിനുശേഷം 2007 വിവാഹം നടക്കുന്നത്. 2007 വിവാഹം നടന്നു. ആ സമയത്ത് വിവാഹത്തിന് ശേഷം എനിക്ക് ഒരു കുഞ്ഞ് ഉണ്ടായി. ഒന്നാമത്തെ കുഞ്ഞ് ജനിച്ചു. ആ സമയത്ത് ഒന്നാമത്തെ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഡോക്ടർ പറഞ്ഞു എന്റെ ഗോൾ ബ്ലാഡറിലെല്ലാം കല്ല് നിറഞ്ഞിരിക്കുകയാണ്. ഇനി ഈ കുഞ്ഞ് ജനിച്ച്, അപ്പൊ അതുകൊണ്ട് എനിക്ക് ലിവർ ഇൻഫെക്ഷൻ ആയിരുന്നു. അതുപോലെ ഈ കുഞ്ഞ് ജനിച്ച ശേഷം 6-ാം മാസത്തിൽ വന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് എല്ലാവരും എന്നോട് പറയുവാൻ ഇടയെത്തുന്നു. പക്ഷെ അത് ഞാൻ മറന്നുപോയി. ഈ കുഞ്ഞ് 6 മാസം ഉള്ളപ്പോൾ ഇവന്റെ ബ്രെയിൻ ഗ്രോത്ത് നിന്നുപോയി. കുഞ്ഞിന്റെ ബ്രെയിൻ ഗ്രോത്ത് നിന്നുപോയി. ഇവനെ അബോർട്ട് ചെയ്യണം. ചണ്ഡീഗഡ് PGI ഹോസ്പിറ്റലിലാണ് അബോർട്ട് ചെയ്യാനായിട്ട് പറഞ്ഞത്. പക്ഷെ ഞാൻ ദൈവത്തോട് പറഞ്ഞ, കർത്താവ് എന്റെ ജീവിതത്തിൽ അനേക അത്ഭുതങ്ങൾ, യേശു സത്യ ദൈവമെന്ന് ഞാൻ രുചിച്ചറിഞ്ഞ വ്യക്തിയാണ്. യേശുവിനെ ഞാൻ അനുഭവിച്ചത് കൊണ്ട് ഒരിക്കലും ഞാൻ എന്താ പറയാ, അത് മാത്രമല്ല, ഈ അബോർഷൻ എന്ന് പറയുന്നത് വളരെ തെറ്റായ ഒരു കാര്യമാണ്. എന്ത് വന്നാലും ഞാൻ ഒരിക്കലും അതിന് തയ്യാറാകില്ല. അതുകൊണ്ട് ഞാൻ എന്റെ ജീവിതത്തിൽ തീരുമാനമെടുത്തു, ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല. ഞാൻ ഡോക്ടേഴ്സിനോട് പറഞ്ഞു ഒരിക്കലും അത് ചെയ്യില്ല. അവർ പറഞ്ഞു നിന്റെ ജീവിതം പോലും, നിന്റെ ജീവൻ പോലും വളരെ അപകടത്തിലാണ്. മീൻസ് വളരെ ഗുരുതര സീരിയസ് ആയിട്ടുള്ള സിറ്റുവേഷനാണ്. അതുകൊണ്ട് നീ ചെയ്തില്ലെങ്കിൽ ഒന്നുകിൽ നീ മരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും മരിക്കും. പക്ഷെ ഞാൻ പറഞ്ഞു നോ പ്രോബ്ലം. ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിച്ചു. 6 മാസം അവന്റെ ബ്രെയിൻ ഗ്രോത്ത് മൊത്തമായിട്ട് തലച്ചോറിന്റെ വളർച്ച നിന്നുപോയി. ശരീരത്തിന്റെ വളർച്ച ഡോക്ടർ പറഞ്ഞു 1 കിലോയും 600 ഗ്രാമുമുള്ള ഒരു കുഞ്ഞായിരിക്കും എനിക്ക് ജനിക്കുന്നത്. അതുപോലെ കുഞ്ഞ് ജനിച്ചാൽ ഒരു മന്ദബുദ്ധിയായിരിക്കും, ജീവകാലം മുഴുവൻ ഒരു മന്ദബുദ്ധിയായ കുഞ്ഞിനെ നിനക്ക് വളർത്തേണ്ടതായിട്ട് വരും. പക്ഷെ ഞാൻ പറഞ്ഞു നോ പ്രോബ്ലം, കാരണം എന്റെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. അങ്ങനെ 8-ാം മാസത്തിൽ ഈ കുഞ്ഞ് ജനിക്കുവാൻ ഇടയെ തീർന്നു. പ്രീമച്ചുറായിട്ട് ജനിച്ചു. അവന് 4.5 വയസ്സ് വരെ മിണ്ടുണ്ടായിരുന്നവൻ. അവൻ വയറിലായിരുന്നപ്പോ തന്നെ ഞാൻ അവന് പേരിട്ടായിരുന്നു ഏബൽ. കാരണം എന്നോട് ദൈവം പറഞ്ഞിരുന്നു അതൊരു ആൺകുഞ്ഞാണ്. അങ്ങനെ ഞാൻ അവനെ പേരിടുവാൻ ഇടയെ തീർന്നു. ഏബൽ എന്ന് പേരിട്ടു.
അവന് എന്താ പറയാ 4.5 വയസ്സായപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ 4.5 വയസ്സിന് മുമ്പ് 3 സ്കൂളിൽ വിട്ട 3 സ്കൂളിൽ നിന്ന് അവനെ പറഞ്ഞു വിട്ടു. പക്ഷെ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു 4.5 വയസ്സിൽ അവൻ ഫ്ലുവന്റ് ആയി സംസാരിക്കുവാനും അതുപോലെ എല്ലാ ക്ലാസ്സുകളിലും ഔട്ട്സ്റ്റാൻഡിംഗ് ആയി A+ ആയി എല്ലാ വിഷയത്തിലും പാസ്സാകുന്ന ഒരു അവസ്ഥയിലേക്ക് പരിശുദ്ധാത്മ അവനെ കൊണ്ടുവരുവാൻ ഇടയായി തീർന്നു. ഒരു മന്ദബുദ്ധി എന്ന് പറഞ്ഞ സ്ഥാനത്ത് കർത്താവ് അവന് ബുദ്ധി കൊടുത്ത് അവനെ സൗഖ്യമാക്കി. രണ്ടാമത് എനിക്ക് ഒരു മോളാണ്. രണ്ടാമത്തെ കുഞ്ഞ് ജനിക്കുന്ന സമയത്തും എനിക്ക് ലിവർ ഇൻഫെക്ഷൻ ആയിരുന്നു. ഡോക്ടർ പറഞ്ഞു എന്താ പറയാ എനിക്കും എന്റെ ലിവറെല്ലാം എന്താ പറയാ മൊത്തമായി ഒത്തിരി സീരിയസ് ആയി. ഡോക്ടർ പറഞ്ഞു ഇനി നിനക്ക് രക്ഷയില്ല, കാരണം കുഞ്ഞിനെ ചുമന്നോണ്ട് വന്ന് നിനക്ക് സാധിക്കില്ല. 8-ാം മാസത്തിൽ ആ കുഞ്ഞ് ജനിക്കുവാൻ ഇടയിൽ തീർന്നു. അബോർട്ട് ചെയ്യാൻ പറഞ്ഞെങ്കിലും ഞാൻ അബോർട്ട് ചെയ്തില്ല. മോള് ജനിച്ചു. ഒരു വളഞ്ഞ കാലുള്ള ബെൻഡി ലെഗ് ആയിട്ടുള്ള കുഞ്ഞാണ് ജനിച്ചത്. അപ്പൊ ഡോക്ടർ പറഞ്ഞു 18 വയസ്സാകുമ്പോൾ ഒരു മേജർ ഓപ്പറേഷൻ ചെയ്താൽ മാത്രമേ ഈ കുഞ്ഞിന്റെ കാല് ഒരു പക്ഷെ നേരെയാകും, അല്ലെങ്കിൽ നേരെയാകില്ല. അങ്ങനെ വളഞ്ഞ കാലുള്ള ഒരു കുഞ്ഞുമായി അവളുടെ കാല് വളഞ്ഞതായിരുന്നു. 3.5 വയസ്സ് 4 വയസ്സാകുന്നത് വരെ ആ കാല് വളഞ്ഞു തന്നെ ഇരുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ചു, പല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, പക്ഷെ ഒരിക്കലും അവളുടെ കാല് നേരെയാകാൻ സാധിക്കില്ല എന്നായിരുന്നു. പക്ഷെ ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം അവളുടെ കാല്, അന്ന് ഞങ്ങൾ ലക്നൌവിലാണ്, അവളുടെ കാല് നേരെ നീണ്ട് ഒരു നോർമൽ കുഞ്ഞിന്റെ കാലായി കാല് തീരുമാനിക്കുന്നു. മാത്രമല്ല അത്ലറ്റിൽ അവളെ ഓട്ടത്തിന് പല പ്രാവശ്യം ഗോൾഡ് മെഡലുകൾ ലഭിക്കാനിടയിരുന്നു ഓട്ടത്തിൽ. അവളുടെ കാലം അങ്ങനെ ആയതുകൊണ്ട് ദൈവം അവളെ അങ്ങനെ ഞങ്ങൾ ചിന്തിക്കുന്നു. അവള് എല്ലാ സ്കൂളിലെ ഓട്ടത്തിന് ഇന്ന് നമുക്ക് 14 വയസ്സുണ്ട്. 18 വയസ്സിൽ ഓപ്പറേഷൻ ചെയ്താൽ ചിലപ്പോ കാര്യം ശരിയാകും എന്ന് പറഞ്ഞ സ്ഥാനത്ത് ദൈവം അവളെ പൂർണ്ണ സൗഖ്യമാക്കുവാൻ ഇടയായിരുന്നു. അതിനിടയ്ക്ക് 2010 എന്റെ കുഞ്ഞുങ്ങൾ കുഞ്ഞാണെന്ന് 1 വയസ്സും 2 വയസ്സും ആ സമയത്ത് എന്റെ ഹസ്ബൻഡ് സ്പൈനൽ കോഡ് എല്ലാം ഗ്യാപ്പായിട്ട് പൂർണ്ണമായും തളർന്നു കിടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. 1 വർഷത്തോളം പൂർണ്ണമായി തളർന്നു കിടന്നു. ആ സമയത്ത് എനിക്ക് ഭയങ്കര വയറ് വേദനയാണ്. എനിക്ക് 6 മാസത്തോളം വേദനയായി, തീർത്തും വേദന അസഹനീയമായ സ്ഥാനത്ത് ഞാൻ ഡോക്ടറെ പോയി കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു നിനക്ക് ക്രോണിക് ക്യാൻസർ ആണ്. ഞാനിത് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യുന്നില്ല. ആ ദൈവദാസം പറഞ്ഞ ആലോചന മറന്നുപോയിരുന്നു. ഞാനത് ഓർക്കുന്നുമില്ല. ഡോക്ടർ പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് തല കറങ്ങി. ഞാൻ താഴെ അവിടെ ഇരുന്നു. കാരണം എനിക്ക് ഞാൻ കേട്ടത് എന്താ സത്യമാണോ? കാരണം 1 വയസ്സുള്ള മോള്, അന്നൊക്കെ വളഞ്ഞ കാല, സംസാരിക്കാത്ത മോൻ, അതുപോലെ തീർത്തും കിടപ്പിലായ ഹസ്ബൻഡ്, അതുപോലെ എനിക്ക് ക്യാൻസർ ആ സ്ഥിതിയാണ്. അപ്പൊ ഞാൻ വീണ്ടും ചോദിച്ചു മാം എന്താ പറഞ്ഞത് അപ്പൊ അവരെന്നോട് പറഞ്ഞു, ഞാൻ മേശയിൽ മുറുകെ പിടിച്ചിട്ടുണ്ട്. അപ്പൊ അവരെന്നോട് പറഞ്ഞു ക്രോണിക് ക്യാൻസർ ആണ്. പക്ഷെ ഞാൻ എന്റെ ധൈര്യം വീണ്ടെടുത്തു. അവരെനിക്ക് 3 ദിവസത്തേക്ക് കുറച്ച് മെഡിസിൻസ് തന്നിട്ട് എന്നോട് പറഞ്ഞു ഇനി വീണ്ടും വരണം, ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ചെക്കപ്പ് എല്ലാം കഴിഞ്ഞ് ഇനി എന്റെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണം, അപ്പൊ ഇനി വരാൻ പറഞ്ഞു. പക്ഷെ ഞാൻ വീട്ടിൽ ചെന്ന് മുട്ടുകുത്തിയപ്പോൾ ദൈവം എന്നോട് 121 സങ്കീർത്തനത്തിലൂടെ ഒരു വാക്യം സംസാരിച്ചു. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ദൈവമെന്ന് ദൈവം എന്നോട് സംസാരിച്ചു. ഞാൻ കൊണ്ടുവന്ന എല്ലാ മെഡിസിൻസും വേസ്റ്റ് ബിന്നിലിട്ട് കളഞ്ഞു. ഞാൻ ദൈവത്തോടെ കർത്താവ് എനിക്ക് മെഡിസിൻ മുട്ടുകുത്തി എന്നോട് സംസാരിച്ച ജീവനുള്ള ദൈവത്തിന് ആ വചനം അയച്ചെന്നെ സൗഖ്യമാക്കാൻ സാധിക്കും. ഞാൻ മുട്ടുമ്മയിൽ നിന്ന് എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് അറിയില്ല എനിക്ക് ക്യാൻസർ ആണ്. കാരണം പുള്ളി തളർന്നു കിടന്ന് വല്ലാതെ അസഹനീയ വേദനയാണ്. കാരണം സ്പൈനലിന്റെ മൊത്തം ഗ്യാപ്പാണ്, അസഹനീയ വേദനയാണ്. വല്ലാതെ കരഞ്ഞുകൊണ്ടിരിക്കും, രാത്രിയും പകലും ഉറങ്ങാൻ സാധ്യമല്ല. അപ്പൊ ഞാനിങ്ങനെ ദൈവസന്നിധിയില് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. വേറെ മുറിയില് ഞാൻ ഉപസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്റെ ഹസ്ബൻഡിനോട് ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താ മുഖത്തൊരു വല്ലാത്ത പ്രയാസം? അപ്പൊ ഡോക്ടർ പറഞ്ഞിരുന്നു എന്റെ ഹസ്ബൻഡ് അധികം ജീവിക്കില്ല, ഒരു 40 വയസ്സിൽ കൂടുതൽ എത്ര കിടന്നാലും 40 വയസ്സാകുമ്പോഴത്തേക്കും മരിച്ചു പോകും, ജീവിക്കില്ല എന്ന് പറഞ്ഞിരുന്നു. ഞാൻ അന്നേരം എന്റെ ഹസ്ബൻഡ് ഒന്നുമില്ല. അങ്ങനെ 1 വർഷം ഞാൻ എന്റെ ക്യാൻസറുമായിട്ട് ഞാൻ എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ടില്ല. പക്ഷെ 6 മാസം ഞാൻ പ്രാർത്ഥിച്ചു. ഈ ക്യാൻസർ ആണെന്ന് അറിഞ്ഞ ശേഷം ഞാൻ 6 മാസം ദിവസം മുട്ടുകൂട്ടിന്ന് പ്രാർത്ഥിച്ചു, ഉപവസിച്ചു. എന്റെ കൂടെ ഈ ക്യാൻസറിനെ കുറിച്ച് അറിയുന്ന എന്റെ സഹോദരി, 2ാമത്തെ സഹോദരി, അതുപോലെ എന്റെ കസിന്റെ ഒരു വൈഫുണ്ട്, പാസ്റ്ററാണ് അവര്. അവർക്കറിയാം 3 പേർക്ക് ഈ ലോകത്ത് എന്താ പറയാ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവര്. ഞങ്ങൾ 3 പേരും അങ്ങനെ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ദൈവം അത്ഭുതമായി. 6 മാസം കഴിഞ്ഞ ചെക്കപ്പിന് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ ഇൻഫെക്ഷനേ ഉള്ളൂ, ക്യാൻസറിൽ എവിടെയാ ട്രീറ്റ്മെന്റ് ചെയ്തത്? അതിനുശേഷം 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ടോട്ടലി എന്റെ ക്യാൻസർ ഒന്നുമില്ല, ഞാൻ പൂർണ്ണ സൗഖ്യമായെന്ന് ഡോക്ടർ പറഞ്ഞു. സ്വർഗീയ സിംഹാസനത്തിൽ നിന്ന് ദൈവം എന്നെ സൗഖ്യമാക്കുക. എന്നോട് ഡോക്ടർ ചോദിച്ചത് എവിടെയാ ട്രീറ്റ്മെന്റ് ചെയ്തത്? സ്വർഗീയ സിംഹാസനത്തിൽ സർവശക്തനായ ദൈവം അവന്റെ അടിപ്പുണരികളിലുള്ള സൗഖ്യം ആ വചനം അയച്ച് പകൽ
യഹോവ ഒരു ദോഷവും തട്ടാതെ നിന്നെ പരിപാലിക്കുമെന്നുള്ള ദൈവത്തിന്റെ വചനം, ഞാൻ നിന്നെ വിടിവിക്കുമെന്നുള്ള ദൈവം എന്നുള്ള ആ ശബ്ദം കേട്ട് ആ ശബ്ദത്തിന് ദൈവനെ സൗഖ്യമാക്കി. 2019 എനിക്ക് ഇതുപോലെ ഞാനൊരു വലിയ വിമൻസ് മീറ്റിംഗ്, മീൻസ് 2000 പേര് കൂടുന്ന ഒരു മീറ്റിംഗ് ആണ്. അവിടെ സാക്ഷ്യം പറയാൻ എനിക്ക് സമയം കിട്ടി. സാക്ഷ്യവും വചനവും പറയാൻ അങ്ങനെ സാക്ഷ്യം പറഞ്ഞു, വചനം പറഞ്ഞു. ഞാനിങ്ങനെ മടങ്ങി വരുന്ന സമയത്ത് ഞാൻ ചിന്തിക്കുകയാണ്, എപ്പോഴും ഈ പഴയ സാക്ഷ്യമല്ലേ ഉള്ളൂ എന്നൊക്കെ ചിന്തിച്ച് ഇങ്ങനെ വരുമ്പോൾ ദൈവം പറഞ്ഞു, യോബിന്റെ ജീവിതം പോലെ നിന്റെ ജീവിതത്തിൽ ഒരു അനുഭവം വരും. പക്ഷെ എനിക്ക് അന്നേരം അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് എന്താണ് വല്ല ഫിനാൻഷ്യൽ പ്രോബ്ലംസും ആയിരിക്കും. കാരണം പല സമയം അങ്ങനെയുള്ള സംഭവങ്ങളിലൂടെ പല പ്രാവശ്യം കടന്നു പോയിട്ടുണ്ട്. ഇനി അങ്ങനെ വല്ലതാണോ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് എനിക്കൊന്നും ക്ലിയർ ആയിട്ടില്ല. പക്ഷേ ആ വർഷം 2019 ഫെബ്രുവരി മാസത്തില് എന്റെ ഈ പുരികമെല്ലാം അസഹ്യമായ വേദന ആയില്ല. ഇതിനു മുമ്പ് എനിക്ക് ഭയങ്കര വേദന തുടങ്ങി. അപ്പൊ സഹിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര വേദന. അന്നേരം എന്റെ കൂടെ പ്രാർത്ഥിക്കാനായിട്ട് ഒരു മീൻസ് ഇവിടെ വരാറുണ്ട്. അന്ന് ഞങ്ങള് ഗുജറാത്തിലാണ്. അപ്പൊ എന്നോട് പറഞ്ഞു നമുക്കൊരു ഡോക്ടറെ കാണിക്കാൻ, ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലില്. അപ്പൊ ജസ്റ്റ് അവിടെ കാണിച്ചപ്പോൾ പറഞ്ഞത് മൈഗ്രെയിൻ ആണെന്ന് പറഞ്ഞു. മൈഗ്രെയിന്റെ മെഡിസിൻ എനിക്ക് തന്നു. പക്ഷെ എനിക്ക് ഒരു മാറ്റവും വരുന്നില്ല. അത് കൂടാതെ എന്റെ 2 കണ്ണും താഴെ വീണ് പോകും. എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല. മീൻസ് ഇങ്ങനെ കണ്ണ് അനങ്ങിയാൽ കണ്ണ് 2 താഴെ വരും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ. കണ്ണൊക്കെ വളരെ ചുമന്ന് ആകെ ഒരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക്, മുഖമെല്ലാം നീര് വെച്ച് വല്ലാത്തൊരു അവസ്ഥയിലായി. അപ്പൊ എന്നെ ഏറ്റവും വലിയ അവിടുത്തെ ഒരു കണ്ണ് ഹോസ്പിറ്റലുണ്ട്. അവിടെ ഞങ്ങളുടെ പാസ്റ്റർ അവിടേക്ക് പോകും. അവിടെ ചെന്നപ്പോഴാണ് എന്റെ തലച്ചോറിനും കണ്ണിമിടയ്ക്കുള്ള ഒപ്റ്റിക് നെർവിന് ക്യാൻസർ ആണ്. അങ്ങനെ എല്ലാവരും അന്ധരായി പോയി ആ സമയത്ത്. പക്ഷെ ദൈവം എനിക്ക് 10% എനിക്ക് കാഴ്ചയുണ്ട്. ഇപ്പോ 90% കാഴ്ച എന്നെ നഷ്ടപ്പെട്ടു പോയെങ്കിലും എന്നെ പൂർണ്ണമായി ദൈവം ഞാൻ ദൈവത്തെ വിശ്വസിച്ചു. ഞാൻ ക്യാൻസർ ആണ് അറിയുന്നതിന് മുമ്പ് തന്നെ ഞാൻ ദൈവത്തോട് ഹോസ്പിറ്റലിൽ പോകുന്നതിന് ആദ്യം മുട്ടൂത്തി പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥന ദൈവം പറഞ്ഞ് ഭാരപ്പെടണം, ഞാൻ എന്നെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. അപ്പൊ എനിക്കിങ്ങനെ ഭാരമില്ല. ഞാനിപ്പോഴും ഡോക്ടർ സീരിയസ് ആണ് എന്നോട് പറയുമ്പോഴും ഞാൻ ഭാരപ്പെടണ്ട, ഞാനൊരു സൗഖ്യം, ഞാൻ വളരെ പ്രസന്റ് ആണ്. അപ്പൊ ഡോക്ടർ എന്നോട് പറയുന്നുണ്ട്, തുടക്കത്തിൽ പറയുന്നത് ഒത്തിരി നീ സീരിയസ് ആ, യു ബി പേഷ്യന്റ്, ഒത്തിരി നീ ക്ഷമയോടെ ആയിരിക്കണം എന്നോട് പറയുന്നുണ്ട്. വളരെയധികം നീ സീരിയസ് ആ. അപ്പൊ എന്റെ കൂടെ അവിടെ വന്ന ഒരു യൗവനക്കാരൻ 26 വയസ്സുള്ള, അതുപോലെ ഒരു അങ്കിള്, അന്ധരായിപ്പോയി. പക്ഷെ ദൈവം എന്റെ കാഴ്ച എനിക്ക് ഞാൻ ദൈവത്തോട് ഇതാ പറഞ്ഞത്, കർത്താവിന്റെ ആദ്യം എനിക്ക് ക്യാൻസർ ഞാൻ ദൈവത്തോട് കർത്താവ് എന്റെ കുഞ്ഞുങ്ങളെ എനിക്ക് മിഷനറിമാരാക്കണം, അവരെ കർത്താവിന്റെ വേല ചെയ്യണം, അവരെ സ്വന്തം കാലിൽ നിൽക്കാൻ അനുവദിച്ചിട്ട് എന്നെ എടുക്കാവുള്ളൂ എന്ന് ഞാൻ ദൈവത്തോട് എപ്പോഴും പറയുമായിരുന്നു. ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവെ എനിക്ക് നൽകിയ ദർശനം അവർക്ക് പകർന്നു കൊടുക്കുന്നിടത്തോളം എന്റെ ജീവനം നീ എടുക്കരുത്. പിന്നെ എന്നെ ദൈവം കാണിച്ച ദർശനമുണ്ട്. പല രാജ്യങ്ങളിൽ ദൈവത്തിന് വേണ്ടി മീൻസ് ലോക സുവിശേഷീകരണത്തിന് വേണ്ടി കർത്താവിനെ ഉപയോഗിക്കുന്ന പല ദർശനങ്ങൾ ഞാൻ ദൈവത്തോടുള്ള കർത്താവിന്റെ ദർശനമുണ്ട്. അതുകൊണ്ട് ഞാൻ മരിക്കും, ഞാൻ ജീവിച്ചിരുന്ന് ദൈവത്തിന്റെ പ്രവൃത്തിയെ വർണ്ണിക്കും. ഞാൻ എപ്പോഴും ഇതാണ് ദൈവം എന്നെ ഈ 2 ക്യാൻസർ വരുന്നതിന് മുൻപും എന്റെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനം എപ്പോഴും ഇങ്ങനെ എന്റെ വായി തള്ളിക്കേറി വരുമായിരുന്നു. അന്യഭാഷയില് ഞാൻ മരിക്കില്ല, ജീവനോടെ യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. എനിക്കറിയാം എന്താ പറയാ, ദൈവത്തിന്റെ എന്തോ ഒരു പദ്ധതിയുണ്ട്. അങ്ങനെ 2019 ഫെബ്രുവരി മാസത്തിൽ എനിക്ക് ക്യാൻസർ വന്നു. ഓഗസ്റ്റ് മാസത്തില് ഞാൻ ജൂലൈ മാസം ചർച്ചില് നമുക്ക് മീൻസ് കർത്തൃമേശ ഉണ്ടല്ലോ. അപ്പൊ കർത്തൃമേശയ്ക്ക് ഞാൻ എല്ലാവരും ഒരുങ്ങി. ഞാൻ ഒരു സൺഡേയും ഞാൻ ഒരിക്കലും സ്കിപ്പ് ചെയ്യില്ല എന്റെ ജീവിതത്തില്. എല്ലാ സൺഡേയിലും പോകും. ഞാൻ ക്യാൻസർ എന്നുള്ളത് ആർക്കും അറിയില്ല. ഞാൻ എന്താ പറയാ നീര് വെച്ചപ്പോ എല്ലാവരും പറയും നീ വല്ലാതെ എന്താ പറയാ നല്ല ഭക്ഷണം ഒത്തിരി കഴിക്കുന്നു. ഞാൻ നീര് വെച്ച് അങ്ങ് ചീർത്തങ്ങ് വല്ലാതെ വീർത്തങ്ങ് ഇരിക്കുകയാണ്. എനിക്ക് അനങ്ങാനൊന്നും പറ്റില്ല, അങ്ങനെയാണ്. പക്ഷെ ഞാനിങ്ങനെ സൺഡേ ഒന്നും എന്താ പറ്റിയ ഈ രോഗം ഞാൻ പറയുന്നില്ല ആരോടും. എന്തോ എനിക്ക് വയ്യായിക്കുള്ളത് എല്ലാവർക്കും അറിയാം, പക്ഷെ ഈ രോഗം ഞാൻ പറയുന്നില്ല. ഞാൻ ദൈവത്തിന്റെ, കാരണം എന്റെ തീരുമാനമാണ്. എന്ത് പ്രയാസം ഉണ്ടെങ്കിൽ ആരോടും പറയരുത്. നമ്മുടെ കാര്യങ്ങൾ ദൈവത്തോട് മാത്രം ഷെയർ ചെയ്യുക. അതെന്റെ എന്റെ വിശ്വാസ ജീവിതത്തിൽ ഞാൻ ചെറുപ്പത്തിൽ വന്നപ്പോൾ മുതൽ അങ്ങനെ ആയതുകൊണ്ട് ഞാൻ മുട്ടുമേൽ നിന്നാണ് എപ്പോഴും ദൈവസന്ധി പ്രാർത്ഥിക്കുകയും. അങ്ങനെ അന്ന് സൺഡേയിൽ ഞാൻ ഒരുങ്ങിയെങ്കിലും ഞാൻ തളർന്ന താഴെ ഞാൻ താഴെ അബോധാവസ്ഥയിലേക്ക് ഞാൻ മാറുവാൻ ഇടയിൽ തീർന്നു. കാരണം ഞാൻ എന്റെ ഒപ്റ്റിക് നെർവിന് ക്യാൻസർ വന്ന സമയത്ത് എന്റെ തലച്ചോറിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയി. എനിക്ക് ആരും തിരിച്ചറിയാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് എനിക്ക് എന്താ പറയാ എന്റെ ബാലൻസ് ഒരു മദ്യപാനി സഞ്ചരിക്കുന്നത് പോലെ ബാലൻസ് ഇല്ലാതെ സഞ്ചരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കടന്നു വരുവാൻ തീർന്നു. ഞാൻ തളർന്നു വീണു. ഞാനൊരു ബോധം തെളിഞ്ഞപ്പോൾ ഞാൻ എന്റെ ഭർത്താവിനോടും കുഞ്ഞുങ്ങളോടും പറഞ്ഞു. അവര് കൊച്ചു കുഞ്ഞുങ്ങൾ, അവരിച്ചിരി വലുതായി, ഒത്തിരി വലുതായിട്ടില്ല. ഇന്ന് മോന് 16 വയസ്സ്, മോൾക്ക് 14 വയസ്സ്. ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ പോണം,
നിർബന്ധിച്ചു വിട്ടു. സൺഡേ മുടങ്ങരുത്, ഞാൻ നിർബന്ധിച്ചു വിട്ടു. അവർ വേഗത്തിൽ മടങ്ങി വന്നു. അന്ന് ഒരു സൺഡേ മാത്രം ഞാൻ മുടങ്ങി. അന്ന് എന്റെ ഹസ്ബൻഡ് ഞാൻ തീരുമാനമെടുത്ത് നമുക്ക് വീണ്ടും ഉപവസിച്ച് പ്രാർത്ഥിക്കാം. അങ്ങനെ 3 ദിവസം ഞങ്ങൾ വീണ്ടും ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ ഇരുന്നു. അങ്ങനെ ഓഗസ്റ്റ് 2-ാം തീയതി ഞാൻ വീണ്ടും ടെസ്റ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ വായി കൈവച്ച് അത്ഭുതപ്പെട്ടിട്ട് എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഞാൻ നിലവിട്ട് എന്താ ഡോക്ടറെ ഇങ്ങനെ നോക്കുന്നത്? കാരണം എന്റെ ശരീരത്തിൽ എന്റെ ഒരു ഭാഗത്ത് തൊടാൻ പറ്റില്ല. അസഹനീയ വേദനയാണ് എനിക്ക് എന്താ പറയാ, സംസാരിക്കാൻ പോലും ശക്തിയില്ല. അതുപോലെ എനിക്ക് വേദനയാണ്, അസഹനീയ. എന്റെ തലയിൽ ഓരോ ഞരമ്പും എനിക്ക് എണ്ണാം. കാരണം അതുപോലെ ആ ഞരമ്പുകൾ ഇങ്ങനെ പൊട്ടിപ്പോകുന്ന വേദനയാണ് എനിക്കെല്ലാം. ഭയങ്കര വേദനയാണ്. എന്റെ മുഖത്ത് എനിക്ക് എവിടെയും തൊടാൻ പറ്റില്ല. എന്റെ കണ്ണടച്ച് എനിക്ക് ഉറങ്ങാൻ സാധിക്കാറില്ല. 6 മാസം ഉറങ്ങിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ എന്റെ കണ്ണെനിക്ക് അടയ്ക്കാൻ പറ്റില്ല. അങ്ങനെ വല്ലാത്തൊരു സ്ഥിതിയായിരുന്നു. പക്ഷെ എന്റെ ഒരു വശം മുഴുവൻ എനിക്ക് അപ്പോഴും അസഹനീയ വേദനയാണ്. അപ്പൊ ഡോക്ടർ എന്നെ വെച്ചിട്ട് പറഞ്ഞു, നീ രാംചന്ദ് രാജാവിനെ കുറിച്ച് കേട്ടിട്ടുള്ളൂ? അപ്പൊ ഞാൻ ആ ഡോക്ടർ മീൻസ് ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ഡോക്ടറാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, അറിയാം, പക്ഷെ എന്താ പറയാ, നമ്മളെന്താ പറയാ, അത്ര ഡീറ്റെയിൽ ആയിട്ട് നേരം ആ സമയത്ത് ഡോക്ടറിനോട് പറഞ്ഞു, രാംചന്ദ് അദ്ദേഹം എപ്പോൾ സിംഹാസനത്തിൽ ഇരുന്നാലും അദ്ദേഹത്തിന് ന്യായമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ ഈ ഡോക്ടറെ അടുത്ത് ആദ്യമായിട്ട് ഞാൻ പോകുമ്പോൾ എന്റെ കയ്യിൽ 3 ബൈബിളുണ്ട്. ഒരു ഗുജറാത്തി, ഒരു ഇംഗ്ലീഷ്, ഒരു ഹിന്ദി ബൈബിൾ. ഞാനിങ്ങനെ ചിന്തിച്ചു, ഭാരപ്പെടേണ്ട, ഞാൻ എന്നെ സൗഖ്യമാക്കുന്ന ദൈവമെന്ന് യേശു പറഞ്ഞല്ലോ. അങ്ങനെയെങ്കിൽ ഞാൻ സൗഖ്യമായി. ഞാൻ ഈ ബൈബിൾ കൊടുത്ത് സുവിശേഷം പറയാൻ പോകുക. പക്ഷെ ഡോക്ടറിനോട് എനിക്ക് ക്യാൻസർ ആണെന്ന് പറഞ്ഞു അന്ന് ഫെബ്രുവരി മാസത്തില്. അപ്പൊ ഞാൻ ഈ ബൈബിൾ കൊടുത്തില്ല, എന്റെ ബേഗിൽ ബൈബിൾ കിടപ്പുണ്ട്. ദൈവം എന്നെ സൗഖ്യമാക്കുമ്പോൾ ഞാൻ ഇത് ചെയ്യുമെന്ന് ഞാൻ തീരുമാനമെടുത്തു. അന്ന് ഡോക്ടറിനോട് പറഞ്ഞു, നിന്റെ രോഗം റിവേഴ്സായി പോകുക, റിവേഴ്സായി, നീ സൗഖ്യമായി. ഇനി നീ എന്താ പറയാ, ഒരു കാര്യത്തിന് ഹോസ്പിറ്റലിൽ വരണ്ട. അപ്പൊ എനിക്ക് എന്താ പറയാ, എന്റെ കണ്ണ് താഴെ വീണ് പോകും, അങ്ങനെ ഒരു സ്ഥിതിയാണ്. അന്നേരം എനിക്ക് ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു. ഓരോ ദിവസവും എന്റെ കണ്ണിൽ ഇഞ്ചക്ഷൻ ഉണ്ട്. അങ്ങനെ ഈ 2ാമത്തെ ക്യാൻസർ വന്നപ്പോഴ് അന്നേരം ഡോക്ടറിനോട് നീ വരണ്ട, കാരണം നീ സൗഖ്യമായി. പക്ഷെ ഞാൻ പറയുന്നത് എന്റെ തലയിൽ അന്നേരം ഞാൻ ചിന്തിക്കുന്ന എന്റെ തലച്ചോറിനെ ഭയങ്കര വേദന ഒരു സൈഡ്. പക്ഷെ വിശ്വസിച്ചു. കാരണം അന്ന് ഞാൻ സ്റ്റീറോയിഡൊക്കെ എല്ലാം എടുക്കുമായിരുന്നു. ഒരു ദിവസം 16 പ്രാവശ്യം സ്റ്റീറോയിഡ് എടുക്കണം. ഇങ്ങനെ പല മെഡിസിൻസ് ആണ് എടുത്തുകൊണ്ടിരുന്നത്. അന്നേരം 2ാമത് കാരണം ഞാൻ വളരെ സീരിയസ് ആയി. എന്താ പറയാ, എന്റെ കണ്ണ് എന്താ പറയാ, ഒരു വല്ലാതെ എന്താ പറയാ ഡീക്കി ആയിട്ടുള്ള ഒരു സ്ഥിതി പോലെ, എന്താ പറയാ, അതങ്ങ് എന്താ പറയാ അഴുകിയ ഒരു സ്ഥിതി പോലെ, അങ്ങനെ ഒരു സ്ഥിതിയാണ് അകത്ത് മുഴുവൻ. അങ്ങനെ ഒരു വല്ലാത്ത സ്ഥിതി. കാരണം അത് ഈ താഴെ വീണു പോകുക, അങ്ങനെ ഒരു അവസ്ഥയിലാണ്. അങ്ങനെ ഒരു രക്ഷയില്ലാത്ത സ്ഥാനത്ത് കർത്താവ് എന്നെ റിവേഴ്സ് ചെയ്തു. വിശ്വാസത്താൽ ആ രോഗ സൗഖ്യമാക്കുന്നതിലേക്ക് തീർന്നു. ആ വേദന വന്നപ്പോൾ ഞാൻ എന്നും പറയും, മെഡിസിൻസ് നിർത്തി. 2ാമത് ക്യാൻസർ വന്നപ്പോൾ ഹോസ്പിറ്റലിൽ പോകുന്ന നിർത്തി. ഞാൻ വേദനയുള്ളത് ആരോടും പറഞ്ഞില്ല. ഞാൻ ഇങ്ങനെ അസഹനീയ വേദന സഹിച്ച ദൈവത്തോട് ഇപ്പോഴും പറയുന്ന, കർത്താവേ നീ നൽകിയ സൗഖ്യത്തിനായി സ്തോത്രം. അങ്ങനെ ദൈവനെ പൂർണ്ണമായി സൗഖ്യമാക്കാൻ. എനിക്ക് ശബ്ദങ്ങളൊന്നും കേൾക്കാൻ പറ്റില്ല. കാരണം ഒരു ചെറിയ ശബ്ദം കേട്ടാൽ പോലും എനിക്ക് വളരെ അസഹനീയ വേദനയാണ്. ഈ ഒരു ശബ്ദം കേൾക്കാൻ പറ്റില്ല. അപ്പൊ ആ സമയത്താണ് ഓഗസ്റ്റ് മാസത്തിൽ ഞാൻ സൗഖ്യമായെന്ന് ഡോക്ടർ മെഡിക്കൽ സയൻസ് പ്രകാരം ഡിക്ലെയർ ചെയ്തു. ഡിസംബറിൽ എനിക്ക് പഞ്ചാബിലേക്ക് കടന്നു വരണം. ഒരു മാരേജ് ഉണ്ട്. ഇതെല്ലാം വളരെ DG അല്ല, ഭയങ്കര ശബ്ദത്തിൽ വെക്കും. എന്റെ ഹസ്ബൻഡിന്റെ നിങ്ങളുടെ മോളുടെയാണ്. ഞാൻ പറഞ്ഞു, ഞാൻ എങ്ങനെ മീൻസ് അഭിമുഖീകരിക്കാൻ, ശബ്ദങ്ങൾ എനിക്ക് ഒട്ടും കോപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞാൻ ഇവിടെ ആ സമയമായപ്പോഴത്തേക്കും ദൈവം പൂർണ്ണമായി സൗഖ്യമാക്കുവാൻ ഇടയായിരുന്നു. മീൻസ് എനിക്ക് ശബ്ദത്തോടൊന്നും ഒരു പ്രയാസമില്ല. എല്ലാത്തിനും ദൈവനെ സൗഖ്യമാക്കുവാൻ ഇടയായിരുന്നു. അതുപോലെ കൊറോണ സമയത്താണ് ഞങ്ങള് അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഓക്കെ, ഞാൻ ടൈമും കൂടി ഒന്ന് ആക്കി. കൊറോണ സമയത്ത് അതിനുശേഷം ഞങ്ങള് ഗുജറാത്തിൽ നിന്ന് ഞങ്ങൾ ഇവിടേക്ക് കടന്നു വരാൻ ഇടയായി തീർന്നു. കാരണം വ്യക്തമായി ദൈവശബ്ദം കേട്ടു. ഞങ്ങൾ നല്ലതായിട്ട് അവിടെ നല്ലൊരു സെറ്റിൽമെന്റിലായിരുന്നു. ആ സമയത്താണ് ദൈവശബ്ദം കേൾക്കുന്നത്. ഗുരുദാസ്പൂരിലേക്ക് വരാൻ. ഇവിടെ ഒരു കൊച്ചു ഗ്രാമമാണ്. ഇവിടേക്ക് പാകിസ്ഥാന്റെ ബോർഡറാണ്. അവിടെ കടന്നു വരാൻ ദൈവശബ്ദം കേട്ടു. അപ്പൊ ഞങ്ങൾക്ക് ആർക്കും താല്പര്യമില്ല. അപ്പൊ ദൈവശബ്ദം വീണ്ടും പറഞ്ഞു, എന്നെ പരീക്ഷിക്കരുത്, പോകാൻ പറഞ്ഞു. അങ്ങനെ ദൈവശബ്ദം കേട്ട് ഞങ്ങൾ കൊറോണ സമയത്ത് ഞങ്ങൾ കുടുംബമായിട്ട് അന്ന് 10 ദിവസത്തേക്ക്, അതിനു മുമ്പ് ഒരു ജനുവരി മാസം ഡിസംബറിൽ തന്നെ ഞങ്ങൾ വന്ന സമയത്ത് 9 ദിവസത്തെ ഒരു കൺവെൻഷൻ എന്നെ വിളിച്ചിട്ടുണ്ട്. മീൻസ് മാർച്ച് മാസം 23 മുതൽ ആ കൺവെൻഷൻ തുടങ്ങും. ആ കൺവെൻഷന് പ്രസംഗിക്കാനായിട്ട്
അന്നേരം ഞാൻ അന്നേരം കൺവെൻഷൻ പ്രസംഗിക്കാനുള്ള ചിന്തയിലാണ്, ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്ത് ഞങ്ങൾ വരാനിട്ടിരിക്കുകയാണ്. പക്ഷേ ആ സമയത്താണ് കൊറോണ ജനുവരിയില്, മീൻസ് ജനുവരി മാസത്തൊന്നും ഗുജറാത്തിലായിട്ടില്ല. ആ സമയം 2020 മാർച്ച് ആയപ്പോൾ ട്രെയിൻ എല്ലാം ക്യാൻസൽ ആയി. ഞങ്ങളുടെ ട്രെയിനാണ് അവസാനത്തെ ട്രെയിൻ. അപ്പൊ ഞങ്ങൾക്ക് കൺഫ്യൂഷനായി. ദൈവം പറയുന്നു അതിന്റെ പരീക്ഷയ്ക്ക് പോകാൻ, പക്ഷെ പോയാൽ പിന്നെ തിരിച്ചു വരാൻ പറ്റില്ല. പക്ഷെ ദൈവം പറയാണ് എന്റെ പരീക്ഷയ്ക്ക് പോന്ന്. അങ്ങനെ ഞങ്ങളുടെ സാധനങ്ങളെല്ലാം വെച്ച് കുറച്ച് ഡ്രസ്സുമായിട്ട് ഞങ്ങൾ 4 പേരും ഗുരുദാസ്പൂരിലേക്ക് ദൈവശബ്ദം കേട്ട് വരണ്ടാന്ന് തീരുമാനിച്ചു. കാരണം കൺവെൻഷനൊന്നും ഇനിയില്ല, കാരണം കൊറോണയാ, എല്ലായിടത്തും എല്ലാം ക്യാൻസലായി. അപ്പൊ ഞങ്ങൾ അവിടെ തന്നെ നിൽക്കാന്ന് ചിന്തിച്ചപ്പോ ദൈവം ഞങ്ങളെ പറഞ്ഞു വിട്ടു. ഞങ്ങൾ അങ്ങനെ വരികയാണ്. അങ്ങനെ അമൃത്സറിൽ ഇറങ്ങിയപ്പോൾ എല്ലാ ട്രെയിനും, അവസാനത്തെ ട്രെയിനാണ് മീൻസ് ഞങ്ങള് ഗുജറാത്തിൽ നിന്ന് വരുന്നത്. അവിടുന്ന് മീൻസ് ഗോൾഡൻ ടെമ്പിളിൽ വന്നു. ഗുരുദാസ്പൂർ ഇറങ്ങി കഴിഞ്ഞപ്പോൾ അവസാനത്തെ ഒരു ട്രെയിനേ ഉള്ളൂ. എല്ലാ ട്രെയിനും ക്യാൻസലാ. ഒരു ട്രെയിനുണ്ട് ടാറ്റാമോറി, അത് ബീഹാറിൽ നിന്ന് വരുന്നത്, അത് മാത്രമുണ്ട്. അപ്പൊ പോലീസ് ഞങ്ങളോട് പറഞ്ഞു, റെയിൽവേ സ്റ്റേഷനിലെ കാര്യം കിടക്കും, ഒരു ആളുമില്ല. അപ്പൊ പറഞ്ഞു ടാറ്റാമോരി വരുന്നുണ്ട്, നിങ്ങൾ അതിൽ കയറിക്കോ. അപ്പൊ ടിക്കറ്റ് എടുക്കണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ അമൃത്സറിൽ നിന്ന് ഞങ്ങൾ ഗുരുദാസ്പൂരിൽ ഇറങ്ങി. അങ്ങനെ ഈ ഗുരുദാസ്പൂരിൽ 2020 മാർച്ച് മാസം 23-ാം തീയതി ഞങ്ങൾ വന്നു. ആ കൊറോണ സമയത്ത് അനേക കുഗ്രാമങ്ങളില്, കാരണം ഗ്രാമങ്ങളിലൊന്നും വലിയ വിഷയമില്ല, ഇവിടെ അത്രയും മറ്റുള്ള സ്ഥലങ്ങളിൽ പോലെ കൊറോണ ഒത്തിരി വ്യാപരിച്ചിട്ടില്ല. ഞങ്ങൾ ഗ്രാമങ്ങളില് ഒരു ദിവസം 4-5 മീറ്റിംഗ്, 100-50 പേര് കൂടുന്ന അനേക മീറ്റിങ്ങുകൾ, അനേക ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാമൂർത്തനെ സ്വീകരിച്ച് സ്നാനപ്പെടുവാന് ആ കൊറോണ സമയത്ത് ദൈവം അനേക ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ ഇടയെ തീർന്നു. കുഞ്ഞുങ്ങളും ഞങ്ങളും പല മീറ്റിങ്ങുകളായിട്ട് അനേക ക്രിസ്തുവിലേക്ക്. ആ സമയം എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ദൈവത്തിന്റെ ഒരു ഉണർവിന്റെ കൊടുങ്കാറ്റ് ആനടിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ആ സമയത്ത് കാണുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ആ കൊറോണ സമയത്തിന് ശേഷം ദൈവം ഞങ്ങളോട് പറഞ്ഞു, ഇവിടെ തന്നെ 6 മാസം അങ്ങനെ കുഗ്രാമങ്ങളിൽ ഞങ്ങൾ വർക്ക് ചെയ്തു. ആ കുഗ്രാമങ്ങളിൽ വർക്ക് ചെയ്തതിന് ശേഷം 6 മാസത്തിന് ശേഷം ഞങ്ങള് സ്ട്രീറ്റുകളില്, കൊറോണ വളരെ വർദ്ധിച്ച സമയമാണ്, സ്ട്രീറ്റുകളിൽ ഇങ്ങനെ ഒരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിങ്ങിൽ ഞങ്ങൾ ഇരുന്ന് ദൈവത്തെ ആരാധിക്കുക. ഞങ്ങൾ 4 പേരും കൂടി ഇരുന്ന് ആരാധിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ഭിക്ഷ യാചിക്കുന്ന സഹോദരി, നന്ദു എന്ന് പറയും, ആ സഹോദരി ജയിലിൽ നിന്ന് ഇറങ്ങി വന്നതാണ്. മഹാരാഷ്ട്രയിലുള്ളത് ആ സഹോദരി ഞങ്ങളുടെ അടുത്തേക്ക് ഒരു കൊച്ചു കുഞ്ഞുമായിട്ടാണ് കാചിനുമായി കടന്നു വന്നു. അപ്പൊ അവള് കയറി വന്നതിന് കാരണം അവർക്ക് ഒത്തിരി ഡെപ്റ്റ് ഉണ്ട്. ചേരി പ്രദേശത്തുള്ള സഹോദരി, എനിക്കത് അറിയില്ല, നമുക്കറിയില്ല ചേരി പ്രദേശമാണെന്ന്. ഞങ്ങള് ആരാധന കഴിഞ്ഞ് ഇങ്ങനെ കണ്ണു തുറക്കുമ്പോൾ ഈ പുള്ളിക്കാരി അവിടെ വന്നിരിപ്പുണ്ട്, ഈ സഹോദരി. ആ സഹോദരിയോട് ഞാൻ ചോദിച്ചു, എന്താ പേര്? നന്ദു എന്ന്. ഞാൻ പറഞ്ഞു, നന്ദു സഹോദരിയുടെ വീട്ടിലേക്ക് ഞങ്ങൾ വരട്ടെ, നന്ദുദേവന്റെ വീട്ടിലേക്ക് വരട്ടെ എന്ന് വെച്ച് പറഞ്ഞു വരാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ സഹോദരിയുടെ വീട്ടിലേക്ക് നടന്നു പോകുക. അവിടെ ചെന്നപ്പോൾ ഒരു ചേരി പ്രദേശമാണ് കാണുന്നത്. 200-ഓളം പേരുള്ള ഒരു വലിയ ചേരി പ്രദേശം. ആ ചേരി പ്രദേശത്ത് മയക്കുമരുന്നിന് അടിമപ്പെട്ട് ഈ ശവശരീരം പോലെ കിടക്കുന്ന ഒത്തിരി ജനം. നമ്മൾ ചിന്തിക്കുന്നത് ശവശരീരം, പക്ഷെ അവര് മയക്കുമരുന്ന് കഴിച്ച് മൊത്തം എന്താ പറയാ അങ്ങനെ കിടക്കുകയാണ്. ഞങ്ങൾ അവിടെ ചെന്നു. ഞങ്ങളത് കണ്ടപ്പോൾ ഞങ്ങൾ ഹൃദയത്തിൽ വളരെയധികം ഭാരം തോന്നിയ കുഗ്രാമങ്ങളെ വിട്ട് ഞങ്ങൾ തീരെ ചേരി പ്രദേശങ്ങളിലേക്ക് ഞങ്ങളുടെ വേലയെ തിരിക്കുവാൻ ഇടയെ തീർന്നു. അങ്ങനെ ചേരി പ്രദേശത്ത് ഞങ്ങൾ തുടങ്ങിയപ്പോൾ ഭൂതങ്ങൾ അലറിയോടുവാൻ ഇടയെ തീർന്നു. അനേകർ വിടിവിക്കപ്പെട്ടു. ഭൂതങ്ങൾ അലറിയോടി ചേരി പ്രദേശത്ത് ഭിക്ഷ യാചിക്കുന്നവർ എല്ലാം വിടിവിക്കപ്പെട്ടു. മയക്കുമരുന്നിന് മദ്യപാനത്തിന് അടിമപ്പെട്ട അവരെ ഞങ്ങൾ കെട്ടിപ്പിടിക്കും. അവരെ സ്നേഹിക്കുവാൻ ദൈവം ഞങ്ങളുടെ ഹൃദയം നൽകി. കുഞ്ഞുങ്ങൾ അവരെ ആ മരച്ചോട്ടിലിരുന്ന് അവരെ പഠിപ്പിക്കുവാൻ തുടങ്ങി. അങ്ങനെ ഒത്തിരി പേര് കർത്താവിനെ സ്വീകരിക്കുവാൻ ഇടയെ തീർന്നു. സ്നാനപ്പെടുവാൻ ഇടയെ തീർന്നു. അവരെ അഭിഷേകം പ്രാപിക്കാൻ ഇടയെ തീർന്നു. അവർ കർത്താവിന്റെ വേല. ഇന്ന് ഞങ്ങളുടെ സഭയില് സെക്രട്ടറിയും ചേരി പ്രദേശത്ത് ഭിക്ഷ യാചിച്ചുകൊണ്ടിരുന്ന സഹോദരി ഇപ്പൊ ഗാർബേജ് പിക്കപ്പ് ചെയ്യുന്നു. ഒത്തിരി പേര് അങ്ങനെ ഗാർബേജ് പിക്കപ്പ് ചെയ്യുന്നവരും. അങ്ങനെ ഒരു ഡെസ്റ്റിറ്റ്യൂട്ട് ചർച്ചയാണെന്ന് ഞങ്ങൾക്ക് ഉള്ളത്. പക്ഷെ ആത്മാവിൽ വളരുന്ന എല്ലാ മാസത്തിലും ഓൾ നൈറ്റ് പ്രയർ, അതുപോലെ എല്ലാ ആഴ്ചകളിലും ഉപവാസ പ്രാർത്ഥനകള്. അവരും ആഴ്ചകളോളം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും. ആരും പറഞ്ഞിട്ടല്ല അവർ ഉപവസിക്കുന്നത്, പക്ഷെ അവരുടെ തീരുമാനമാണ് ദൈവസന്നിധിയിൽ. അവർ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവത്തിന്റെ വചനം പറയുകയും ചെയ്യുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു കുഞ്ഞവിടെ, മഞ്ജെന്ന് പറഞ്ഞ ഒരു കുഞ്ഞ് അവിടെ മരിച്ചു പോകാനിടയായിരുന്നു. അവിടെ മരിച്ചപ്പോൾ ഒരു സഹോദരൻ, അവര് എന്താ പറയാ ബഹുറാം എന്ന് പറയുന്ന സഹോദരനെ വിളിക്കുവാനിടയെന്ന് പറഞ്ഞു. എന്താ പറയാ, അവർക്ക് TB ആയിരുന്നു ഒത്തിരി. അന്ന് 13 വയസ്സൊക്കെ ഉള്ളൂ. അപ്പൊ 1 വർഷം മുമ്പത്തെ കാര്യം ഞാൻ പറയുന്നത്. അന്നേരം TB 2 വർഷം, ഇപ്പൊ 2 വർഷമാകാൻ പോകുന്നു, 1.5 വർഷത്തിൽ കൂടുതലായി. അവർക്ക് TB വന്നു. അങ്ങനെ ശ്വാസം കിട്ടാതായി.
കൊറോണയുടെ സമയമായിരുന്ന സമയങ്ങളില്. അത് കഴിഞ്ഞ് കൊറോണ കഴിഞ്ഞ അവൾക്ക് വളരെയധികം ഭക്ഷണം കഴിക്കാൻ പറ്റാതെ വല്ലാതൊരു എന്താ പറയാ, ഒരു വല്ലാതെ സ്കെൽറ്റൻ പരുവത്തിലാണ് ആ കുഞ്ഞ്. അങ്ങനെ ആ കുഞ്ഞ് മരിച്ചെന്ന് പറഞ്ഞ് രാത്രി ഒരു 11 മണി 11:30 ആയപ്പോഴ് ബഹുറ ഫോൺ ചെയ്തു. അങ്ങനെ ആ ഫോണിലൂടെ ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ പറഞ്ഞു. അവള് യജമാന്റെ അടുത്തേക്ക് പോയെന്ന് പറഞ്ഞ ഒരു കുട്ടിക്കാരി പ്രദേശത്ത് നിന്ന് ഞാൻ പറഞ്ഞു, ഇല്ല ഞാൻ പ്രാർത്ഥിക്കാം, നീ ഫോൺ വെക്കരുത്. അങ്ങനെ ഞങ്ങൾ 4 പേര് പ്രാർത്ഥിച്ചു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ശ്വാസം, ദൈവം അവൾക്ക് കുറെ സമയം പ്രാർത്ഥിച്ചുകൊണ്ട് ശ്വാസം അവളിലേക്ക് മടങ്ങി വന്നു. അന്ന് അവള് രക്ഷിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവ്, ഈ കുഞ്ഞ് രക്ഷിക്കപ്പെടാതെ നീ അവളെ എടുക്കരുത്. കാരണം അവള് രക്ഷിക്കപ്പെട്ടിട്ടില്ല. അവര് പുതിയ കുടുംബങ്ങളാണ്, പല പുതിയ കുടുംബങ്ങളുണ്ട്. അവരെ യേശുവിനെ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. അവള് രക്ഷിക്കപ്പെട്ടിട്ടില്ല. ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവ് യേശുവിനെ സ്വീകരിക്കണം. അങ്ങനെ ആ രാത്രിയിൽ അവള് വിക്കി സംസാരിക്കുന്ന അവസ്ഥയിൽ വന്നു. ഞാൻ അവളോട് പറഞ്ഞു, മഞ്ജു, നീ യേശുവിനെ സ്വീകരിക്കണം. അങ്ങനെ ആ കുഞ്ഞ് വിക്കി യേശു ക്രിസ്തുവിനെ രക്ഷിതാവെ സ്വീകരിച്ചു. അവളെ എടുത്തോണ്ടാണ് പിന്നെ ചർച്ചിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. എന്നാൽ അതിനുശേഷം ദൈവം അവൾ നടന്നു വരുവാൻ തുടങ്ങി. ഇന്നൊരു ആക്റ്റീവ് മെമ്പറായിട്ട് സർവശക്തന്റെ ദൈവം ആരോഗ്യമുള്ള സ്ഥിതിയിൽ ആ മരണക്കിടക്കിയെ മാറ്റി, മരണത്തിന്റെ ആ ദൂതനെ ദൈവം മാറ്റിക്കളഞ്ഞ് ആ കുഞ്ഞിന് ജീവൻ കൊടുത്ത് അവളൊരു ജീവിക്കുന്ന സാക്ഷ്യം അവൾ മുഖാന്തരം അവളുടെ കുടുംബത്തിലുള്ള അനേക ക്രിസ്തുവിനെ അറിയാത്തവർ ക്രിസ്തുവിനെ രുചിച്ചറിയാനിടയായിത്തീർന്നു. അതുപോലെ പല അനുഭവങ്ങളുണ്ട്. മീൻസ് ഒരു മന്ത്രവാദി, പല മന്ത്രവാദികൾ ഇവിടെ ആരാധനയ്ക്ക് കടന്നു വരാറുണ്ട്. ഒരു മന്ത്രവാദിയുടെ മകൾ ഹിമാചലിൽ, ഞങ്ങളുടെ വർക്ക് തുടങ്ങുന്നത് ഹിമാചൽ പ്രദേശിലെ ഒരു മന്ത്രവാദി, ഒരു ഗുരുദാസ് സ്കൂളിൽ തന്നെ ഞങ്ങൾ കൊച്ചൊരു കൺവെൻഷൻ നടത്തുകയാണ്. ആദ്യത്തെ ഞങ്ങളുടെ കൺവെൻഷൻ കൊച്ചു കൺവെൻഷനാണ്. ആ കൺവെൻഷന് ഞാനും എന്റെ ഹസ്ബൻഡ് സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് പോകാനായി മടങ്ങി പോകാതിരിക്കുമ്പോഴാണ് ഒരു ആർമി കമാൻഡർ, ഇന്ത്യൻ ആർമി കമാൻഡർ, അദ്ദേഹത്തിന് എപ്പിലെപ്സിയും പിന്നെ എന്താ പറയാ വളരെ മദ്യപാനിയായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് എന്റെ നമ്പർ കിട്ടിയിട്ട് അവരെന്നെ വിളിച്ച് പ്രാർത്ഥിപ്പിച്ചു. സിക്കിമിലായിരുന്നു അദ്ദേഹം അന്ന് അങ്ങനെ എന്താ പറയാ കോൺഫറൻസിൽ പ്രാർത്ഥന ഇടയിലിരുന്നു. അങ്ങനെ ആ വ്യക്തി അന്ന് സൗഖ്യമായി വിധിക്കപ്പെട്ടു. അങ്ങനെ നമ്മൾ സഭയിൽ കടന്നു വന്ന് ഇവിടെ വന്ന് സ്നാനപ്പെടുന്ന കുടുംബമായി സ്നാനപ്പെട്ടു. അവരെ മുഖാന്തരം ഈ മന്ത്രവാദിയുടെ ഭാര്യ ഞങ്ങളെ കുറിച്ച് കേൾക്കാൻ ഇടയിത്തീർന്നു. കാരണം ഈ മന്ത്രവാദിയുടെ മോള് വിവാഹം കഴിഞ്ഞു. അവള് വിവാഹം കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞു. പക്ഷേ 5 മാസം അപ്പൊ അവളെ കൺസീവ് ചെയ്തിരിക്കുകയാണ് കുഞ്ഞിനെ. അവള് ആ സമയങ്ങളിൽ അവള് 5 മാസത്തിൽ കൂടുതലായി. അവൾ തളർന്നു, ഈ ഭാഗം മുഴുവൻ തളർന്ന് മുഖം കൂടിപ്പോയി. അവളുടെ ലക്വ എന്ന് പറഞ്ഞ ഒരു അസുഖം, മീൻസ് തളർവാദം ബാധിച്ചു. പല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവൾ സൗഖ്യമായി. മന്ത്രവാദിയുടെ എന്നോട് ഇങ്ങനെ കുട്ടിക്കാരന്റെ മൂക്കിൽ പ്രാർത്ഥിക്കണം. എന്നിട്ട് അവര് എനിക്ക് ഫോൺ വിളിച്ചു തന്നു. അവരുടെ കയ്യിൽ ഒരു ഫോണുണ്ട്. അപ്പൊ എന്റെ ഹസ്ബൻഡ് പറഞ്ഞു, നീ പ്രാർത്ഥിക്കുക, കാരണം എല്ലാം പാക്ക് ചെയ്യേണ്ട വിഷയം നമുക്കറിയില്ല. അപ്പം എന്താ പറയാ, അവര് ഈ ലക്വ വന്നതും ഇങ്ങനെ തളർന്നു കിടക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് അന്നേരം അറിയില്ല. ആരും എന്താ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വരികയെന്നറിയാം. അപ്പൊ അവരെ എന്റെ അടുത്ത് വന്ന് ഫോൺ എന്ന് പറയാം, എന്റെ മോള് ഇങ്ങനെ തളർന്നു കിടക്കുകയെന്ന് പറഞ്ഞു. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അപ്പുറത്തെ വശത്ത് 6 മാസത്തോളമായി അവൾ തളർന്നു കിടന്ന ആ കുട്ടി പൂർണ്ണ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ എഴുന്നേറ്റു. അവിടെ വായി വെള്ളം പോലും ഒഴിച്ചാൽ ഇങ്ങനെ ഒഴുകി പോകുന്ന അവസ്ഥയായിരുന്നു. പക്ഷെ ദൈവം അവളെ പൂർണ്ണമായി സൗഖ്യമാക്കി തീർന്നു. അങ്ങനെ ആ കുടുംബം യേശുവിലേക്ക് കടന്നു. അവൾക്ക് പിന്നെ ജനിച്ച കുട്ടി, അവളെ പ്രഗ്നന്റ് ആയിരുന്നല്ലോ, അവൾക്ക് ഒരു മോളെ ദൈവം ആരോഗ്യമുള്ള ഒരു മോളെ ദൈവത്തിന് കൊടുക്കാൻ ഇടയായിരുന്നു. അങ്ങനെ അനേക അനുഭവങ്ങൾ, കർത്താവിനെ കഴിയാത്തതായി ഒന്നുമില്ല. ദൈവ സർവശക്തനായ ദൈവം. അങ്ങനെ ഹിമാചലിൽ ഞങ്ങളുടെ പ്രവർത്തനം തുടങ്ങി. അതുപോലെ ജമ്മു കാശ്മീരിൽ ഇതുപോലെ ദൈവം വചനത്തെ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീതി പ്രവൃത്തികളാലും പല സന്ദർഭത്തിൽ പല അനുഭവത്തിൽ ഈ പല അനുഭവങ്ങൾ തന്ന അനേക ക്രിസ്തുവിലേക്ക് കടന്നു വരുവാനായിട്ട് ഒരു വ്യക്തിയായിരിക്കും, പക്ഷെ അവരിലൂടെ ഒരു കുടുംബം, അല്ലെങ്കിൽ മറ്റവരെ സ്വന്തക്കാര്, ബന്ധുക്കൾ, അങ്ങനെ യേശുവിനെ കണ്ടെത്തുവാനായിട്ട് അങ്ങനെ മന്ത്രവാദികളും അവിടെ കടന്നു വന്ന് പ്രാർത്ഥിക്കാനായിരുന്നു. വേറൊരു മന്ത്രവാദി എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഏറ്റവും വലിയ അമ്പലമാണ് ഇവിടെയുള്ളത്. അവിടെ ഈ ഗുഹകളുടെ അകത്തെല്ലാം എന്താ പറയാ, അവര് ഇരുന്ന് ഇങ്ങനെ അവരുടെ ജപമെല്ലാം ചെയ്ത ഇതാണ്. ആ വ്യക്തിയുടെ കിഡ്നി എല്ലാം തളർന്ന് അദ്ദേഹം എന്താ പറയാ തളർന്നു പോയി എന്താ പറയാ അദ്ദേഹത്തിന്റെ മോന്റെ ഭാര്യയുടെ ചേച്ചി ഞങ്ങളുടെ സഭയില് വേറൊരു വില്ലേജിൽ നിന്നും ദൈവം സൗഖ്യം കൊടുത്ത ആ കുടുംബം ഞങ്ങളുടെ അടുത്ത് വരുന്നുണ്ട്. അങ്ങനെ അവർ ഞങ്ങളെ കുറിച്ച് പറഞ്ഞ് ഈ മന്ത്രവാദിയുടെ മോൻ എന്റെ നമ്പർ വിളിക്കുവാൻ ഇടയിത്തീർന്നു. പല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി തളർന്നു കിടക്കുക, സൗഖ്യമാക്കുന്നതിന്റെ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിക്ക് അബോധാവസ്ഥയാണ്, ഒന്നും തിരിച്ചറിയില്ല. അപ്പൊ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ ഫോണിലാണ് പ്രാർത്ഥിക്കുന്നത്.
പ്രാർത്ഥിച്ചു. പക്ഷെ ദൈവം ആ വ്യക്തിയെ അവിടുന്ന് സൗഖ്യമാക്കുവാൻ ഇടയായിത്തീർന്നു. അദ്ദേഹവും ഭാര്യയും മോനും ആ കുടുംബം മൊത്തമായി ഞങ്ങൾ സഭയിലെ ആരാധനയ്ക്ക് കടന്നു വരുവാൻ ഇടയായിത്തീർന്നു. അദ്ദേഹത്തെ ദൈവം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അദ്ദേഹത്തെ എന്താ പറയാ തളർന്ന അവസ്ഥയിൽ നിന്ന് ദൈവം എഴുന്നേൽപ്പിച്ചു കൊണ്ടുവന്നു. അതിനുശേഷം ഒരാഴ്ചക്കകം പൂർണ്ണ സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ തന്നെ ആയിരിക്കാൻ ഇടയായിത്തീർന്നു. ദൈവത്തിന് ഒരു കാര്യവും കഴിയാത്തതായിട്ടില്ല. കാരണം യേശുവിനെ അറിയാത്തവർ യേശു ആരെന്ന് അറിയുവാൻ തക്കവേണം യേശുവിന്റെ ശക്തിയാല്. കാരണം നമ്മളൊരു മാധ്യമമായിരുന്നാൽ എന്റെ ജീവിതത്തിന്റെ അനുഭൂതി എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് ആരെയും ഉപയോഗിക്കാൻ സാധിക്കും. ഒരു കൊച്ചു കുഞ്ഞിനെ ദൈവത്തിന് ഉപയോഗിക്കാൻ സാധിക്കും. ദൈവത്തിന് പുരുഷനെന്നോ സ്ത്രീയെന്നോ അല്ലെങ്കിൽ അങ്ങനെയില്ല. ദൈവം ആരാണ് സമർപ്പിക്കപ്പെട്ടവർ, ആരാണ് ദൈവസന്നിധിയിൽ അനുസരിക്കുന്നവർ. കാരണം ദൈവം നമ്മുടെ പൂർണ്ണ അനുസരണമാണ് നോക്കുന്നത്, പൂർണ്ണ സമർപ്പണമാണ് നോക്കുന്നത്. നാം നിയോഗത്തോടെ ഓരോ കാര്യങ്ങൾ ചെയ്യണം. അതുപോലെ ഒരു സ്ഥലത്ത് ഒരു ഗ്രാമത്തിലേക്ക് ഞാൻ കടന്നു പോവുകയാണ്. ആ ഗ്രാമത്തിന് കടന്നു പോയപ്പോഴ് പലരും പറഞ്ഞു, എന്തിനു ഇവിടെ വന്നിട്ട് നിങ്ങൾ എന്താ പറയാ ഇവിടെ വന്ന് പ്രവർത്തിക്കാൻ വന്നിരിക്കുന്നത്? കാരണം അന്ന് എന്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല, ഒരു പെൺകുട്ടിയാണ് ഞാൻ. അന്നേരം എന്തിനു ഇവിടെ എല്ലാ ദേവദാസന്മാര് സുവിശേഷം പറഞ്ഞിട്ടും എന്താ പറയാ ക്രിസ്തുവിനെ അനേകരെ അറിയാത്തവരുണ്ട്. അന്നേരം ആരും അറിഞ്ഞിട്ടില്ല. അതുപോലെ എന്താ പറയാ ഇങ്ങനെ പാറയിൽ വെള്ളം ഒഴിച്ചാൽ അതിന്റെ അകത്ത് പോകില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഇവിടെ സുവിശേഷം വന്നതെന്ന് പറഞ്ഞ് പലരും നിരുത്സാഹപ്പെടുത്തി. എന്നാൽ ആ നിരുത്സാഹപ്പെടുത്തിയ സ്ഥാനത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് നിയോഗം പറഞ്ഞു, നീ പോക, ജസ്റ്റ് പോക. അപ്പൊ ഞാന് കുറച്ച് ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ച്, എപ്പോഴും ദൈവിക നിയോഗത്തില് ഉപവസിച്ച് പ്രാർത്ഥിച്ചാണ് അങ്ങനെ പോകുന്നത്. അങ്ങനെ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. എവിടെ ചെന്നാലും ആ സ്ഥലത്തിന് വേണ്ടി ഉപവസിച്ച ദിവസം അങ്ങനെ ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ കടന്നുപോയ സമയത്ത് ഒരു ഗ്രാമത്തിലേക്ക് പോയപ്പോൾ അവിടെ പുറത്ത് ഒരു കട്ടിലില് ഒരു വ്യക്തിയെ കിടത്തിയിട്ടുണ്ട്. അന്നേരം എല്ലാവരും എന്നോട് പറഞ്ഞു, അവിടെ അയൽവക്കത്തോട് പറഞ്ഞു അവിടേക്ക് പോകണ്ട, കാരണം പല ദേവദാസന്മാരെ അടിച്ചൊരു വ്യക്തിയാണ്, തല്ലിയൊരു വ്യക്തിയാണ്, അവിടേക്ക് പോകരുത് എന്ന് എന്നോട് പറയാൻ ഇടയിൽ തീർന്നു. അപ്പൊ ഞാൻ അങ്ങനെ എന്താ പറയാ, പക്ഷെ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു നീ പോകണം. അങ്ങനെ ഞാൻ പോയപ്പോൾ ഒരു വ്യക്തി അവിടെ കിടപ്പുണ്ട്. ഒരു കറുത്ത ചരടെല്ലാം കയ്യിൽ കെട്ടി ഒരാളിങ്ങനെ കിടപ്പുണ്ട്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, യേശു നിങ്ങളെ സൗഖ്യമാക്കുന്ന നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ഒരു യൗവനക്കാരനാണ്. അപ്പൊ പറഞ്ഞു എനിക്ക് വിശ്വാസമുണ്ട്. ഞാൻ അന്നേരം കറുത്ത ആരോട് അനുവാദം ചോദിച്ചു. അതങ്ങ് എന്താ പറയാ യേശുവിനെ നടത്തി അത് പൊട്ടിച്ചു. ഞാൻ യേശുവിനെ നടത്തി പ്രാർത്ഥിച്ച് എഴുന്നേൽക്കാന്ന് പറഞ്ഞാൽ അദ്ദേഹം എഴുന്നേറ്റു. അന്ന് അവിടെ ഉണ്ടായിരുന്ന അവരെ സ്വന്തക്കാര്, ബന്ധുക്കള്, കുറെ പേരുള്ളവര് അവർ ക്രിസ്തു യേശുവിനെ രുചിച്ചറിയുവാൻ, വിഗ്രഹാരാധന വിട്ട് സത്യ ദൈവത്തെ രുചിച്ചറിയുവാൻ അതൊരു മുഖാന്തരമായി തീർന്നു. യേശുവിനെ കുറിച്ച് അവർക്കറിയാം, അവരെ അടിച്ചതാണ്, ഉപദ്രവിച്ചതാണ്, അവർ യേശുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. യഥാർത്ഥമായി യേശുവിനെ അനുഭവിച്ച സ്ഥാനത്ത് ആ വചനം യഥാർത്ഥമായി അവരുടെ മുൻപിൽ വെളിപ്പെട്ടു. സത്യദൈവം അവരുടെ മുമ്പിൽ വെളിപ്പെട്ടു. സത്യദൈവം ആരാണെന്ന് അവർക്ക് മനസ്സിലായപ്പോൾ അവർ യേശുവിനെ രുചിച്ചറിയുവാൻ, യേശുവിനെ വിശ്വസിക്കുവാൻ ഇടയായിത്തീർന്നു. ദൈവത്തിനൊന്നും കഴിയാത്തതായിട്ടില്ല. ദൈവത്തിന് സകലത കഴിയും. ദൈവത്തിന് ആരെങ്കിലും നേടുവാനുണ്ടെങ്കിൽ ദൈവം അവരെ നേടിയിരിക്കും. അതുപോലെ എന്റെ ജീവിതത്തിൽ പല അനുഭവങ്ങളുണ്ട്. ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, ദൈവം നമ്മെ പ്രൊട്ടക്ട് ചെയ്യുന്ന, ദൈവം നമ്മെ സംരക്ഷിക്കുന്ന ദൈവമാണ്. അതുപോലെ ഒരു രാത്രിയില് ബുക്സ് എല്ലാം വിറ്റാണ് ആ സമയങ്ങളിൽ ഞങ്ങൾ എന്താ പറയാ സർവൈവൽ എല്ലാം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു രാത്രി 10:30 കഴിഞ്ഞു. ബുക്കെല്ലാം പാക്ക് ചെയ്ത് ഒരു മെത്തഡിസ്റ്റ് ചർച്ചിൽ നിന്ന് പട്ടിയാലയിൽ നിന്നും ഞങ്ങളുടെ സ്ഥലത്തേക്ക് താമസ സ്ഥലത്തേക്ക് പോകണം. പക്ഷെ ആ താമസത്തേക്ക് പോകണമെങ്കിൽ നമുക്ക് സൈക്കിൾ റിക്ഷയില്ല, നടന്നു വേണം പോകാൻ. കാരണം രാത്രി ആ സമയത്ത് VIP ഏരിയ ആണെങ്കിൽ അവിടെ സൈക്കിൾ റിക്ഷയില്ല. പട്ടിയാലയിലെ VIP ഏരിയയിൽ നിന്നാണ് മെത്തഡിസ്റ്റ് ചർച്ചിൽ നിന്ന് നമുക്ക് നമ്മുടെ എന്താ പറയാ ഒരു ദുഃഖനിവാർ ഗുരുദ്വാരയുണ്ട്, അതെല്ലാം കഴിഞ്ഞാണ് നമുക്ക് പോകേണ്ടത്. ആ സമയത്ത് അവിടെ പലപ്പോഴും പല റേപ്പ് കേസുകള്, അതുപോലെ പല അക്രമങ്ങൾ അവിടെ നടക്കുന്നതാണ്. പലരുടെയും സ്ത്രീകളുടെ കരച്ചിലിന്റെ ശബ്ദമെല്ലാം പലപ്പോഴും പല രാത്രികൾ നമ്മൾ കേൾക്കാറുണ്ട്. അന്ന് ഞങ്ങൾക്ക് കിടക്കാനൊരു ഇടമില്ല. രാത്രി 11 മണി ഞങ്ങൾക്ക് നടന്നു പോകണം. എന്റെ കൂടെ 2 മണിക്കൂരി നോർത്ത് ഈസ്റ്റുകാരുടെ 2 സഹോദരിമാരും ഞാനും മാത്രമേ ഉള്ളൂ.
ഞാൻ അവരുമായിട്ട് അന്നെല്ലാം പാക്ക് ചെയ്ത് അടുത്ത ദിവസം ബുക്ക് എടുത്തുകൊണ്ട് പോക്കോളാം, കാരണം രാത്രി എടുത്തുകൊണ്ട് പോകാൻ ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല, കുറെ ബുക്സ് ഉണ്ട്. അപ്പൊ ഞങ്ങൾ നടന്നു പോവുകയാണ്. ഒരു വഴി കഴിഞ്ഞപ്പോൾ ഭയങ്കര ഇരുട്ടുള്ളൊരു സ്ഥലമുണ്ട്. ആ ഇരുണ്ട സ്ഥലത്തേക്ക് എത്തിയപ്പോൾ പെട്ടെന്ന് 3 ബൈക്ക് ഞങ്ങളെ വളയുവാനിടയിൽ തീർന്നു. ആ 3 ബൈക്കിൽ മൂന്ന് പേര്, 9 പേര് യുനോ മീൻസ് വളരെ യൗവനക്കാരാണ്, വളരെ സിക്സ് പാക്ക് പോലെയുള്ള 9 പേരുണ്ട് ആ 3 ബൈക്കിലായിട്ട്. അവർ ഞങ്ങളെ വളഞ്ഞതും എന്താ പറയാ, നമുക്കൊരു രക്ഷയില്ല, ഞങ്ങൾ 3 പേരേ ഉള്ളൂ. ഈ 9 പേര് ഞങ്ങളെ വളഞ്ഞു. ഞങ്ങൾക്ക് അറിയാം അത് വല്ലാത്തൊരു ഏരിയയാണ്. പക്ഷെ യേശുവെ ഞങ്ങളെ രക്ഷിക്കണേന്ന് പറയലും പെട്ടെന്ന് ഒരു കാറ് പെട്ടെന്ന് അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. പെട്ടെന്ന് എന്താ പറയാ, ഓൺ ദ സ്പോട്ട് ഒരു കാറ് വന്നു. കാറിന്റെ പ്രകാശത്തില് ആ ബൈക്കുകളെല്ലാം അവിടെ നിന്ന് മാറി, എന്താ പറയാ, അവിടെ നിന്ന് ചീർപ്പാഞ്ഞ് അവിടെ നിന്ന് മാറിപ്പോകാനിടയിൽ തീർന്നു. ആ കാറിലിരുന്ന് പ്രായം ചെന്ന ഒരു ദേവദാസി പോലെ എനിക്ക് തോന്നുന്നു, പക്ഷെ അവിടെ ദേവദാസി ഒന്നും അങ്ങനെയില്ല. എന്നോട് ചോദിച്ചു എവിടെയാ പോകേണ്ടത്. ഞാൻ അന്നേരം ഞങ്ങളുടെ അഡ്രസ്സ് പറഞ്ഞപ്പോൾ പെട്ടെന്ന് അവിടെ ഒരു സൈക്കിൾ റിക്ഷ പ്രത്യക്ഷപ്പെട്ടു. ആ സൈക്കിൾ റിക്ഷ ഞങ്ങളോട് കയറാൻ പറഞ്ഞു. അവിടെ ഇരുന്നു, ആ സൈക്കിൾ റിക്ഷ കയറിയിരുന്നു. പക്ഷെ ഞങ്ങളുടെ കയ്യിൽ എന്താ പറയാ, ഒരു കുറച്ച് പൈസയേ ഉള്ളൂ നേരം ഈ സൈക്കിൾ റിക്ഷ കൊടുക്കാനുള്ള അല്പമുണ്ട്, അധികമില്ല. സൈക്കിൾ റിക്ഷ നോക്കണ ആകെ ഒരു 10 രൂപ ഞങ്ങളുടെ കയ്യിലുള്ളൂ. ആ കാറ് ഞങ്ങളെ ഫോളോ ചെയ്ത സൈക്കിൾ റിക്ഷയുമായിട്ട് ഞങ്ങളുടെ വീടിന്റെ മുൻവശം വരെ ആ കാറും സൈക്കിൾ റിക്ഷ ഞങ്ങളെ ഇറങ്ങിയതും കാറും സൈക്കിൾ റിക്ഷയും അപ്രത്യക്ഷമായി. ഞാൻ പൈസ കൊടുക്കാനായി തീരുമാനം രണ്ടുമില്ല. അവിടെ തന്നെ ആ പട്ടിയാലെ തന്നെ വേറൊരു അനുഭവം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ജോൺപൂരിൽ നിന്ന് ഒരു സഹോദരൻ, അനിൽ എന്ന് പറയുന്ന സഹോദരനും അദ്ദേഹത്തിന്റെ ഭാര്യയും കുഞ്ഞുമായി വന്നു. അവര് വരുന്നത് ഒരു തിങ്കളാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നിയമമാണ് തിങ്കളാഴ്ച ടീം ലീഡ് ചെയ്യുന്നവര് വീട്ടിൽ എന്താ പറയാ നമ്മുടെ റിപ്പോർട്ട് എഴുതണം. അപ്പൊ ഞാൻ അന്ന് പോയിട്ടില്ല. തിങ്കളാഴ്ച എല്ലാവരും ടീമിലുള്ളവർ പോയി സുവിശേഷത്തിലേക്ക്. ചൊവ്വാഴ്ച ഞാൻ പോകും. ചൊവ്വാഴ്ച കുടുംബം വന്നിട്ട് പറയുകയാണ് തിങ്കളാഴ്ച ദീദി തന്ന അഡ്രസ്സ് എന്ന് പറഞ്ഞ അഡ്രസ്സ്, ഞങ്ങളുടെ അഡ്രസ്സ് എന്റെ കൈ കൊണ്ട് എഴുതിയ അഡ്രസ്സ് ഇങ്ങനെ കാണിച്ചു. അപ്പൊ എന്റെ ഹാൻഡ് റൈറ്റിംഗ് അവിടെ ആർക്കും ഇല്ല. അപ്പൊ എന്റെ ഹാൻഡ് റൈറ്റിംഗിൽ എഴുതിയ ഒരു ആ അഡ്രസ്സ് കാണിച്ചിട്ട് ആ അഡ്രസ്സില് അവരോട് ഞാൻ പറഞ്ഞെന്നാ പറയുന്നത് ഇവിടെ വരാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ അവര് വരികയാണ്. അവര് വന്നു, ഞാൻ അവരോട് സുവിശേഷം പറഞ്ഞു, അവര് രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. അന്ന് ജോൺപൂര് ഇത് അനേക വർഷങ്ങൾക്ക് മുൻപാണ്. ഒരു സുവിശേഷ പ്രവർത്തനം ഒന്നുമില്ല. അന്ന് ആദ്യമായിട്ട് അവർ സ്നാനപ്പെട്ടു. ചില ദേവദാസന്മാരെ കൊണ്ടാണ് ഈ സ്നാനം കൊടുക്കുന്നത്. ദേവദാസന്മാരെ സ്നാനപ്പെടുത്തും, അതുപോലെ കർത്തൃമേശയും ദേവദാസന്മാര് കൊടുക്കും. പക്ഷെ വചനം ഞാൻ പഠിപ്പിക്കും, അവരെ ശിഷ്യരാക്കുക, വചനം പഠിപ്പിക്കുക, ശിഷ്യരാക്കുക. അങ്ങനെ വചനം പഠിപ്പിച്ച് ശിഷ്യരായിക്കൊണ്ടിരുന്നു. ഇങ്ങനെ പല അനുഭവങ്ങൾ. കാരണം യേശു നമ്മുടെ കൂടെയുണ്ട്, വിശ്വസ്തനായ ദൈവം. നാം വിശ്വസ്തയോടെ ദൈവസന്നിധിയിൽ നിന്നാൽ നമ്മെ സംരക്ഷിക്കുന്ന വിശ്വസ്തനായ ഒരു ദൈവമുണ്ടെന്ന് എന്റെ ജീവിതത്തിൽ പല അനുഭവത്തിലൂടെ ദൈവിക പ്രൊട്ടക്ഷൻ. കാരണം ഞാൻ പലപ്പോഴും ഒരു സമയം ഞങ്ങളെ മീൻസ് അടിച്ച്, ഞങ്ങൾ എന്താ പറയാ, ടീമിനെല്ലാം അടിച്ചു. അങ്ങനെ പോലീസ് സ്റ്റേഷനില് 10 ദിവസത്തോളം അങ്ങനെ ലോക്കപ്പിലായിരുന്നു. ആ ലോക്കപ്പിലായിരുന്ന സമയത്ത് മീൻസ് നമ്മുടെ പൗലോസിന്റെ അപ്പോസ്തല പ്രവൃത്തികൾ, പൗലോസിന്റെ ജീവിതം, അപ്പോസ്തല പ്രവൃത്തിയാണ് വളരെ, ഞാൻ ബൈബിൾ ഇൻചാർജ് ആയിരുന്നല്ലോ, സ്റ്റഡി ഇൻചാർജ്. ഞാൻ പലരെയും എന്താ പറയാ ഈ ബൈബിളിലൂടെ പ്രോത്സാഹിപ്പിച്ചു. ഞങ്ങളുടെ ടീമിലുള്ളവരെയെല്ലാം വളരെയധികം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് 10ാം ദിവസം ഇവരെ ബോംബ് വെച്ച് ബ്ലാസ്റ്റ് ചെയ്ത് കളയുമെന്ന് പറഞ്ഞ് നമ്മുടെ മെതഡിസ്റ്റ് ചർച്ച് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾ നേരം ലോക്കപ്പിലാണ്. അങ്ങനെ രാത്രി 12 മണിക്കാണ് 10ാം ദിവസം. മറ്റെല്ലാവരെയും എന്താ പറയാ, ഞങ്ങളുടെ ടീമിൽ 15ഓളം പേരുണ്ടായിരുന്നു. അവരെയെല്ലാം വിശ്വാസികൾ ഒളിവിലാക്കി. ഞാനും എന്റെ കൂടെ വേറൊരു സഹോദരിയുണ്ട് തൃശ്ശൂരുള്ള, ഞങ്ങൾ 2 പേരുമാണ്. അപ്പൊ ഞങ്ങളെ 2 പേരെയും മീൻസ് ഞങ്ങൾ തളർന്ന് രാത്രി 12 മണിക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വരികയാണ്. വന്ന് അന്ന് ആ ചെറിയ മുറിയിലേക്ക് കയറി കിടക്കാനായിട്ടുള്ള എന്താ പറയാ, ഞങ്ങളുടെ കൊച്ചൊരു മുറിയാണ്. മെതഡിസ്റ്റ് 2 മുറിയുള്ളൂ. ഒന്ന് പാസ്റ്ററും ഭാര്യയും കുഞ്ഞും താമസിക്കുന്ന മുറി, വേറെ ഞങ്ങളുടെ ടീം താമസിക്കുന്ന ഒരു കൊച്ചു മുറിയുണ്ട്. എന്താ പറയാ, എന്റെ കൂട്ടുകാരി ജോലി വളരെ തളർന്നാണ് അവിടെ കിടക്കാനായിട്ട് തീരുമാനമെടുത്തു. പെട്ടെന്ന് ഞാൻ ദൈവശബ്ദം കേട്ട് അവിടെ കിടക്കരുത്. ഞാൻ തന്നെ ജോലിയോട് പറഞ്ഞ ജോലി എന്നോട് പറഞ്ഞു നമ്മൾ പിന്നെ എവിടെ കിടക്കും, മീൻസ് കിടക്കാൻ ഒരു ഇടമില്ല, കാരണം ഒരു എന്താ പറയാ ഗ്രൗണ്ടാണ്.
അവിടെ കിടക്കാൻ ഒരു ഇടമില്ല, എവിടെ കിടക്കും. ഞാൻ പറഞ്ഞു പാസ്റ്റർ എടുത്ത് ഞാൻ ജോലിയുടെ കൈ പിടിച്ച് പാസ്റ്റർ എടുത്ത് ആ മുറിയിലേക്ക് പോയി. ഞാൻ അവിടെ പൊട്ടി, രാത്രി 12 മണി കഴിഞ്ഞ സമയമാണ്. പൊട്ടിയപ്പോ പാസ്റ്റർ തുറന്നു. ഞാൻ പാസ്റ്ററോട്, പാസ്റ്ററെ ഞങ്ങൾക്ക് ഇവിടെ ഇന്ന് രാത്രി ഈ മുറി കിടക്കാൻ അനുവദിക്കണം. പാസ്റ്ററും വൈഫും പിന്നെ ആ കുഞ്ഞ് വേറൊരു കട്ടിലേ കിടപ്പുണ്ട്. ഞാൻ പറഞ്ഞ കട്ടിലിന്റെ അടിയിൽ ഞങ്ങൾ കിടന്നോളാം. മാനുഷിക ചിന്തയ്ക്ക് അതീതമായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. പക്ഷെ പരിശുദ്ധാത്മാവ് എന്നോട് വ്യക്തമായി സംസാരിച്ചതുകൊണ്ട് ഞാൻ അതിന്റെ അടിയിലേക്ക് ഞാനും ജോലിയും പാസ്റ്ററും വൈഫും കിടക്കുന്ന കട്ടിന്റെ അടിയിലേക്ക് കയറി കിടക്കുവാൻ ഇടയിൽ തീർന്നു. ഇങ്ങനെ ഞങ്ങൾ കിടന്ന് ഒരു 2 മിനിറ്റ് കഴിഞ്ഞില്ല, പെട്ടെന്ന് ഭയങ്കര ആക്രോശം. ഞങ്ങൾ താമസിക്കാനിരുന്ന ആ ഭവനം മീൻസ് ആ ചെറിയ മുറി അത് തകർക്കുന്ന ശബ്ദമാണ് ഞങ്ങൾ കേൾക്കുന്നത്. അതുപോലെ ടോർച്ചുമായിട്ട് അനേക യൗവനക്കാർ ആക്രോശിച്ചുകൊണ്ട് ആ മുറിയിലേക്ക് കടന്നു വരുവാൻ തുറന്നു. ഞങ്ങളെ അന്വേഷിക്കുകയാണ്, എവിടെ അവര് അവരെവിടെ അവരെവിടെയെന്ന് ചോദിച്ച് ഞങ്ങളെ അന്വേഷിക്കുകയാണ്. അവർ ടോർച്ചടിച്ച് നോക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ ഇതിന്റെ അടിയിൽ അവർ ഞങ്ങളെ കണ്ടില്ല. അങ്ങനെ വെളുപ്പിന് 4 മണിക്ക് അവർ പോവുകയാണ്. മീൻസ് ഒരു 3 മണി കഴിഞ്ഞ സമയമാണ്, 2 മണി 3 മണി. ആ സമയത്ത് വെളുപ്പിന് 4 മണിക്ക് അവർ പോയിന്ന് ഉറപ്പ് വന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും വിളിച്ച് യൂനസ് എന്ന് പറയുന്ന ഒരു ഡോക്ടറുണ്ട്. ഡോക്ടർ അവിടെ 1 മാസത്തോളം ഒളിവിൽ താമസിക്കുവാനും അങ്ങനെ മീൻസ് പല അനുഭവങ്ങളുണ്ട്. പക്ഷേ പിന്നെയും അവിടെ മടങ്ങി വന്ന് പിന്നത്തേതിൽ അവിടെ ഒരു കൊയ്ത്ത് കാണും. ഇന്ന് പഞ്ചാബിൽ ഒരു കൊയ്ത്തുണ്ട്. വളരെ ദൈവപ്രവൃത്തി നടക്കുന്നുണ്ട്. ഒരു സമയം കർത്താവിന് വേണ്ടി വളരെയധികം പ്രതികൂലത്തിന്റെ അവസ്ഥയിലൂടെ ഭക്ഷണമില്ലാത്ത അനേക അവസ്ഥകൾ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. പല പ്രാവശ്യം ഭക്ഷണമില്ല, പക്ഷെ ദൈവം ദർശനം കൊടുത്ത് പലരും ദർശനത്തിലൂടെ അത് അനുഭവം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒരു പ്രാവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ട് പല അനുഭവമുണ്ട്. അതില് ഒരു പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഒരു ദൈവദാസന് 5 കുഞ്ഞുങ്ങളുമായിട്ട് എന്റെ അടുത്തേക്ക് വരിക. ഭക്ഷണമില്ല, 10-20 ദിവസത്തോളം ഭക്ഷണം ഒട്ടുമില്ല, വെറും വെള്ളം കുടിച്ചാണ് ജീവിക്കുന്നത്. ദൈവദാസൻ ഞാൻ ഫ്രീ ആയിട്ട് ഇംഗ്ലീഷ് പഠിപ്പിക്കും. അങ്ങനെ ആ ദൈവദാസൻ എന്താ പറയാ അവധി സമയമാണ്. അപ്പം ജൂൺ ജൂലൈ മാസം ഇവിടെ അവധിയുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞു, ഈ കുഞ്ഞുങ്ങൾ ജൂൺ ജൂലൈ മാസം സോണിയയുടെ കൂടെ നിൽക്കട്ടെ, 5 പേരും കൊച്ചു പിള്ളേരാണ്. അപ്പൊ പറഞ്ഞു അവര് ഇംഗ്ലീഷൊക്കെ നല്ലതായിട്ടൊന്ന് ട്രെയിൻ ചെയ്ത് പഠിപ്പിക്കുക, അപ്പൊ അവിടെ നിൽക്കട്ടെ. അപ്പൊ ഞാനോർത്ത് കർത്താവെ ഞാൻ എന്ത് ചെയ്യും, ഞാൻ പാസ്റ്ററോട് പറയാൻ പറ്റില്ല, എന്റെ വീട്ടിലൊന്നുമില്ല, കഴിക്കാനൊന്നുമില്ല. അപ്പൊ ഞാൻ അന്ന് തന്നെയാണ് താമസിക്കുന്നത്. വേറൊരു സഹോദരിയുണ്ട്, പുള്ളിക്കാരി എന്താ പറയാ പെട്ടെന്ന് വീട്ടിലാർക്കും സുഖമില്ലെന്ന് കേട്ടാ പുള്ളിക്കാരി പോയി. ഞാനിങ്ങനെ താമസിക്കുക, ഭക്ഷണവും ഇല്ലാതെ ഇങ്ങനെ പട്ടിണിയായിട്ട് സുവിശേഷകരം ചെയ്യുന്നുണ്ട്. ഈ കുഞ്ഞുങ്ങളോട് ഞാൻ ഇനി എന്ത് ചെയ്യും? നേരം ഞാനിങ്ങനെ വല്ലാതെ മനസ്സിന് ഭാരപ്പെട്ടു, കർത്താവ് ഞാൻ എന്ത് ചെയ്യും? അങ്ങനെ ഭാരപ്പെട്ട സമയത്ത് ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിച്ചു. ദേവദാസിനോട് തന്നെ ദേവദാസ ഒരു കാര്യം ചെയ്യാം, ദേവദാസിനും വൈഫും കൂടിയാണ് ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുവിടുന്നത്. ഞാൻ പറഞ്ഞു ഇപ്രാവശ്യം അവരെ കൊണ്ടുപോകും, കാരണം ഞാൻ അല്പ തിരക്കായതുകൊണ്ട് എനിക്ക് ഈ വിഷയം പറയാൻ പറ്റില്ല. തിരക്കായതുകൊണ്ട് ഇപ്രാവശ്യം അവരെ കൊണ്ടുപോയിട്ട് ഞാൻ പിന്നെ അവരെ കൊണ്ടുവരാം, കാരണം അവര് ലുധിയാനയാണ് താമസിക്കുന്നത്, ഞാൻ പട്ടിയാലി. അപ്പൊ ദേവദാസൻ പറഞ്ഞു, അയ്യോ ഞാൻ വളരെ ബുദ്ധിമുട്ടി ഇവിടെ എത്തിയോളൂ പിള്ളേരെയും കൊണ്ട്, ഇനി ഇവിടെ നിൽക്കട്ടെ സോണിയുടെ അടുത്ത്, നോ പ്രോബ്ലം, എത്ര തിരക്കാണെങ്കിലും പിള്ളേരെ അഡ്ജസ്റ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞ് പാസ്റ്റും ഭാര്യയും തിരിച്ചു പോയി. ഞാൻ മുട്ടുമ്മ ദൈവത്തോട് കർത്താവിയോട് ഒന്നും ഈ കുഞ്ഞുങ്ങൾക്ക് ഞാൻ എന്ത് കൊടുക്കും? ഞാൻ ആരോട്, കാരണം ഞാൻ എവിടെ പോയി ഞാൻ ആരോടൊന്നും ചോദിക്കുന്ന സ്വഭാവം ഞാൻ ദൈവത്തോടെ ചോദിക്കും. ഞാൻ ദിവസം മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ ഒരു ചാക്ക് അരിയുമായിട്ട് ഒരു ഉച്ച കഴിഞ്ഞ സമയത്ത് ഇവര് പോയപ്പോഴാ ഒരു ചാക്ക് അരിയുമായിട്ട് ഒരാൾ ഞാൻ ചോദിച്ചാൽ എന്താന്ന് വെച്ചാൽ പറഞ്ഞ എനിക്ക് ഈ ചാക്ക് അരിയുടെ തരാനായിട്ട് എനിക്കൊരു പ്രേരണ. അങ്ങനെ അദ്ദേഹം അരി തന്നു. അങ്ങനെ ആ അരിയാണ്, ഒരു ചാക്ക് അരിയാണ്. ആ കാലം ആ കുഞ്ഞുങ്ങൾ അവിടെ നിന്ന സമയങ്ങളില് അവരാ ചാക്ക അരി കഴിക്കുവാനായിട്ട് ആ അരി കഴിച്ചാണ്, ആ ചോറ് കഴിച്ചാണ് അവരവിടെ താമസിക്കുകയും പഠിക്കുകയും എന്താ പറയുക ഞാൻ അവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അതുപോലെ എന്റെ ടീമിലും ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ടീം വർക്ക് ചെയ്ത സമയത്ത് 15 മെമ്പേഴ്സ് ഉണ്ട് എന്റെ ടീമില്. അപ്പം ഒരു അമേരിക്കയിൽ പോയിരുന്നത് 6 മാസത്തേക്ക് അമേരിക്കയിലേക്ക് അദ്ദേഹം പോയപ്പോ വീട് ഫ്രീ ആയി തന്നു, ലാൻഡ് ലൈൻ ഉണ്ട്. അദ്ദേഹം പറഞ്ഞു ഈ വീട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യണം ആ വീട്. ഞങ്ങള് അങ്ങനെ ചെയ്ത സമയത്ത് പെട്ടെന്ന് ലീഡറാണ്, ഞാൻ ലീഡർ. അപ്പൊ ഞാൻ ലീഡറാണ്, ഫോൺ പിക്കപ്പ് ചെയ്യാൻ പാടുള്ളൂ, നമ്മുടെ നിയമമാണ് നമ്മുടെ OIM-ന്റെ. അന്നേരം ഞാന് എന്താ പറയാ 1-ാം ദിവസം ആർക്കും ഒരു പ്രോബ്ലം ഇല്ല ഭക്ഷണമില്ലെങ്കിലും. 2-ാം ദിവസം ചെറിയ ചെറിയ പ്രയാസമൊക്കെ ഉണ്ടായി എല്ലാവർക്കും. 3-ാം ദിവസമായപ്പോ അവരെല്ലാം പിറുപിറുക്കാൻ തുടങ്ങി. അവര് പറഞ്ഞു ഇവിടെ കൊണ്ടുവന്നിട്ട് എന്താ ഒരു ഭക്ഷണവും ഇല്ല, ഒന്നുമില്ല. അങ്ങനെ ഒരു പിറുപിറുപ്പിന്റെ അവസ്ഥയിലേക്ക് കടന്നു വന്നപ്പോൾ ഞാൻ ദൈവത്തോട് മുട്ടുകുത്തി. ഞാൻ അടുക്കളയിലേക്ക് പോയി, അവരുടെ അടുക്കളയിൽ പോയി ഞാൻ മുട്ടുമ്മയെന്ന് ദൈവത്തോട്, കർത്താവേ ഞാൻ ദൈവവേലയ്ക്ക് വേണ്ടി പൂർണ്ണ സമർപ്പണത്തോടെ, എനിക്കൊന്നും വേണ്ട, ഐ ജസ്റ്റ് വാണ്ട് ടു ഞാൻ ദൈവത്തെ മാത്രം എനിക്ക് സേവിച്ചാൽ മതി, ഞാൻ എന്ത് കഷ്ടം സഹിക്കാൻ ഞാൻ തയ്യാറാണ്.
അങ്ങനെ ഞാൻ ദൈവസന്നിധിയില് പ്രാർത്ഥിച്ച് തീരുമാനമെടുത്തൊരു വ്യക്തിയാണ്. അപ്പൊ ഞാൻ ദൈവത്തോട് പറഞ്ഞ, കർത്താവ് എന്ത് സഹിക്കാൻ ഞാൻ തയ്യാറാ, പക്ഷെ എന്റെ കൂടെയുള്ളവര് സഹിക്കാൻ തയ്യാറല്ലോ, നീ എന്തെങ്കിലും ചെയ്യണമെന്ന് ഞാൻ പറയുന്നതിന് മുൻപ് ദൈവത്തിന്റെ ഞാൻ എന്റെ ലാൻഡ് ലൈൻ റിങ് ചെയ്യുന്ന ഒച്ച കേട്ടു. നമ്മൾ വിളിക്കും മുൻപേ ശബ്ദിക്കുന്ന ദൈവം, ഉത്തരവരുന്ന ദൈവം. നാം എന്താ പറയാ, നമ്മുടെ വായിൽ എന്താ പറയാ, നമ്മള് പൂർത്തീകരിക്കുന്നതിന് മുൻപ് നമുക്ക് ഉത്തരമായി വരുന്ന ദൈവം. ആ ദൈവം ദൈവത്തിന്റെ ആ കരുതലിനെ കുറിച്ച് ഞാൻ എന്താ പറയാ ലാൻഡ് ലൈനിൽ പോയി എടുത്തു. കാരണം എന്റെ ഉത്തരവാദിത്തമാണ് ലാൻഡ് ലൈൻ പിക്കപ്പ് ചെയ്യണം. ഞാനത് പിക്കപ്പ് ചെയ്തപ്പോൾ മറുവശത്ത് ഒരു സ്ത്രീ ശബ്ദമാണ്. ആ സഹോദരി, ഇന്ന് എനിക്ക് പേര് ഓർമ്മയില്ല, പക്ഷെ എന്നോട് പറഞ്ഞു എന്റെ പേര് വെളിപ്പെടുത്തരുത്. ആ സഹോദരി എന്നോട് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ദർശനം കണ്ടു. ദൈവം എന്നോട് പറഞ്ഞു, ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ ഇങ്ങോട്ട് വരണം. ഞങ്ങളുടെ പൈസയില്ല പോകാൻ, ഞാൻ ടീമിലെ മെമ്പേഴ്സുമായിട്ട് അവിടേക്ക് നടന്നാണ് പോകുന്നത്. കുറെ ദൂരം നടക്കണം. ആ വീട്ടിൽ ചെന്നപ്പോൾ അവരെന്നോട്, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ദർശനം കണ്ട ദൈവം എന്നോട് പറഞ്ഞു, സോണിയയുടെ ടീമിലേക്ക് 1 മാസത്തേക്കുള്ള എല്ലാ സാധനവും വാങ്ങിക്കൊടുക്കണം. അങ്ങനെ ഒരു ഓട്ടോറിക്ഷയിൽ 1 മാസത്തേക്കുള്ള അടുക്കളയ്ക്കുള്ള എല്ലാ സാധനവും വാങ്ങി ഞങ്ങളുടെ കയ്യിൽ കുറച്ച് പൈസയുമായിട്ട് ആ സഹോദരി എന്നെ മടക്കി വിടുവാൻ ഇടയായി തീർന്നു. ദൈവം വിശ്വസ്തനെന്ന് എന്റെ ജീവിതത്തിൽ ഓരോ സമയവും അനുഭവിച്ചറിയുവാനായിട്ട് ദൈവം ഓരോ സമയം ഇടവരുത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഞാൻ ഒരനുഭവം പറയാം, കാരണം എന്റെ സമയം വളരെ ചുരുക്കം. ഞാൻ ഒരനുഭവം, ഒത്തിരി അനുഭവങ്ങളുണ്ട്, പക്ഷെ ഞാൻ പ്രസന്റ് അനുഭവം പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, കഴിഞ്ഞ വർഷം ഞാൻ എന്താ പറയാ 40 ദിവസം ഉപവസിക്കുകയാണ്. ആദ്യത്തെ പ്രാവശ്യം 40 ദിവസം ഉപവാസം കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും ദൈവശബ്ദം കേട്ടു. ഒരു 3 മാസം കഴിഞ്ഞു വീണ്ടും ദൈവം പറയുകയാണ് വീണ്ടും 40 ദിവസം ഉപവസിക്കാൻ. അങ്ങനെ ഞാൻ വീണ്ടും 40 ദിവസം ഈ വീട്ടിൽ ഇങ്ങനെ ഇരുന്ന് മുട്ടുമേൽ നിന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത്, ഞങ്ങൾ താമസിക്കുന്നത് ഒരു ASIയുടെ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു റിലേറ്റീവ്, ഒരു ആൺകുട്ടി, അവൻ മയക്കുമരുന്നിന് അടിമയാണ്. അവന്റെ കൂട്ടുകാരനെ അവന് 18 വയസ്സ് കഴിഞ്ഞു. അവൻ എന്താ പറയാ അവന്റെ കൂട്ടുകാരനെ വെട്ടിക്കൊന്നിട്ട് എന്താ പറയാ പോലീസിനെ അറിയിക്കാതെ ഒളിവിലാണ്. ഒളിവിലായപ്പോ ഞാന് എന്താ പറയാ ഈ സംഭവം അറിയുന്നുണ്ട്. ഞാൻ എന്താ പറയാ ഇങ്ങനെ വെട്ടിക്കൊന്ന സംഭവമൊക്കെ അറിയുന്നുണ്ട്. പക്ഷെ ഞാൻ ഉപവാസത്തിലായതുകൊണ്ട് ഞാൻ മിക്കവാറും അത്യാവശ്യത്തിന് സുവിശേഷ വഴിക്ക് പുറത്തു പോകുന്നു. ഞാനിങ്ങനെ മുട്ടുമേന്ന് പ്രാർത്ഥിക്കുകയാണ്. പെട്ടെന്ന് ഒരു ദിവസം ആ ആൺകുട്ടി, വെട്ടിക്കൊന്ന കുട്ടി, ആ കുട്ടി അവനും അവന്റെ അമ്മയും പെങ്ങളുമായിട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വന്നു. കാരണം ഇവൻ ഒളിവില, പക്ഷെ ഇവൻ എന്താ പറയാ മയക്കുമരുന്ന് അടിമയാണ്. അപ്പൊ ഇവനോട് ഒന്ന് സംസാരിക്കണം. ഞാൻ അവരുടെ ഹൃദയത്തിൽ ഒരു പ്രേരണ, ഞാൻ അവനോടൊന്ന് സംസാരിക്കാൻ. അവൻ വരുന്നത് തല ഇങ്ങനെ കുനിച്ചാണ് അവൻ വരുന്നത്, തല കുമ്പിട്ടാണ് വരുന്നത്. അവൻ ഒളിവിലുമാണ്, ആ സമയം ഒളിവിലാണ്. അപ്പൊ എന്റെ അടുത്തേക്ക് വന്നപ്പോ അവനെ നോക്കാൻ സാധിക്കുന്നില്ല, കാരണം അവന്റെ ഉറ്റ സുഹൃത്തിനെയാണ് അവൻ വെട്ടിക്കൊണ്ടത്. അങ്ങനെ അവൻ എന്റെ അടുത്ത് വന്നു. ഞാൻ അവനോട് ഇരിക്കാൻ പറഞ്ഞു. ഞാനൊരു പായയിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്, ഒരു മാട്രസിൽ നിന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ഞാൻ അവന്റെ അടുത്ത്, അവൻ എന്നെ നോക്കുന്നില്ല. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഞാൻ അവന്റെ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന അവനോട് പറഞ്ഞു, അവൻ ഇവിടെ തന്നെ പഞ്ചാബി ആയിട്ടുള്ള ഒരു വ്യക്തിയാ. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു, ഞാന് എന്താ പറയാ നിന്നെ പോലെ ഞാനും കൊല ചെയ്തൊരു വ്യക്തിയാണ്. പെട്ടെന്ന് അവൻ എന്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി. ഞാൻ പറഞ്ഞു, ലോകത്തിന്റെ നിയമപ്രകാരം നീ നിന്റെ കൂട്ടുകാരനെ വെട്ടിക്കൊന്നു, വാളുകൊണ്ട് വെട്ടിക്കൊന്നു. പക്ഷേ ദൈവത്തിന്റെ വചനത്തിന്റെ നിയമപ്രകാരം വചനം എനിക്ക് അറിയാതിരുന്ന സമയത്ത് ഞാന് എന്താ പറയാ ഒരാളെ പകച്ചാൽ കൊല ചെയ്യുന്നതിന് തുല്യമാണ്. ഞാന് പകച്ചിട്ടുണ്ട് എന്റെ സഹോദരന്മാരെ. എന്താ പറയാ ഞാൻ ക്ഷമിക്കാതിരുന്നിട്ടുണ്ട്. അത് കൊലപാതകത്തിന് തുല്യമാണ്. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ നിയമത്തിന് അനുസരിച്ച് ഞാനും നീ തുല്യ ശിക്ഷയ്ക്ക് യോഗ്യരാ. പക്ഷെ ആ സത്യം അറിഞ്ഞപ്പോൾ ഞാനും എന്താ പറയാ ഞാൻ ദൈവത്തോട്, കർത്താവേ, ഞാൻ എല്ലാവരോടും ക്ഷമിക്കും, ഞാൻ ആരെയും പകയ്ക്കില്ല. അങ്ങനെ എനിക്ക് സത്യം മനസ്സിലാക്കിയപ്പോഴാണ് കൊലപാതകത്തിന്റെ ശിക്ഷയിൽ നിന്നും ദൈവ നിയമപ്രകാരം ഞാൻ മുക്തി പ്രാപിച്ചത്. അങ്ങനെയെങ്കിൽ ലോകത്തിന്റെ കണ്ണിൽ ഒരുപക്ഷെ നീ ഒരു കൊലപാതകനാണ്, പക്ഷെ ലോകത്തിന്റെ കണ്ണിൽ കൊലപാതകരല്ലാത്ത അനേക കൊലപാതകരുണ്ട്. ദൈവത്തിന്റെ നിയമപ്രകാരം കൊല ചെയ്യുന്നവരുണ്ട്, സഹോദരന്മാരെ പകയ്ക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ഒരിക്കലും ക്ഷമിക്കാത്തവരുണ്ട്. അങ്ങനെയെങ്കിൽ ഞാൻ പറഞ്ഞു, എന്താ പറയാ ലോകത്തിന്റെ നിയമപ്രകാരം പലരും കൊലപാതകരല്ല, പക്ഷെ നീ കൊലപാതകന. പക്ഷെ ശിക്ഷ ദൈവത്തിന്റെ മുൻപാകെ എല്ലാവർക്കും ഒരുപോലെ കിട്ടാൻ പോകുന്നത്. അവൻ ശ്രദ്ധയോടെ എന്റെ കണ്ണിൽ നോക്കി അവൻ എന്നെ ശ്രദ്ധിച്ചു. അവൻ എന്നെ വളരെ ശ്രദ്ധയോടെ, ഞാൻ അവനോട് വളരെ സുവിശേഷം പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോനെ, നമ്മുടെ ചുറ്റും ഒരിക്കലും നുണ പറയരുത്, നാം സത്യം പറയണം. നീ ചെയ്തത് നീ ഇന്ന് പോലീസിനെ പോയി നിന്നെ ഏൽപ്പിക്കണം, നീ പറയണം.
ഞാൻ ഇങ്ങനെ തെറ്റ് ചെയ്തു, നീ ആദ്യം ദൈവത്തോട് ക്ഷമ ചോദിക്കണം. ഞാൻ അങ്ങനെ അവനോട് പറഞ്ഞു മുട്ടുകുത്ത്. അവൻ മുട്ടുകുത്തി, അവന്റെ കണ്ണുനീര് ഒഴുകുവാൻ തുടങ്ങി. അവൻ ദൈവസന്നിധിയിലെ 2.5 മണിക്കൂറോളം, ഞാൻ പറഞ്ഞ കൊച്ചു നാളിൽ മുതൽ നീ ചെയ്ത പാപങ്ങൾ ഏറ്റുപറ. അനേക മണിക്കൂറുകൾ ഞാൻ അവനോട് സംസാരിച്ചു. അതിനുശേഷം 2.5 മണിക്കൂറോളം മുട്ടുമേൽ നിന്ന് എന്റെ കൂടെ ഞാൻ അവനോട് പറഞ്ഞു, എന്നോട് നീ ഒന്നും ഏറ്റു പറയണ്ട, എന്നോട് നിന്റെ പാപം പറയണ്ട, പക്ഷെ നീ നിന്റെ ദൈവത്തോട്, നിന്നെ സൃഷ്ടിച്ച ദൈവത്തോട്, സർവശക്തന്റെ മുൻപിൽ നിന്റെ ഹൃദയം പകര്, നിന്റെ പാപം ഏറ്റുപറ. അങ്ങനെ 2.5 മണിക്കൂർ അവന്റെ എല്ലാ പാപങ്ങളും ഏറ്റി പറഞ്ഞ് ഒരു കഴുകൽ പ്രാപിക്കുന്ന അവന്റെ തുടക്ക സമയത്ത് അവനൊരു ദർശനം കണ്ടു. അവൻ നരകത്തില് അവന് സ്വർഗത്തിൽ സ്ഥാനമില്ല, അവൻ നരകം കാണും. ദൈവം പറഞ്ഞു, നിനക്കുള്ള സ്ഥാനമില്ല, നീ നരകത്തിലേ പോകും. നരകം അവനെ കാണിക്കുക. അവൻ ഭയപ്പെട്ടു. ഞാൻ അവനോട് പറഞ്ഞു, നീ പാപം ഏറ്റു പറ, എല്ലാ പാപവും ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുക. യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നിന്നെ ശുദ്ധീകരിക്കാൻ ശക്തിയുള്ള രക്തമാണ്. ഇന്നും യേശു നിന്നെ ശുദ്ധീകരിക്കും. അങ്ങനെ അവൻ എല്ലാം ഏറ്റു പറഞ്ഞു. അവന്റെ മുഖം പ്രകാശിക്കാൻ തുടങ്ങി. 2.5 മണിക്കൂർ അവൻ ഏറ്റു പറഞ്ഞു ദൈവത്തെ പ്രാർത്ഥിച്ചു. അവൻ എന്നോട് പറഞ്ഞു, അവൻ ആരോടും പറയാത്ത പല തെറ്റുകൾ, അവനെ വെട്ടിക്കൊന്നു അതുവരെ പറയുന്നില്ല, അവൻ വെട്ടിക്കൊന്നെങ്കിലും പല തെറ്റുകൾ അവൻ എന്നോട് പറഞ്ഞു. അവന്റെ അമ്മ ഭയപ്പെട്ടു. അവന്റെ അമ്മ എന്നോട് പറഞ്ഞു, ഇവൻ ആരോടും പറഞ്ഞിട്ടില്ല, സിസ്റ്ററോടാണല്ലോ അവൻ എല്ലാ കാര്യവും പറയുന്നത്. ഞാൻ പറഞ്ഞു, എന്നോട് പറഞ്ഞതുപോലെ പോലീസിനോട് നീ ചെന്ന് പറയണം. ഞാൻ എന്താ ചെയ്തത്, നീ എല്ലാ കാര്യവും പറയണം. അന്ന് 4 മണിക്ക് അവൻ എന്നോട് പറഞ്ഞു, എനിക്ക് വേണ്ടി വീണ്ടും പറഞ്ഞു. അവന്റെ മുഖം പ്രകാശിക്കാൻ തുടങ്ങി. ഒരു ദൈവജനെ പോലെ. ഞാൻ അവനോട് പറഞ്ഞു, നീ ഒരു സുവിശേഷകനായി തീരും, നീ പൗലോസിനെ പോലെ യേശുവിന്റെ വചനം അനേകരോട് പറയുന്നവനായി തീരും. നീ ജയിലിൽ പോകുന്നത് നീ ഒരു സുവിശേഷകനായിട്ടാണ്, നീ ഒരു ദൈവത്തിന്റെ പൈതലാണ്, നീ ഒരു കൊലയാളിയല്ല, മറിച്ച് നീ യേശുവിന്റെ പൈതലാണ്. നിന്റെ പാപം യേശു ക്ഷമിച്ചു കഴിഞ്ഞു. ഇനി ലോകത്തിന്റെ എന്താ ശിക്ഷ അത് നീ ഏറ്റുവാങ്ങുക, പക്ഷെ നിന്റെ തെറ്റി നീ പറയണം. അങ്ങനെ 4 മണിക്ക് അവൻ വീണ്ടും എന്താ പറയാ എന്നോട് പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഞാൻ അവനോട് പ്രാർത്ഥിച്ചു. അവൻ പോലീസിന്റെ പിടിയിൽ കൊടുത്തു. അവൻ മുഖാന്തരം ജയിലിൽ എനിക്കൊരു വഴി തുറക്കപ്പെട്ടു. കാരണം എല്ലാ ആഴ്ചയിലും ജയിലിൽ പോയി സുവിശേഷം പറയുവാൻ. അങ്ങനെ ഞാൻ അവനെ എന്നും എല്ലാ ആഴ്ചയിലും, ഇവിടുത്തെ ഏറ്റവും വലിയ ഗുരുദാസ്പൂരിലെ ജയിലാണ്, അവിടേക്ക് അവൻ എന്റെ പേരെഴുതി കൊടുത്തു, സോണിയ. അങ്ങനെ എനിക്ക് എന്താ പറയാ സിൽവി എഡ്വിൻ, അങ്ങനെ എന്റെ പേര് എഴുതി കൊടുത്തതോടെ എനിക്ക് എല്ലാ ആഴ്ചയിലും അവിടെ പോകാം, അവനെ കാണാം. അങ്ങനെ ഞാൻ അവനെ കുറിച്ചുള്ള ദൈവത്തിന്റെ ആലോചനകൾ, ദൈവ ശബ്ദങ്ങൾ അവന് പറയാൻ തുടങ്ങി. അവനോട് ഞാൻ പറഞ്ഞു, നീ ഒരു ഡയറിയിലെല്ലാം എഴുതണം. അങ്ങനെ അവൻ എന്താ പറയാ, അവിടെ ഇപ്പോഴും അവർക്ക് ഓപ്പർച്യൂണിറ്റി ഇല്ല, അവസരമില്ല വചനം വായിക്കാൻ. പക്ഷെ അവന് അല്പമായി വചനം വായിക്കുവാൻ തുടങ്ങി. വചനം പറഞ്ഞു കൊടുക്കും. അങ്ങനെ അവന് ഒരു വ്യക്തി യേശുവിലേക്ക് കൊണ്ടുവന്നു. കഴിഞ്ഞ ആഴ്ച 8 പേരെ അവൻ യേശുവിലേക്ക് കൊണ്ടുവരും ഇതേ തീർന്നു. 8 പേര്. പല പ്രതികൂലമുണ്ട് അവനെ എന്താ പറയാ, തുടക്കത്തിലെല്ലാം നീ പാതിരിയ പാസ്റ്ററ എന്നൊക്കെ പറഞ്ഞ് അവനെ നിന്ദിക്കുന്ന ഒത്തിരി പേരുണ്ട്. അല്ലെങ്കിൽ അവൻ മുട്ടുമയെന്ന് പ്രാർത്ഥിക്കും. അവൻ അവിടെ ഉപസിക്കുവാൻ തുടങ്ങി, അവൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഈ കഴിഞ്ഞ വർഷമാണ് അവൻ ഇങ്ങനെ വെട്ടിക്കൊല്ലുന്നത്. കഴിഞ്ഞ വർഷം മീൻസ് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം ആ സമയങ്ങളിലാണ്. പക്ഷെ അവന്റെ ജീവിതത്തില് അവൻ എന്താ പറയാ, ഒരു ദൈവ പൈതൽ എന്നതിലുപരി അവനൊരു മിഷണറിയാണ്, അവനൊരു ദൈവദാസനാണ്. അവിടെ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ജയിലിന്റെ അകത്ത് അന്യഭാഷയിൽ അവൻ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. അതിനുശേഷം ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ടു. ഇന്ന് 8 പേര് രക്ഷിക്കപ്പെട്ട് 8 പേര് കൂടിയിരുന്ന് ആരാധിക്കും. അവനെ ഒരുമിച്ച് ആരാധിക്കുന്നു. അവന്റെ ഒരേ ഒരു ദർശനമാണ്, പുറത്തിറങ്ങിയാലും അനേക യൗവനക്കാരെ ക്രിസ്തുവിന് വേണ്ടി നേടണം. ഇതുപോലെ ഞാൻ ഗുജറാത്തിലെ ഒരു സമയത്തും ടീനേജിന്റെ ജയിലിൽ പോയി ഞാൻ പ്രവർത്തിക്കുമായിരുന്നു. അന്നെല്ലാം അവിടെയുള്ള പോലീസെല്ലാം പറയുമായിരുന്നു, മാം എന്താ പറയാ, മാം പറയുന്നതായ ഈ എന്താ പറയാ സ്റ്റോറീസ്, മീൻസ് ഞാൻ എന്താ പാരബിൾസ് ആണ്, ദൃഷ്ടാന്തങ്ങൾ, ഉപമകളിലൂടെയാണ് വചനം പറയുന്നത്. അതുപോലെ മറ്റു കഥകളിലൂടെ. ഈ ടീനേജ് ജയിലാണ് അന്ന് വർക്ക് ചെയ്തത്. ഇന്ന് ടീനേജ് ജയിലല്ല, ഇന്ന് മൊത്തത്തിലുള്ള വലിയ ജയിലിലാണ് പോകുന്നത്. പക്ഷെ കൊറോണ സമയത്ത് ഞാന് ഒരു സമയം ഞാൻ ഈ ചേരി പ്രദേശത്ത് അവിടെയും ഒത്തിരി പേര് കുഞ്ഞുങ്ങളെ, ആദ്യം അവർക്കെല്ലാം എന്നെ പേടിയായിരുന്നു കാണുമ്പോൾ, മീൻസ് അവരെന്നോട് അടുക്കില്ലായിരുന്നു. പക്ഷെ പിന്നത്തേതില് അവരെ സ്വന്തം അമ്മയെ പോലെ അവർക്ക് എന്നോട് എല്ലാം ഒരു ഫ്രണ്ടിനെ പോലെ എല്ലാം അവരെന്നോട് പറയുമായിരുന്നു. അന്നൊക്കെ അവിടത്തുള്ള പോലീസ് എന്നോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇവിടുന്ന് പോകുന്നവരെല്ലാം വീണ്ടും വളരെ എന്താ പറയാ മോശമായിട്ടാണ് പിന്നെയും കടന്നത്. ഒരു കൊലപാതകം ചെയ്തവരെ വീണ്ടും ഒരു 5 കൊലപാതകം ചെയ്ത തിരിച്ചു വരുന്നത്, അതുപോലുള്ള ക്രൂരതയോടെ തിരിച്ചു വരുന്നത്. പക്ഷേ ഈ യേശുവിന്റെ സുവിശേഷം, അല്ലെങ്കിൽ ഈ ഉപമകൾ, അല്ലെങ്കിൽ ഈ ദൃഷ്ടാന്തങ്ങൾ, ദൈവവചനത്തിലൂടെ പഠിപ്പിക്കുന്നതായ പല കാര്യങ്ങള് അവരുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാനും ഞാൻ ആ കുഞ്ഞുങ്ങളോട് പറയുമായിരുന്നു, നമുക്ക് ലഭിക്കുന്ന ഒരു സമയമാണ്, ഇപ്പൊ നന്നായി പഠിക്കണം. കാരണം എന്റെ ജീവിതത്തിൽ ഞാൻ എന്താ പറയാ, ഈ കണ്ണിന് എനിക്ക് 75% അന്നില്ലായിരുന്നു, കാഴ്ചയില്ലായിരുന്നു.
ആയിരുന്നു 75%. അപ്പോഴും ഞാനൊരു PhD വരെയൊക്കെ ചെയ്ത ഒരു വ്യക്തിയാണ്. PhD എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ഒത്തില്ല, കുറച്ച് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് കൊണ്ട്. പക്ഷേ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി മുന്നോട്ട് പഠിച്ചൊരു വ്യക്തിയാണ്. അപ്പൊ ഞാൻ ഒത്തിരി പ്രോത്സാഹിപ്പിക്കുമായിരുന്നു ആ കുഞ്ഞുങ്ങളെ. എൻ്റെ കണ്ണിന്റെ കാര്യമൊന്നും അവർക്ക് അറിയില്ല, പക്ഷേ ഞാൻ അവരെ പ്രോത്സാഹിക്കുമായിരുന്നു. ഇന്ന് ഞാൻ പലരെയും പ്രോത്സാഹിപ്പിക്കുന്നു. നമുക്ക് ലഭിക്കുന്ന അവസരമാണ്. അങ്ങനെ ഒത്തിരി കുഞ്ഞുങ്ങള് എന്താ പറയാ നല്ല രീതിയിൽ പഠിക്കുവാൻ അവരെ എന്താ പറയാ പോലീസുകാർ പറയുന്നു ഇപ്പൊ ജയിൽ ഒഴിഞ്ഞു കാലിയായി തുടങ്ങി. കാരണം എന്താ പറയാ പോകുന്നവരൊന്നും തിരിച്ചു വരുന്നില്ല, അവരൊക്കെ ഓരോന്ന് പഠിക്കുവാനും നല്ല രീതിയിലാണ് പോകുന്നത്. അങ്ങനെ ഒരു ദൈവപ്രവൃത്തിയെ കുറിച്ച് കേൾക്കുവാൻ, പോലീസിൽ നിന്നൊരു സാക്ഷ്യം അങ്ങനെ കേൾക്കുവാൻ, കാരണം യേശു ജീവിക്കുന്ന ദൈവമാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കേൾക്കുവാൻ സാധിക്കുന്നത്. കാരണം യേശുവിന്റെ ശക്തിയെ രുചിച്ചറിയുവാൻ തക്ക വേണം പരിശുദ്ധമേ സഹായിക്കുന്നു. ഇവിടെയാണെങ്കിലും ഈ ജയിലിന്റെ അകത്ത് കർത്താവ് വലിയ അത്ഭുതം ചെയ്യുന്നു. കാരണം നമുക്ക് അതിന്റെ അകത്തേക്ക് കയറി പോകാനുള്ള അനുവാദമില്ല. പക്ഷെ ഈ പുറത്ത് അഴികളുടെ പുറത്ത് നിന്നുകൊണ്ട് ഈ സുവിശേഷം പറയുമ്പോൾ തന്നെ വലിയ ദൈവപ്രവൃത്തിയാണ്. കർത്താവ് എത്ര വിശ്വസ്തനാണ്, ദൈവത്തിനൊന്നും കഴിയാത്തതായിട്ടില്ല എന്ന് അനേക അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഇനിയുമുണ്ട്. പല അനുഭവങ്ങളുണ്ട്. കർത്താവ് വിശ്വസ്തനാണ്. ദൈവം തളർന്നു കിടന്ന എൻ്റെ ഹസ്ബൻഡിനെ ഒരു വർഷം അങ്ങനെ തളർന്നു കിടന്നെങ്കിൽ എൻ്റെ ഹസ്ബൻഡിന്റെ നെഞ്ചിലേക്ക് സുവിശേഷം, യോഹന്നാന്റെ സുവിശേഷം വന്നു വീഴുന്ന ഒരു ദർശനം അദ്ദേഹം കാണുവാൻ ഇടയെത്തുന്ന ഒരു അംബാസിഡർ കാറിൽ വരുന്നതായിട്ട് കാറ് വന്ന് അന്ന് എന്നോട് പറഞ്ഞു എന്നെ സൈഡിലേക്ക് ഒന്ന് നീക്കി കിടത്തണം എന്ന് പറഞ്ഞു. അങ്ങനെ എന്താ പറയാ ജനലിന്റെ സൈഡിലേക്ക് നീക്കി കിടത്തി. അന്ന് കാണുന്ന ഒരു ദർശനമാണ് ഒരു അംബാസിഡർ കാറ് വന്ന് നിന്ന് തന്റെ നെഞ്ചിലേക്ക് യോഹന്നാന്റെ സുവിശേഷം എറിഞ്ഞിടുന്ന ഒരു അവസ്ഥ. അന്ന് വരെ ഒരു വലിയ ദർശനം എൻ്റെ ഹസ്ബൻഡിന് ഇല്ലായിരുന്നു, ഒരു ആഴമായ ദർശനം. അത്ര ആഴമായിട്ടില്ല, കാരണം എൻ്റെ അനുഭവങ്ങളിലൂടെ ഒന്നും എൻ്റെ ഹസ്ബൻഡ് അങ്ങനെ ഒരു ഓഫീസ് സെറ്റപ്പിലാണ് താൻ ഇരുന്നത്, അതുകൊണ്ട് അങ്ങനെ ദർശനമില്ലായിരുന്നു. പക്ഷെ ആ ഒരു അനുഭവം തളർന്നു കിടന്ന അവസ്ഥയിൽ ഞാൻ പറഞ്ഞു യോഹന്നാന്റെ സുവിശേഷം വായിക്കണം, അങ്ങനെ തളർന്നു കിടന്ന അവസ്ഥയിൽ അങ്ങനെ വായിച്ചു. അത് തന്റെ ജീവിതത്തിൽ വലിയൊരു പ്രവൃത്തിയായി തീർന്നു. അതിനുശേഷം 2010 താൻ ദൈവത്തിന് വേണ്ടി കാത്തിരുന്നു. അന്യഭാഷകളിൽ ദൈവത്തെ ആരാധിക്കുവാനും സ്തുതിക്കുവാനുമുള്ള അവസരങ്ങളെല്ലാം ദൈവം തനിക്ക് ഉണ്ടാക്കി കൊടുത്തു. അതുപോലെ കുഞ്ഞുങ്ങളാണെങ്കിൽ കൊച്ചുനാളിലെ അവരെ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷാകർത്താവിനെ സ്വീകരിച്ച്, മോള് 12 വയസ്സിലും മോന് 13 വയസ്സിലും അവർ സ്നാനപ്പെട്ടു. കാരണം അവർക്ക് നിവൃത്തിയില്ല, അവർക്ക് സ്നാനപ്പെട്ടേ തീരും. അങ്ങനെ അവർ സ്നാനപ്പെടുവാൻ ഇടയിൽ തീർന്നു. അതുപോലെ ദൈവം പ്രവചന ആത്മാവിലെല്ലാം മോളെ നിറച്ചു ദർശനങ്ങളാല്. ഇന്നും അനേക ലോകത്തിന്റെ പല രാജ്യങ്ങളിൽ നിന്നും അനേകർ വിളിക്കുകയും അനേകർ ആ ദൈവ ശബ്ദം കേട്ട് വളരെ അനുഗ്രഹം പ്രാപിക്കുവാൻ അവൾക്ക് ഇന്ന് 14 വയസ്സാണ് എങ്കിലും എന്താ പറയാ അവളുടെ പഠനത്തോടനുബന്ധിച്ച് അനേകരോട് സുവിശേഷം പറയുവാൻ. അതുപോലെ എൻ്റെ മോനാണെങ്കിലും അനേക യൗവനക്കാരുടെ മയക്കുമരുന്നിന് അടിമപ്പെട്ട അനേകർ ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ എന്നൊക്കെ വേണം ദൈവം ഈ കുഞ്ഞുങ്ങൾ ഇരുവരെയും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. കുടുംബമായ എൻ്റെ ഹസ്ബൻഡിനോടൊക്കെ ചേർന്ന് ഞങ്ങള് എന്താ പറയാ ചേരി പ്രദേശങ്ങളിൽ രാജസ്ഥാനികളുടെ ചേരിയുണ്ട്, അതുപോലെ മഹാരാഷ്ട്രക്കാരെ ചേരി, ബീഹാറി ചേരി പ്രദേശങ്ങള് ഒന്നുമില്ലാത്തവര്, അനാഥര്, വിധവമാര്, അതുപോലെ വീടുകളില്ലാത്തവര്. ഇന്ന് 22 പേരെ വാടകയ്ക്ക് 2 വീടെടുത്ത് താമസിപ്പിക്കുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ചു. ഞങ്ങളും വാടക വീട്ടിലാണ്, അവരും 22 പേരെ മാറ്റി. മറ്റുള്ളവരെല്ലാം ഇന്നും ചേരി പ്രദേശത്ത് തന്നെയാണ്. എന്നാൽ ദൈവം മീൻസ് കരത്തിൽ തരുന്നതെല്ലാം അവർക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ സ്ഥിതിയെല്ലാം ദൈവം മാറ്റുന്ന ഒരവസ്ഥയിലേക്ക് പരിശുദ്ധന്മ കൊണ്ടുവന്നു. കാരണം അവരും ഒരു കാര്യം പഠിച്ചത്, ആരോടൊന്നും ചോദിക്കരുത്, മറിച്ച് ദൈവസന്നിധി മുട്ടുകുട്ടിയാൽ, ഉപവസിച്ചാൽ, പ്രാർത്ഥിച്ചാൽ ദൈവത്തിന് എന്താണ് കഴിയാത്ത, ദൈവത്തിന് സകലതും കഴിയുമെന്ന്. ആ ചേരി പ്രദേശത്തുള്ള അവർ അന്യ ഭാഷയിൽ ആരാധിക്കുന്നവരാണ്. 2 സഹോദരിമാരെ ചേരി പ്രദേശത്ത് നിന്ന് പലരും ഭൂതങ്ങൾ വിട്ടുപോയതാണ്. 2 പേരുടെ അനുഭവം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. 2 വിധവമാരി വന്നപ്പോഴേ അവര് ഈ ശനിയാഴ്ച നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുണ്ട്. അപ്പൊ ആ ശനിയാഴ്ച ഉപവാസ പ്രാർത്ഥന ഞാനും എൻ്റെ ഹസ്ബൻഡും കുഞ്ഞുങ്ങളെ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ 2 പേര് കടന്നു വന്നിട്ട് അവര് പറഞ്ഞ് ഞങ്ങൾക്ക് വൈകുന്നേരമായിട്ടുണ്ടെങ്കിൽ ആരും ഞങ്ങളുടെ ചെവിയിൽ ഇങ്ങനെ പറയും മദ്യപിക്കുക എന്ന് പറഞ്ഞ് ഇവരിങ്ങനെ മദ്യപിച്ചുകൊണ്ടിരിക്കുക. അവർക്ക് ലോക്കലായിട്ടുള്ള മദ്യം കിട്ടും. അങ്ങനെ ഇവര് ഭിക്ഷയാചിക്കുന്ന മുഴുവൻ ഈ മദ്യം കുടിക്കുക, അങ്ങനെ മദ്യപിക്കുന്ന ഒരു സ്വഭാവമാണ്. അപ്പൊ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ പെട്ടെന്ന് പൈശാചിക ശക്തി അവര് നിളകി പോകുവാനിടയിൽ തീർന്നു. അവര് എന്താ പറയാ മദ്യപിപ്പിക്കുന്ന ഒരു പൈശാചിക ശക്തി അവരെ. അങ്ങനെ അവര് വളരെയധികം എന്താ പറയാ ഉപവാസ പ്രാർത്ഥനയിൽ അവർ പൂർണ്ണമായി സൗഖ്യമായി, പൂർണ്ണ വിടുതൽ പ്രാപിച്ചു പൈശാചിക ശക്തിയിൽ നിന്ന്. ഇന്ന്
അതിൽ ഒരു വ്യക്തി യുനോ ഒരാള് എന്താ പറയുക, ഹിമാചലിൽ ഒരു സഹോദരി, ഒരു വിധവ ഹിമാചലിൽ അവരെ ഒരു മിഷണറി ആയിട്ട്, കർത്താവിന്റെ ഒരു ശ്രേഷ്ഠ ദാസിയായിട്ട് കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അവര് എന്താ പറയുക, അവര് ഒരു തീ ജ്വാലിയായിട്ട് അവിടെ പ്രവർത്തിക്കുന്നു. മറ്റേ വിധവ ഇവിടെ തന്നെ നമ്മുടെ ഈ ചേരി പ്രദേശത്ത്, മഹാരാഷ്ട്രക്കാരെ ചേരി പ്രദേശത്ത് തന്നെ അനേകരോട് സുവിശേഷം പറയുന്നു. അതുപോലെ അനേകർ, അതുപോലെ അനേക സഹോദരിമാർ, സഹോദരന്മാർ, യൗവനക്കാര്, ദൈവത്തിന്റെ മുട്ടുമേൽ നിന്ന് ആരാധിക്കുന്ന യൗവനക്കാരുടെ കൂട്ടമുണ്ട്. നമുക്ക് അന്യന്യ ഭാഷകളിൽ ദൈവത്തെ ആരാധിക്കുന്നവർ, മീൻസ് അവര് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അവർക്ക് അന്യഭാഷ എല്ലാ ആഴ്ചയിലും പരിശുദ്ധാത്മാവിഷം പ്രാപിക്കുന്നവരുണ്ട്. എല്ലാ ആഴ്ചയിലും അതുപോലെ പോകുന്നവരുണ്ട്. അതുപോലെ എല്ലാ ആഴ്ചകളും ദൈവത്തിന്റെ അത്ഭുതങ്ങളെ കാണും. എല്ലാ ദിവസങ്ങളിലും ഉണ്ട്. ഞാൻ എല്ലാ ആഴ്ചയെന്ന് ഉദ്ദേശിച്ചത് സഭയിലെ ആഴ്ചകളിൽ നടക്കുന്ന മീറ്റിങ്ങുകളെ കുറിച്ചാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതുപോലെ എല്ലാ ദിവസങ്ങളിലുമുള്ള മീറ്റിങ്ങുകളിലും ദൈവത്തിന്റെ വലിയ അത്ഭുതങ്ങളെ കാണുവാൻ, അതിശയങ്ങളെ കാണുവാൻ നാം വിശ്വസിക്കുന്ന ദൈവം ആത്മാക്കളെ, കാരണം ആരും ദരിദ്രരല്ല, ആരും ധനവാരല്ല. കാരണം ആത്മാവിന്റെ വില ഒന്നാണല്ലോ. കാരണം സർവ്വഭൂമിയെക്കാളും വിലയുള്ളതാണ് ആത്മാവ്. അപ്പൊ ആ ആത്മാവിന്റെ വില പുറത്തൊരു പക്ഷേ നമ്മൾ വ്യത്യസ്തരായിരിക്കാം കാണുമ്പോൾ. ഞങ്ങളുടെ ചേരി പ്രദേശത്തുള്ള ഭിക്ഷയാചിക്കുന്നവരെല്ലാം നമ്മുടെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കാറുണ്ട്. ഞങ്ങൾ ഒരുമിച്ചാണ് ഒരു പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കാറുണ്ട്. വഴിയിൽ പോകുമ്പോൾ ഞങ്ങൾ കെട്ടിപ്പിടിക്കാറുണ്ട്. കാരണം അവർ ഭിക്ഷയ്ക്ക് പോകുന്നവരാണ്. അവർക്ക് ചിലപ്പോൾ ലജ്ജ തോന്നാറുണ്ട്. ചിലരെല്ലാം ഇന്നും ഭിക്ഷയാചിക്കുന്നവരുണ്ട്. അവരെ ഞങ്ങൾ കെട്ടിപ്പിടിക്കാറുണ്ട്. ഗാർബേജ് പിക്കപ്പ് ചെയ്യുന്നവരുണ്ട്. അവർ വളരെ വൃത്തിഹീനമായിട്ടുള്ള വസ്ത്രങ്ങളെല്ലാം, പക്ഷെ അവരെ കെട്ടിപ്പിടിച്ച് ഞങ്ങൾ ജൈവസിക്ക് നമ്മളെ ദൈവത്തിന് ആ സ്തോത്രം, ദൈവത്തിന് അവരെ കാണുമ്പോൾ സന്തോഷം പ്രകടമാകുമ്പോൾ അവർക്ക് വളരെ അത്ഭുതം. അവർ ഒരു കാര്യം പറയാറുണ്ട്, ഞങ്ങൾ ഒരിക്കലും കാണാത്തൊരു ദൈവസ്നേഹം, ഈ സ്നേഹമാണ് ഞങ്ങളെ വിടിവിച്ചത്. യേശു നമ്മളെ സ്നേഹിക്കുന്നു. കാരണം അവരൊന്നു മാത്രമാണ് ആ സ്നേഹം. ഇന്നും അവർക്കൊന്നും എന്റെ കണ്ണിന്റെ വിഷയം ആർക്കും അറിയില്ല. പക്ഷേ എന്താ പറയാ, ഒന്ന് അവർക്കറിയാം, അവരെ സ്നേഹിക്കുന്ന ഒരു ദൈവം, അവർ കാണാത്ത ദൈവം. അവർക്ക് ദൈവത്തെ കാണാനൊക്കുന്നില്ല. പക്ഷെ നമ്മളിലൂടെ യേശുവിനെ പ്രകടമാക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മ കുടുംബമായി ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അനേക ചേരികൾ, ഞങ്ങളുടെ വീട്ടിൽ ഭക്ഷണം ഉണ്ടെങ്കിൽ അവരും ഭക്ഷണം കഴിച്ചേ പറ്റൂ. അതുകൊണ്ട് ഞങ്ങൾ ഉറപ്പ് വരുത്തും അവർക്ക് ഭക്ഷണം ഉണ്ടോ, അപ്പൊ അവര് ഭക്ഷണം കഴിക്കണം. അല്ലെങ്കിൽ നമ്മുടെ തലയിൽ എണ്ണ തേക്കുന്നെങ്കിൽ അവരുടെ തലയിലും എണ്ണ തേക്കണം. അല്ലെങ്കിൽ പാറി പറക്കുന്ന മുടിയുമായിട്ടാണ് അവരിരുന്നത്. പല മരത്തിന്റെ ചുവടുകളിലിരുന്ന്, വിവാഹത്തിന് മുമ്പ് ഞാൻ തെരുവുകളിലിരുന്ന് പലപ്പോഴും ഈ തെരുവ് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു എന്റെ കുഞ്ഞുങ്ങള്. പക്ഷെ ഈ ചേരി പ്രദേശത്തുള്ള കുട്ടികളെ മരത്തിന്റെ ചുവട്ടിലിരുന്ന് പഠിപ്പിക്കുകയും അവരെ കുളിപ്പിക്കുകയും അവരെ മുടി ചെയ്യുകയും ഒരു അറപ്പമില്ലാതെ വളരെ സ്നേഹത്തോടെ അവരെ കെട്ടിപ്പിടിച്ച് ഇന്നലെയാണ് 2 ദേവദാസന്മാർ ഇവിടുന്ന്, കേരളത്തിൽ നിന്ന് വന്ന 2 ദേവദാസന്മാർ ഇവിടുന്ന് പോകാനിടയിൽ തീർന്നു. അപ്പൊ ആ ദേവദാസന്മാര് പറഞ്ഞു, യഥാർത്ഥമായിട്ടും ആ ദൈവ സ്നേഹം അവർക്ക് കാണുവാനായിട്ട് ദൈവം സഹായിച്ചു. കാരണം ഒരു ആത്മാർത്ഥമായിട്ടുള്ള കെട്ടിപ്പിടിച്ചുള്ള സ്നേഹം ചേരി പ്രദേശങ്ങളിൽ അവർ വന്നപ്പോൾ അവരുടെ ആ സ്നേഹം, കാരണം അവരും ഓടി വന്നാണ് നമ്മളെ കെട്ടിപ്പിടിക്കുന്നത്. സ്വന്തം ഭവനത്തിലുള്ളവർ വളരെ ദൂരത്തുനിന്ന് വരുന്ന പോലെയാണ് അവർ നമ്മളെ ഓരോ ആഴ്ചയും നമ്മളെ കാണുമ്പോൾ അവർ കെട്ടിപ്പിടിച്ച് അവരെ സന്തോഷം പ്രകടമാക്കും. നമ്മൾ ഒരുമിച്ചാണ് ഓരോ 40 ദിവസം ഉപവാസത്തിന് ശേഷവും ഞാൻ എപ്പോഴും ഉപവാസം നിർത്തുന്നത് ആ ചേരി കുടിലിന്റെ അകത്താണ്. 2 പ്രാവശ്യവും കുടിലിന്റെ അകത്താണ് ഭക്ഷണം കഴിച്ചത്. കാരണം എന്റെ ഹൃദയത്തിനകത്ത് ഭിക്ഷ യാചിക്കുന്നവർ കൂടെ ഭക്ഷണം കഴിക്കണം. 40 ദിവസം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ആ 40-ാം ദിവസം ഭക്ഷണം കഴിക്കുന്നത് ആ കുടിലിരുന്നാണ്. അങ്ങനെ കുടിലുള്ളവർ അവരുണ്ടാക്കുന്ന ഭക്ഷണമാണ് കഴിക്കുന്നത്. കാരണം അവർക്ക് അറിയണം, നമ്മൾ സ്നേഹിക്കുന്ന ദൈവം, അവന് പക്ഷപാതമില്ല, അവനെല്ലാവരും ഒരുപോലെയാണ് കരുതുന്നത്, സ്നേഹിക്കുന്നത്. അപ്പൊ ആ സ്നേഹം, ആ ദൈവ സ്നേഹത്തില് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ ഒത്തിരി സമയം എടുത്തു. ദൈവം അനുഗ്രഹിക്കട്ടെ. അനേക അനുഭവങ്ങള് ഇനിയുമുണ്ട്. ഇനി ദൈവം എപ്പോഴെങ്കിലും അനുവദിക്കുന്നുവെങ്കിൽ അനുഭവങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് 90% കാഴ്ചയില്ലെങ്കിലും ഞാൻ നല്ലതായി കുക്ക് ചെയ്യും. അതുപോലെ ഞാൻ എല്ലാ ദിവസവും ബൈബിള് വായിക്കും. കാരണം ഞാൻ മലയാളം ബൈബിൾ എനിക്ക് വായിക്കാൻ ബുദ്ധിമുട്ടാണ്, ഹിന്ദി ബൈബിൾ വായിക്കാറില്ല. കാരണം അതെല്ലാം എനിക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇംഗ്ലീഷിലേക്ക് സൂപ്പർ ജയന്റ് കിട്ടും. അതല്ലാതെ ഞാൻ സൂം ചെയ്ത് നമുക്ക് വായിക്കാൻ ഒക്കും. അതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും ബൈബിൾ വായിക്കും. അതുകൊണ്ട് ആരെങ്കിലും ബൈബിൾ സ്ഥിരമായി വായിക്കുകയോ മെഡിറ്റേറ്റ് ചെയ്യുകയോ ചെയ്യുന്നില്ല എങ്കിൽ ഞാൻ തീർച്ചയായും പറയാൻ ആഗ്രഹിക്കുന്നു, 90% എനിക്ക് കാഴ്ചയില്ല. മെഡിക്കൽ സയൻസ് പ്രകാരം എനിക്ക് 10% മാത്രമേ കാഴ്ചയുള്ളൂ. പക്ഷേ ഞാന് ബൈബിൾ വായിച്ചില്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാൻ അന്ധയാണ്. ബൈബിൾ വായിച്ചാൽ എനിക്ക് വലിയ സന്തോഷമാണ്. എന്റെ മാഗ്നിഫയർ എന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് എനിക്കൊരു അന്ധതയുടെ അവസ്ഥ എനിക്ക് മനസ്സിലാക്കുന്നത്.
മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ ബൈബിൾ വായിച്ചില്ലെങ്കിൽ, കാരണം നമ്മുടെ ഭക്ഷണമാണ്, ആത്മീയ ഭക്ഷണമാണ് ബൈബിള്. അത് നമ്മൾ സ്ഥിരം വായിച്ച വചനപ്രകാരം, വചനത്തെ അനുസരിച്ച് പരമാർത്ഥ ഹൃദയത്തോടെ, സത്യസന്ധതയോടെ, ദൈവഭയത്തോടെ, ദൈവഭക്തിയോടെ നാം ദൈവം പറയുന്നത് അനുസരിച്ച് മുന്നോട്ട് പോകുന്നെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളെ ചെയ്യും. പല കൊടും തണുപ്പിന്റെ സമയത്ത്, ഇവിടെയൊക്കെ -ഡിഗ്രി വരും, ആ സമയത്തെല്ലാം പലരും മരിച്ചുപോയി നമ്മുടെ ചേരി പ്രദേശത്ത്. ആ സമയത്ത് പലപ്പോഴും ഞാൻ ദൈവശബ്ദം കേട്ട് ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും, ഞാൻ ആ സമയത്തെല്ലാം വളരെയധികം ദിവസത്തിന്റെ പൂർണ്ണമായി ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, ഒരു ദിവസം ചിലപ്പോൾ വൈകിട്ട് കഴിക്കായിരിക്കും, അങ്ങനെയൊക്കെ ദൈവം ഉപവസിക്കാൻ പറയുന്നത്. പക്ഷേ പലപ്പോഴും 21 ദിവസം കഴിഞ്ഞാണ് ദൈവം കഴിക്കാൻ പറയാറ്, ചിലപ്പോൾ 40 ദിവസം കഴിഞ്ഞായിരിക്കും ദൈവം കഴിക്കാൻ പറയാറ്. പല അനുഭവങ്ങൾ അങ്ങനെയുണ്ട്. കാരണം പലപ്പോഴും നമ്മുടെ മാനുഷിക ചിന്തയെ നമുക്ക് അനുസരിക്കാൻ ബുദ്ധിമുട്ട് തോന്നും. നമ്മുടെ സാഹചര്യം, പരിതസ്ഥിതി, കാലാവസ്ഥ, അല്ലെങ്കിൽ എനിക്ക് ബ്ലാഡർ ഇല്ല, എന്റെ ഗോൾ ബ്ലാഡറെല്ലാം എടുത്തു കളഞ്ഞതാ, അപ്പൊ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് എല്ലാ 2 മണിക്കൂർ ഭക്ഷണം കഴിക്കണം. പക്ഷേ എന്റെ ജീവിതത്തിന്റെ അനുഭവം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നാം ദൈവത്തോട് കൃപ ചോദിച്ചാൽ നമുക്ക് കഴിയാത്തതായിട്ട് ഒന്നുമില്ല. നാം ദൈവത്തിൽ ആശ്രയിച്ചാൽ നമുക്ക് സകലതും കഴിയും. കാരണം ഒരു ദിവസം പോലും ഉപവസിക്കാൻ സാധിക്കാത്ത എനിക്ക് 40 ദിവസവും രാത്രി ഉപവസിക്കാൻ കഴിയുന്നുവെങ്കിൽ അത് ദൈവത്തിന്റെ വലിയ കരുണയാണ്. അതുപോലെ 90% കാഴ്ചയില്ലാത്ത ഞാന് തന്നെ എനിക്ക് യാത്ര ചെയ്ത്, ഇന്ത്യ മുഴുവൻ തന്നെ യാത്ര ചെയ്ത് സുവിശേഷം പറയാൻ സാധിക്കുന്നുവെങ്കിൽ കാഴ്ചകളുള്ള നമുക്ക് അനേക ഇടങ്ങളിൽ കർത്താവിന് വേണ്ടി ഓടുവാനും അധ്വാനിപ്പാനും കഴിയും. അതുപോലെ കാഴ്ച 90% ഇല്ലാത്ത ഞാൻ എല്ലാ ദിവസവും ബൈബിൾ വായിക്കുകയും ദൈവവചനം ധ്യാനിക്കുകയും ചെയ്യുന്നുവെങ്കിൽ കാഴ്ചയുള്ളവരായ നമ്മുടെ കാഴ്ച, നമ്മൾ എന്തിനാണ് ഈ കണ്ണ്, എന്തിനാണ് നമ്മുടെ കണ്ണുമായിട്ട് ഒരു കവനന്റ്, യോബ് പറയുന്നത് പോലെ ഞാൻ എന്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തു, അല്ലെ, ലെസ്ഫുള്ളി ഐ ഷുഡ് ലുക്ക് അറ്റ് എനി വുമൻ, യോബ് പറയുന്നത്, അല്ലെ, ആ കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം ഒന്നുമില്ലാതെ നമുക്ക് ദൈവം തന്ന സത്യം നമുക്ക് പ്രകാശം പകർന്നു കൊടുക്കണം. കാരണം ഞാൻ ഇപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്റെ ലൈഫ് എനിക്ക് മടങ്ങി കിട്ടി. എന്റെ കൊച്ചുനാളെ മുതൽ ചിന്തിക്കാറുണ്ട്, നമ്മുടെ ലൈഫ് ഒരു ദിവസമേ ഉള്ളൂ. എക്സിമോസ് ചിന്തിക്കാറുണ്ട്, ഒരു ദിവസത്തേക്ക്. അവര് വൈകിട്ട് പോകുമ്പോൾ അവർക്ക് ദുഃഖം, വൈകിട്ടാകുമ്പോൾ രാവിലെ അവർക്ക് വലിയ സന്തോഷം. കാരണം ഒരു ദിവസത്തേക്കാണ് നമ്മൾ ജീവിക്കേണ്ടത്. ഒരു ദിവസം ബെസ്റ്റായിട്ട് യേശുവിന് വേണ്ടി ജീവിക്കുവാൻ, യേശുവിന്റെ വചനം വായിക്കുവാൻ, ബെസ്റ്റായിട്ട് യേശുവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ, യേശുവിനെ അനുസരിക്കുവാൻ, യേശുവിന്റെ ഭയഭക്തിയിൽ അവനെ പിന്തുടരുവാൻ, അതുപോലെ പരമാർത്ഥ ഹൃദയത്തോടെ, സത്യസന്ധതയോടെ, വിശ്വസ്തയോടെ അവനെ അനുസരിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോകുന്നുവെങ്കിൽ ഈ ലോകത്തിന്റെ അറിവിന്റെയും അവന്റെ സാക്ഷ്യത്തിൽ ദൈവം നമ്മെ സഹായിക്കും. ദൈവം നമ്മെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച് ജോയ്സ് TV ഫോർ ദിസ് ബ്യൂട്ടിഫുൾ ടൈം. എനിക്ക് അനുവദിച്ച സമയത്തിന് നന്ദി. അനേക അനുഭവങ്ങൾ ഇനിയും ഉണ്ടെങ്കിലും സമയത്തിന്റെ കുറവ് കൊണ്ട് ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവം എത്രത്തോളം ഉപയോഗിക്കുന്നല്ലോ സാക്ഷ്യം കേട്ടിട്ട്. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസി ദൈവം ഉപയോഗിക്കുന്ന ഒരു വലിയ ഉപകരണമാണ്. ഒത്തിരി ദൈവദാസിയുടെ വാക്കുകളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഗ്രഹിപ്പാൻ കർത്താവ് സഹായിച്ചു. കർത്താവിന്റെ ദാസിയെ പിന്നെയും കർത്താവ് ഉപയോഗിക്കട്ടെ. ശരീരത്തിന്റെ ഒത്തിരി കുറവുകളൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ കർത്താവ് വലിയവനാണെന്ന് ഒരു പ്രാവശ്യം കൂടെ മനസ്സിലാക്കുവാൻ സഹായിച്ചു. കർത്താവിന്റെ ദാസിയെ ദൈവം അവിടുന്ന് പിന്നെയും അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഞങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കണം. ആമേൻ. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ അല്പനിമിഷം പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ദാസി സ്തോത്രം, സ്തോത്രം. ദൈവദാസിയെ പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. റീഖാനബ രഗദഗല ജനബല റീദന രഗദഗല ഹംദന രഗദഗല. ഓടിയങ്ങൾ അളകൂടാതെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയാണ് കർത്താവേ. ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി സ്തോത്രം. റീഖാനബ രഗദഗല. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമേ, ഹല്ലേലൂയ. ദൈവജനമായ ഞങ്ങൾ ഒരുമിച്ച് യേശുവിന്റെ ശരീരത്തിന്റെ ഭാഗമായി കർത്താവെ സ്തുതിക്കുന്നു. ഈ ജോയ്സ് TVയിലൂടെ കർത്താവെ, ഹല്ലേലൂയ, ഞങ്ങൾക്ക് ഒന്നിച്ചായിരിക്കുവാൻ ഇപ്രകാരം ഒരു ഫെലോഷിപ്പ് കർത്താവ് നൽകിയതിനായി ദൈവത്തെ സ്തുതിക്കുന്ന. നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം കർത്താവെ. സ്തുതിക്കുന്ന അങ്ങയുടെ ദാസിക്കായി സ്തോത്രം കർത്താവെ. ജോയ്സ് TVക്കായി സ്തോത്രം കർത്താവ്. ഈ മാധ്യമത്തിലൂടെ ദൈവത്തിന്റെ വചനം കർത്താവെ, ഹല്ലേലൂയ, സാക്ഷ്യങ്ങൾ കേൾക്കുന്ന ഓരോ ജീവിതങ്ങളും അനുഗ്രഹിക്കപ്പെടേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പല വിഷയങ്ങളുടെ മധ്യത്തിൽ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവെ. ജീവിതത്തിന്റെ പ്രതികൂല സാഹചര്യങ്ങളുണ്ടെന്നാൽ എപ്പോഴും അനുകൂലമായിരിക്കുന്ന ദൈവത്തെ ഉറ്റുനോക്കുവാൻ തക്കവണ്ണം കർത്താവെ, ജീവിതത്തിൽ ആരുമില്ലെന്ന് ചിന്തിക്കുന്ന
സ്ഥാനത്ത് കരം പിടിച്ച് നടത്തുന്ന ദൈവം ഞാനാകുന്നു. ഓ ഹാലലി, ലോക അവസാനത്തോളം ഞാൻ നിന്നോട് കൂടിയുണ്ട്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്നുള്ള ദൈവശബ്ദത്തിന് മുൻപിൽ ഹാലലി കാത്തിരിക്കുവാൻ തക്കവണ്ണം അസാധ്യമായ ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ തകരുന്ന ജീവിതങ്ങളുണ്ട് കർത്താവേ. എന്നാൽ അതിന്റെ മധ്യത്തിൽ തകരാതെ വണ്ണം ഹാലേലൂയ ഓറവനെ ഈശാന മൂലൻ ആനടിക്കുമ്പോഴും ആ ഹാലേലൂയ വഞ്ചിയിൽ ആ കർത്താവെ തോണിയിൽ യേശുവുണ്ടല്ലോ. ഹാലേലൂയ. ഓ വിശ്വാസത്തിന്റെ പരിശോധന വലുതാകുന്ന സമയത്ത് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ ഉറ്റുനോക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം കർത്താവെ, പ്രിയ പ്രേക്ഷകരെ എല്ലാം കർത്താവ് അനുഗ്രഹിക്കണം. ഈ TV പ്രോഗ്രാമിനെ അനുഗ്രഹിക്കണം. റീബന ഹത്തന രഗതകല ഭൂമിയുടെ അറുതിയോളവും കർത്താവിന്റെ സാക്ഷ്യം എത്തുവാൻ തക്കവണ്ണം അനേകർ അനുഗ്രഹിക്കപ്പെടുവാൻ, അങ്ങനെ ദാസനും ദാസ്യം കുഞ്ഞുങ്ങളും അനുഗ്രഹിക്കപ്പെടുവാൻ, അവരുടെ ശുശ്രൂഷകൾ അനുഗ്രഹിക്കപ്പെടുവാൻ, റീബാന ഹത്തനാരക ഇതിലൂടെ കടന്നു വന്ന് സാക്ഷ്യം പറയുന്നവർ എല്ലാം കർത്താവെ, ഓ റബന ഹത്തനാരക കർത്താവിന്റെ ഹല്ലേലൂയ ഓ മഹിമ കണ്ട സാക്ഷികളാണല്ലോ കർത്താവെ. അവരെല്ലാം ദൈവം അനുഗ്രഹിക്കുമാറാകണം. അനേകർ ഇനിയും കടന്നു വന്ന് സാക്ഷ്യം പറയുവാൻ, ഓ ഇതിലൂടെ അനേകർ ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി പ്രയോജനപ്പെടുവാൻ, ഈ സാക്ഷ്യങ്ങളെല്ലാം അനേകരെ കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി കർത്താവെ പ്രയോജനമുള്ളവരാക്കി തീർക്കുവാൻ തക്കവണ്ണം ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ആയുസ്സും ആരോഗ്യം വളരെ പ്രയോജനപ്പെടുത്തുവാൻ സഹായിക്കണം. അങ്ങനെ ദാസിയും ദാസനെയും കുഞ്ഞുങ്ങളെയും ഒരിക്കൽ കൂടി അനുഗ്രഹിക്കുന്നു. പ്രേക്ഷകരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. എല്ലാ മാനവും മഹത്വവും കർത്താവ് യേശുവിനെ അർപ്പിക്കുന്നു. യേശുവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. ദേവദാസി, വളരെയധികം സന്തോഷം. കർത്താവ് സഹായിക്കട്ടെ. ആമേൻ. ഓക്കേ.